الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس ضرب مثل فاستمعوا له إن الذين تدعون من دون الله لا يخلقون الذباب شيئا إن الذين تدعون من دون الله لن يخلقوا ذبابا ولو اجتمعوا له وإن يسلبهم الذباب شيئا لا يستنقذوه منه ضعف الطالب والمطلوب وقال النبي صلى الله عليه وسلم من رأى منكم منكرا فليغيره بيده فإن لم يستطع فبلسانه فإن لم يستطع فبقلبه وذلك أضعف الإيمان أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവൻ ഇത്തത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മുടെ സൃഷ്ടാവാണ്, നമ്മുടെ ഇലാഹാണ്, നമ്മുടെ ഖാലിഖാണ്. അവനാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരുന്നവൻ, നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയവൻ, നമ്മുടെ മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ. അല്ലാഹു തആല ഭൂമിയിലേക്ക് നമ്മളെ പരീക്ഷണത്തിന് വേണ്ടി അയച്ചതാണ്. ആരാണ് അള്ളാഹുവിനെ ഇലാഹായി, റബ്ബായി, ഖാലിഖായി, മാലിക്കായി വിശ്വസിക്കുകയും അവനെ അനുസരിക്കുകയും അവനെ വഴിപ്പെടുകയും ചെയ്യുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കൽ മാത്രമാണ് ഭൂമിയിലെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയും റസൂലുള്ളാഹി ശാസനങ്ങളെ ചര്യ അനുസരിച്ചാണെങ്കിൽ തീർച്ച കാലാകാലത്തേക്കുള്ള ജീവിതം നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. മരണത്തോടു കൂടി എന്തായാലും എല്ലാവർക്കും വ്യക്തമാവും. ഒറ്റക്കൊറ്റക്ക് മരിച്ച് ഖബറിലെത്തുമ്പോൾ ഖബർ മുതലാണ് ഇവിടുത്തെ ജീവിതത്തിന്റെ അബദ്ധങ്ങൾ മനസ്സിലാവുന്ന സ്ഥലം. ഇവിടുത്തെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ, ഇവിടുത്തെ ജീവിതത്തിൽ അള്ളാഹുവിനെ വഴിപ്പെട്ടതിന്റെ സന്തോഷം മനസ്സിലാവുന്ന സ്ഥലം ഖബറാണ്. അതുകൊണ്ട് ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു അവസരം, വലിയൊരു തൗഫീഖുമാണ്. അല്ലാഹു തആല അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആദ്യമായി നിർമ്മിച്ച ഭവനാണ് കഅബ. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ ഫീഹി ആയാതുൻ ബയ്യിനാത്ത് മഖാമു ഇബ്രാഹിം എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാൻ. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനമാണ് കഅബ. ആദ്യമായി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട, ഇബാദത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട സ്ഥലമാണ് കഅബ. അതാണ് അള്ളാഹുവിന്റെ വീട്, ബൈത്തുള്ള. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അതിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്, കഅബയിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കഅബ, അതിലേക്കാണ് സത്യത്തിൽ അല്ലാഹു തആല നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി തർത്തീബാക്കിയത്. ഇത് അള്ളാഹുവിന്റെ കരുണയും തൗഫീഖുമാണ്. നമ്മളാരും സാമർത്ഥ്യമല്ല, നമ്മളാരുടെയും സാമർത്ഥ്യമല്ല. നമ്മളെല്ലാവരും ആലോചിക്കണം, ഈ ഇരിക്കുന്ന എല്ലാവരും ആണുങ്ങളെ എനിക്ക് അറിയുന്ന ആൾക്കാരാണ്. ആരും ഒരു ഉംറക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിന്ന ആൾക്കാർ ഇതിൽ ആരുമില്ല.
എല്ലാവരും ഉള്ളിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവണം. ഇപ്പം പോകണം എന്നൊക്കെ വിചാരിച്ച ആൾക്കാർ ആരും ഉണ്ടാവില്ല. ഒരു സാഹചര്യം വന്നു, പെട്ടെന്ന് നമ്മൾ പോകണ്ടെന്ന് പറഞ്ഞു, എല്ലാവരും കൂടെ കൂടിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അത്ര പെട്ടെന്ന് അന്ന് നമ്മൾ തയ്യാറാക്കിയതാണ്. പലരും പാസ്പോർട്ടൊക്കെ എടുത്തത് ഇപ്പം തന്നെയാണ്. പലരും പാസ്പോർട്ടുകളും കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞത് ഇത് നമ്മളാരുടെയും ഒന്നുമല്ല. അള്ളാഹുവിൻ്റെ വീട്ടിലൊക്കെ ഒരാൾ എന്തിനാ കൊണ്ടുവരുന്നത്? കുറേ പ്രാവശ്യം ഹജ്ജ് ചെയ്തവർ, കുറേ പ്രാവശ്യം ഉംറ ചെയ്തവർ എന്തിനാണ് അള്ളാഹിൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്നത്? ഒരു മനുഷ്യൻ അള്ളാഹിൻ്റെ വീട്ടിലെത്തുമ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണ് നനയാൻ തുടങ്ങും. ആ മനുഷ്യൻ്റെ ഹൃദയം അള്ളാഹുവിലേക്ക് ചേരാൻ തുടങ്ങും. അള്ളാഹുവിൻ്റെ വീട്ടിലല്ല എത്തുന്നത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ച് നമ്മളെല്ലാവരും കൊണ്ടെടുക്കണവൻ, നമ്മളെ ഉറക്കണവൻ, നമ്മളെ ഉണർത്തുന്നവൻ, നമ്മളെ ശ്വാസോച്ഛ്വാസം അതതിൻ്റെ മുറപ്രകാരം നടത്തുന്നവൻ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു റബ്ബ്, ആ അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് നമ്മൾ വിളിക്കുകയാണ്. വിളിക്കാതെ ഒരിക്കലും എത്താൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ ഹൃദയംഗമായി ആദ്യം നമ്മൾ നന്ദി കാണിക്കണം. മനസ്സിനുള്ളിൽ വലിയ നന്ദി ഉണ്ടാണ്. ഇത് ജീവിതത്തിന്റെ വലിയ വഴിത്തിരിവാണ്. വീട്ടിൽ വരുന്നവരെ ആദരിക്കപ്പെടും. മസ്ജിദ് അള്ളാഹുവിന്റെ വീടാണ്. മൻ അലിഫൽ മസ്ജിദ് അലിഫഹുല്ലാഹ്. ആരെങ്കിലും മസ്ജിദിനോട് ചേർന്ന് നിൽക്കുന്നവരെ അള്ളാഹു അവനിലേക്ക് ചേർക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അള്ളാഹുവിന്റെ ഏറ്റവും ഉയർന്ന പരിശുദ്ധമായ വീട് ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് എന്ന് ഖുർആൻ പറഞ്ഞേ. ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീട്ടിന്റെ ഉടമസ്ഥനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ ആ വീടാണ് സത്യത്തിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ആ വീട്ടിന്റെ മുറ്റത്തേക്കാണ് നമ്മൾ പോണത്. ഒരു യജമാനന്റെ വീട്ടിന്റെ മുറ്റത്ത് എത്തുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടുത്തെ ഏതെങ്കിലും വലിയൊരു പ്രൈം മിനിസ്റ്ററെ വീട്ടിന്റെ മുറ്റത്ത് നമ്മൾ എത്തിയാൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? ഒരു രാജാതിരാജനായ എന്നും ജീവിച്ചിരിക്കുന്നവനാണ് അള്ളാഹു. ആ അള്ളാഹുവിന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോണത്. അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, നമ്മളെ ഹൃദയത്തിനെ പരിശുദ്ധിപ്പെടുത്തണം. പാസ്പോർട്ട് റെഡിയാണ്, രേഖകൾ റെഡിയാണ്. അത് റെഡിയാവാൻ ഞാൻ പറഞ്ഞ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിടൂല. വിസയും പാസ്പോർട്ടൊക്കെ റെഡി ആയാലേ അത് പറ്റുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ അവന്റെ പരിശുദ്ധമായ ഭവനത്തിൽ എത്തിയാലും നമ്മളെ കബൂലാക്കുന്നവൻ അള്ളാഹുവാണ്. അത് നമ്മളെ പാസ്പോർട്ടോ വിസയോ നോക്കിയിട്ടല്ല, അത് നമ്മളെ ഹൃദയം നോക്കിയിട്ടാണ്. അതുകൊണ്ട് ഹൃദയത്തെ ശുദ്ധിയാക്കാതെ ആ പരിശുദ്ധ വീട്ടിലേക്ക് വന്നിട്ട് ഒരു കാര്യമായി ചെയ്യേണ്ട ജോലി ഹൃദയത്തെ ശുദ്ധിയാക്കലാണ്. നമ്മളെ റബ്ബുമായിട്ടുള്ള ബന്ധം എന്താണ്? നമ്മളെ അള്ളാഹുവിന്റെ സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇത് ഫുള്ള് ക്ലിയർ ആക്കാനാണ് സത്യത്തിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ തന്നെ വിളിക്കുന്നത്. ഒരു സത്യത്തിൽ ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഴിവിന്റെ പരമാവധി ഇടക്കിടക്ക് പോയി കൊടുക്കേണ്ട സ്ഥലമാണ് ഏത്? അള്ളാഹുവിന്റെ വീട്. അള്ളാഹുവിന്റെ വീട് അതിനുള്ളതാണ്. എന്തിനാണ്? അവന്റെ പേപ്പർ വർക്ക് കറക്റ്റ് ആവാനാണ്. നാളെ പടച്ചവന്റെ അടുക്കൽ എത്തുമ്പോൾ അവന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടണം. അൽ ഉംറതു ഇലൽ ഉംറതി കഫാറത്തുൽ ലിമാ ബൈനഹുൻ. ഒരു ഉംറ കഴിഞ്ഞ് അടുത്ത ഉംറയുടെ ഇടയിലുള്ള അവന്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഇപ്പം എന്നാണോ ഒരാൾ ഉംറ ചെയ്തത് കഴിഞ്ഞ് അടുത്ത ആളെ ഉംറന്റെ എല്ലാ ഇടയിലുള്ള ഈ പാപങ്ങൾ മുഴുവനും ഒന്നായിട്ട് ഓൾ ഡിലീറ്റ് അടിക്കാനുള്ളതാണ്. മൊത്തത്തിൽ ഡിലീറ്റ് ആക്കി കളയും. അപ്പൊ എത്ര വലിയ ഭാഗ്യാണ്. ഇങ്ങനെ മനുഷ്യൻ ചെന്ന് അവന്റെ അള്ളാഹുമായുള്ള ബന്ധം അവന് യാഥാർത്ഥ്യമായി അവൻ അള്ളാഹുവിലേക്ക് സന്തോഷവാനായി ചെന്നാൽ അവനേക്കാളും വലിയ ഭാഗ്യവാൻ വേറെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഹൃദയം നന്നാക്കാതെ ഡ്രസ്സ് നല്ലതാണ്, നല്ല വെള്ള ഇഹ്റാമിന്റെ തുണികളാണ്, അല്ലെങ്കിൽ നല്ല ശുദ്ധിയുള്ള വസ്ത്രമാണ്, അതുകൊണ്ട് മാത്രം പോരാ. വസ്ത്രം ശുദ്ധിയാവണം, നിസ്കാരം ശരിയാവണമെങ്കിൽ ഹൃദയം ശുദ്ധിയാവണം. അമലുകൾ സ്വീകരിക്കണമെങ്കിൽ അമലുകളുടെ സഹീഹാവുക എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതാണ് വസ്ത്രം ശുദ്ധിയാൽ ഉണ്ടാവുക. അമലിന് കബൂലിയത്ത് എന്ന് പറഞ്ഞ വേറൊരു വശമുണ്ട്. അത് ശരിയാവണമെങ്കിൽ എന്ത് വേണം? ഹൃദയം ശുദ്ധിയാവണം. ഹൃദയം ശുദ്ധിയാവാതെ ഒരിക്കലും ആ അമൽ അള്ളാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരാഴ്ച മുന്നേ വിളിച്ചത് എന്തിനാണെന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമുക്ക് അതിൻ്റെ ഒരുക്കങ്ങൾ ഉണ്ടാവാനാണ്. ഒരുക്കം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഒരുക്കങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ടാവും. ഡ്രസ്സ് വാങ്ങലോ വേറെയുള്ള കാര്യങ്ങളോ അതൊക്കെ നമ്മൾ നടത്തുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ആകെ കാര്യക്കൂട്ടി ഒരുക്കേണ്ട സാധനം നമ്മളെ ഹൃദയങ്ങളെ നന്നാക്കാനാണ്. പോയി വന്നിട്ടും നമ്മൾ തിരിച്ച് പഴയ പോലെ ആവരുത്. ഓരോ അമലുകളും അള്ളാഹുവിൻ്റെ വീട് കണ്ട് മടങ്ങി വരുന്നവർ, അള്ളാഹുമായുള്ള ബന്ധം വെച്ച് വരുന്നവർ, അവരുടെ ജീവിതത്തിന് പരിവർത്തനം ഉണ്ടാവണം, മാറ്റം ഉണ്ടാവണം. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും കറകൾ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ കഴുകി ഇവിടെ തന്നെ ശുദ്ധിയാക്കിയിട്ട് പോവുക. ഹറമിലെത്തുമ്പോൾ പിന്നെ കറകളില്ലാത്ത ഹൃദയമായിട്ടാണ് ചെല്ലേണ്ടത്. കറകളില്ലാത്ത ഹൃദയം. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, കുറേ ആൾക്കാർ ആദ്യമാണ്, കുറേ ആൾക്കാർ മുമ്പ് പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് ആണായാലും പെണ്ണായാലും ജീവിതത്തിൽ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇനി വല്ലാതെ തിരക്കാവുന്നതിന് മുമ്പ് നാളെ മറ്റന്നാളോ 2, 3, 4 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു സമയം കണ്ടെത്തണം. ആ സമയം എന്താണെന്ന് പറഞ്ഞാൽ
പുരുഷന്മാർക്ക് എളുപ്പമുള്ള മാർഗം എന്താണെന്ന് പറഞ്ഞാൽ ഒരു 8 മണി 9 മണിക്കൊക്കെ പോയാൽ മസ്ജിദുകളൊക്കെ കാലിയിട്ടുണ്ടാകാം. ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ മസ്ജിദിൽ പോയിരുന്ന് 2 റക്അത്ത് തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കരിച്ച് സുന്നത്തൊക്കെ നിസ്കരിച്ച് സ്വസ്ഥമായി എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവലോകനം, ഒരു കാർഗുസാരി, അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കഴിഞ്ഞതെന്നൊന്നും അവൻ ആലോചിക്കുക. ചെറിയ കുട്ടിയാവുമ്പോൾ നമ്മൾക്ക് ഓർമ്മയുള്ളൊരു കാലം മുതൽ ഇങ്ങനെ ആലോചിച്ചാൽ നമുക്ക് ആ കാര്യങ്ങൾ കിട്ടും. സ്ത്രീകളാണെങ്കിൽ മാഷാ അല്ലാഹ് വീടുകളിൽ അതിനുള്ള സൗകര്യ അവസ്ഥകളൊക്കെ ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ രാത്രിയിലെങ്കിലും ഒരു നേരത്തെ എഴുന്നേറ്റാൽ ഒരു നിസ്കാര റൂമിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ റൂമിൽ സംസാരിക്കാതെ പരസ്പരം ഒച്ചപ്പാടോ ബഹളോ ഫോണൊന്നും ഇല്ലാതെ മൊബൈലൊക്കെ ഒന്ന് ഓഫാക്കി വെച്ച് സ്വസ്ഥമായിട്ട് ഒന്ന് ആലോചിക്കുക. എന്താണ് ആലോചിക്കേണ്ടത്? നമ്മളൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. ആ കുട്ടിക്കാലം സ്കൂള് മദ്രസ ഒക്കെ കഴിഞ്ഞു. അതിലൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചത്? വെറുതെ ഒന്ന് അയവിറക്കിയിട്ട് പോവാം. ഇപ്പം നമ്മളെ ചിലപ്പോൾ അധ്യാപകരോട് വേണ്ടാത്ത നിലയിൽ പെരുമാറിയിട്ടുണ്ടാവും, നമ്മളെ കൂടുള്ള ആളോട് പെരുമാറിയിട്ടുണ്ടാവും. അതൊക്കെ ഇപ്പം നമ്മളില്ലാന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുമ്പം അതൊക്കെ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് തെളിഞ്ഞു വരും. അപ്പം തന്നെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, പടച്ചവനോട് പൊറുക്കലിനെ തേടുക. ആ കൂട്ടുകാരാണെങ്കിലും നമ്മുടെ അധ്യാപകരാണെങ്കിലും ആരാണോ നമ്മൾ മോശമായി പെരുമാറിയത് അവരോട് നമ്മൾ മാന്യമായി പെരുമാറാനുള്ള പണിയെടുക്കണം. ഒന്നുകിൽ ഫോണിൽ വിളിച്ച് അവരെ കോണ്ടാക്ട് ചെയ്ത് നന്നാവണം. ഈ ഒരു കാര്യം എന്തായാലും ആലോചിക്കണം. മറ്റൊരു കാര്യം, ഇതിന് സമയം കണ്ടെത്തണം. അപ്പം നമ്മൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചൊരു ഡിഗ്രി അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഓരോ അവസ്ഥകളിലേക്ക് തിരിഞ്ഞവർ, വിവാഹത്തിന് മുമ്പുള്ളത്, വിവാഹത്തിന് ശേഷമുള്ളത്, കുടുംബങ്ങളുമായുള്ള നമ്മുടെ ബന്ധം, കച്ചവട ബന്ധങ്ങൾ, ഇതിലൊക്കെ ആരെങ്കിലൊക്കെ വെറുപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ എന്തെങ്കിലും ബുദ്ധിമുട്ടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായും ഹൃദയംഗമായി അവരോട് പൊരുത്തപ്പെടിപ്പിച്ചിട്ട് മാത്രമേ വരാവൂ. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കാറിനാൽ, ഇല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം ഹൃദയത്തിൻ്റെ കറ അതിൽ കിടക്കും. സ്കാൻ ചെയ്യും അല്ലാഹു. അവൻ എന്തായാലും ഹൃദയത്തിലേക്ക് മാത്രം നോക്കണത്. ബാഹ്യമായ എന്തെങ്കിലും അവസ്ഥകൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ പരിഹരിക്കപ്പെടും, ഹൃദയം സാഫാണെങ്കിൽ, ഹൃദയം പരിശുദ്ധമാണെങ്കിൽ. അതുകൊണ്ട് ഒരു നിലയിലുള്ള കറയും വെക്കാതെ. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ ഉംറ ഇത് നമ്മളെ മരണത്തിലേക്കുള്ളൊരു തയ്യാറെടുപ്പും കൂടിയാണ്. നമ്മൾ സ്ഥിരമായി ജീവിക്കുന്ന മനുഷ്യരോട് ഒരു രാവിലെ പോയിട്ട് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരട്ടോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരിങ്ങനെ കണ്ണുക്ക് നോക്കും, എന്താ അവന് പറ്റിയത്. പക്ഷെ ഒരു ഉംറയുടെ പേരിൽ നമ്മൾ പോയി പറയുമ്പം തീർച്ച അതെന്തായാലും മനുഷ്യർക്ക് അതിൻ്റെ അവസ്ഥകൾ മനസ്സിലാവും. ഉംറക്ക് പോവാണ്, അത് നമുക്ക് ക്ലിയറാക്കാൻ പറ്റും. നമ്മളെ ബന്ധങ്ങളെ ക്ലിയറാക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു ഇതിന് സമയം കണ്ടെത്തണം എന്തായാലും എല്ലാവരും, ഉംറക്ക് വരുന്ന എല്ലാവരും. എന്നിട്ട് കരഞ്ഞ് തൗബ ചെയ്യാൻ. എന്തിനാ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ കരച്ചിൽ വരും. നമ്മളെ ജീവിതത്തിൽ പല ഘട്ടങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ടാവും. കഷ്ടപ്പാടിൻ്റെ ഘട്ടങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധമായ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അല്ലാഹു തആല ഇന്ന് ഏതവസ്ഥയിൽ എത്തിച്ചു എന്നൊരടിമ ആലോചിക്കുമ്പോഴേക്കും അവൻക്ക് അവൻ്റെ റബ്ബിനോട് എന്തായാലും കരയേണ്ടി വരും. അത് കരച്ചിൽ വരുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശക്തമായ ഒരു ട്രീറ്റ്മെന്റിന് വിധേയനാക്കേണ്ടി വരും. കാരണം അവൻ്റെ ഹൃദയം പാപങ്ങളുടെ കറ കാരണം അത്രത്തോളം കടുപ്പായിച്ചിട്ട് അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകൾ ആലോചിച്ചിട്ട് കണ്ണുനീര് വരുന്നില്ലെങ്കിൽ അവൻ്റെ കഥ കുറച്ച് പ്രയാസമുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ കണ്ണും നമ്മളെ മനസ്സൊക്കെ ശരിക്കും പ്രവർത്തനം ഉള്ളതാണോ അല്ലെങ്കിൽ പ്രവർത്തന രഹിതമാണോ എന്ന് അറിയാനുള്ള ഒരു മാർഗം കൂടിയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം എവിടെയാണ് എത്തിച്ചതെന്ന് ആലോചിക്കാം. ഞാനിപ്പോൾ എവിടെയുള്ളത്, എങ്ങനെയാണ് കൊണ്ടുവന്നത്, എന്നോട് എത്ര ഉപകാരം എൻ്റെ റബ്ബ് ചെയ്തു, ഇത് ആലോചിക്കും. അപ്പോൾ മനുഷ്യന് കരയാൻ തോന്നും, നല്ലപോലെ കരയും. ആ കരച്ചിലാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അള്ളാഹുവിലേക്ക് ഒരു അടിമയെ എത്തിക്കുന്നത് കണ്ണുനീർ തുള്ളികളാണ്. ഒരു തുള്ളി കണ്ണുനീർ നരകത്തിന്റെ തീ അത് കെടുക്കാൻ പറ്റും. പടച്ചവനെ പേടിച്ചിട്ട് ഇറ്റുന്ന കണ്ണുനീർ തുള്ളികൾ അത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രിയങ്കരമായതാണ്. യുദ്ധമൈതാനിയിൽ മനുഷ്യന്റെ രക്തത്തുള്ളി വീഴുന്നത് പോലെയാണ് അള്ളാഹുവിനെ ഭയപ്പെട്ട് കണ്ണുനീർ ഒൽപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കുക. എന്നിട്ട് മനസ്സിനെ ശുദ്ധമാക്കുക. ആരോടും പകവെക്കാതിരിക്കുക. മടങ്ങി വരുന്നുള്ള പ്രതീക്ഷയില്ലാതിരിക്കുക. കാരണം എത്രയോ ആൾക്കാർ ഹജ്ജിനും ഉംറയ്ക്ക് യാത്ര ചെയ്തിട്ട് തിരിച്ചു വരാത്ത ആൾക്കാരുണ്ട്. നമ്മൾ വരുന്നുള്ള പ്രതീക്ഷയിൽ പോകുമ്പോഴാണ് നമ്മളെ മനസ്സിന്റെ അവസ്ഥ ഉണ്ടാകുക. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, ഇതെൻ്റെ ജീവിതത്തിന്റെ ഒരു ലാസ്റ്റ് സമയമാണെന്ന് ആലോചിച്ച് ഒന്ന് തയ്യാറാവുക. വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടാവും.
നമ്മൾ തിരിച്ചു വരാനുള്ള ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടാണ് പോണത്. പക്ഷെ നമ്മൾ ആലോചിക്കണം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണ്. എത്രയോ ഹാജിമാർ ഹജ്ജിന് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. എത്രയോ ഉംറക്ക് പോയ ആൾക്കാർ നമ്മൾ പത്രങ്ങളിലും അല്ലെങ്കിൽ വാർത്താ മീഡിയകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എയർപോർട്ടിൽ വെച്ചിട്ട് മരിച്ചു, അവിടെ വെച്ചിട്ട് മരിച്ചു. ഓരോന്ന് പോകുമ്പോൾ വലിയ രോഗികളും വലിയ സംഭവമൊന്നുമല്ല. മരണം അല്ലാഹു എവിടെ വെച്ചാണോ ഓരോരുത്തർക്ക് തീരുമാനിച്ചത് അത് അവിടെ വെച്ച് തന്നെ സംഭവിക്കും. അതുകൊണ്ട് എന്തായാലും ഒരു നിലയിലുള്ള വെറുപ്പോ പകയോ വിദ്വേഷമോ ഇല്ലാതെ നമ്മൾ ശരിക്ക് നിഷ്കളങ്ക ഹൃദയത്തോട് കൂടി പോവാൻ. സാധാരണഗതിയിൽ എല്ലാ ആൾക്കാരെയും അറിയിക്കും ഉംറക്ക് പോകേണ്ടത്. പക്ഷെ ഏറ്റവും അറിയിക്കേണ്ട ആൾക്കാരെ പലപ്പോഴും അറിയിക്കില്ല. അവരായിട്ട് കച്ചവട ബന്ധങ്ങളോ അല്ലെങ്കിൽ അവരായിട്ട് മാനസിക അകൽച്ചകളുള്ള ആൾക്കാരോട് ഓരോട് മാത്രം പറയില്ല. സത്യത്തിൽ ആരെ അറിയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇവരെന്തായാലും അറിയിക്കണം. ഇവരോട് നമ്മൾ പൊരുത്തം ചോദിക്കണം. അവരോട് നമ്മൾ ഉംറക്ക് പോകണം എന്നൊന്നും പറഞ്ഞോളുന്നില്ല, എനിക്ക് പൊരുത്തപ്പെട്ട് തരണം എൻ്റെ ജീവിതത്തിൽ വന്നു പോയ കുറ്റങ്ങൾ. അതുകൊണ്ട് പൂർണ്ണമായി ഹൃദയത്തെ പരിശുദ്ധമാക്കണം. കാരണം ഹൃദയത്തിന്റെ അവസ്ഥ കൈഫിയത്ത് അതാണ് പടച്ചോൻ നോക്കുന്നത്. അവന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ്, അതിനനുസരിച്ചായിരിക്കും അവനോടുള്ള നിലപാടുണ്ടാകും. മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നീയത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ നമ്മൾ എന്തിനാണ് പോണത് എന്നുള്ളത് നമ്മളോട് ചോദിക്കുക, അതാണ് അതിന്റെ നീയത്ത്. അല്ലാതെ ഒരാളെ നമുക്ക് ഇങ്ങനെ ചൊല്ലിത്തരുന്നത് വെക്കണതിന്റെ പേരല്ല നീയത്ത്. എന്താണ് എന്നെ ഹറമ് വരെ കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ച ഘടകം? പല ഘടകങ്ങളുണ്ടാവും. ചിലര് യാത്ര ചെയ്തിട്ടുണ്ടാവില്ല, അവർക്ക് വിമാനം കയറാനുള്ള പൂതിയായിരിക്കും, അല്ലെങ്കിൽ വേറൊരു രാജ്യം കാണാനുള്ള പൂതിയായിരിക്കും. എന്താണോ മനുഷ്യൻ വെക്കണത് അതിന്റെ പേരാ നീയത്ത്. ചിലര് അതിന്റെ പേരിൽ ഒരു ശൈത്താൻ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഒരു കാര്യം കൂടിയാണ്, ഇഖ്ലാസിനെ വേഗം നശിപ്പിച്ച് കളയും. എല്ലാവരോടും ഒരു പറയുമ്പോ ഒരു അഭിമാനം തോന്നലൊക്കെ ഉണ്ടാവും, ഞങ്ങൾ ഉംറക്ക് പോവാൻ, കുടുംബസഹിതം പോവാൻ. അതൊക്കെ പറയുമ്പോൾ നമുക്കൊരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ സത്യത്തിലായി സംഗതി കേടാട്ടോ. ഇതൊരു സുഖത്തിനുള്ള കേസൊന്നുമല്ല, ഇതാരോട് പറഞ്ഞ് അഭിമാനിക്കാനുള്ളതുമല്ല, ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് കാണിക്കാനൊന്നുള്ളതല്ല. നമ്മൾ അള്ളാന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മളെ ഹൃദയം ശുദ്ധിയാകണം. നീയത്തിൽ ഒരു കലർപ്പുണ്ടാവരുത്, ഒരു കലർപ്പുണ്ടാവും. കലർപ്പുള്ള നീയത്തുള്ള അമൽ അള്ളാഹു സ്വീകരിക്കില്ല. നാളെ ഖിയാമത്ത് നാളിൽ ഒരു വിളിച്ചു പറയുന്ന ആൾ ഉറക്ക വിളിച്ചു പറയും, അന അഗ്ന ശുറക്ക, ഞാൻ പങ്കുകാരിൽ നിന്ന് നിരാശ്രയനാണ്. 99.99 അള്ളാഹ്ക്കുള്ളതും 0.1 അത് ഏതെങ്കിലും ഒരു പടപ്പിനുള്ളതാണെങ്കിൽ അള്ളാഹ് പറയും ഈ ഫുള്ള് ഓൻക്കെന്നെ കൊടുത്തതാണ്. കാരണം അള്ളാഹു പൂർണ്ണമായതിനെ മാത്രമേ സ്വീകരിക്കൂ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യം നമ്മളെ നീയത്തുകൾ മനസ്സിൽ വരുന്നത്. അല്ലാണ്ട് നവൈത്തുൽ ഉംറത വഹറംതു ബിഹാ ആ നീയത്തല്ല ഞാൻ പറഞ്ഞത്. എന്തിനാണ് നിങ്ങൾ പോണത് അത് നമ്മളോട് ചോദിക്കാം. മനുഷ്യനാണ്, എവിടെങ്കിലൊക്കെ താളെ പിഴവുകളൊക്കെ വരാം, പക്ഷെ അതിനെ ശരിയാക്കണം. അതിനെ ശരിയാക്കാനാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് നല്ല ഓർമ്മയോട് കൂടിയില്ലേ ഒരു സ്ഥലത്തും നമ്മളെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടത്. അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം പോവാണ്. ആൾക്കാരൊന്നും അറിഞ്ഞോളുന്നില്ല. കുടുംബത്തിന്റെ ഇടയിൽ മഹിമ നടിക്കലോ മെജ നടിക്കലോ അല്ലെങ്കിൽ ചങ്ങായിമാരെടുത്ത് അല്ലെങ്കിൽ കൂട്ടുകാരികളെടുത്ത് ഓരോടത്തൊക്കെ ഞങ്ങൾ ഉംറക്ക് പോകണ്ട്, അതൊന്നുമല്ല. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി പോവാണ്, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം പോവാണ്. ആരും അറിഞ്ഞില്ലേ കുഴപ്പമില്ല, എന്റെ അള്ളാഹ് എന്നെ സ്വീകരിക്കണം. ഹൃദയത്തിന്റെ ഉള്ളിൽ അതുണ്ടാവണം, ഹൃദയത്തിനുള്ളിൽ അതുണ്ടാവണം. അത് മാത്രമേ അത് സ്വീകരിക്കുള്ളൂ, അതല്ലാത്തൊക്കെ റിജക്റ്റ് ആവും. ഹദീസിൽ വരുന്നുണ്ട് മൂന്നാൾക്കാരെ നാളെ നരകത്തിലിടുന്നൊരു സംഭവം പറയുന്നുണ്ട്. വിശദമായ ഹദീസാണ്, ഞാൻ ഷോർട്ട് പറയുന്നത്. അതിലൊന്ന് ഒരു കാരിയാണ്, നല്ല ഖിറാത്തുള്ള നല്ലൊരു പണ്ഡിതൻ. അയാളോട് ചോദിക്കും, ഞാൻ എനിക്ക് ഇൽമു തന്നിരുന്നല്ലോ, നല്ല ശബ്ദം തന്നിരുന്നല്ലോ നീ. അപ്പൊ അദ്ദേഹം പറയും, ഞാൻ നിന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ ശരീഫ് പാരായണം ചെയ്തിരുന്നു, ദീനിന്റെ കാര്യങ്ങൾ ആൾക്കാരോട് ഉപദേശിച്ചിരുന്നു. അപ്പൊ അല്ലാഹു തആല നിന്റെ തൃപ്തിക്ക് വേണ്ടി എന്ന് പറയും. അപ്പൊ അല്ലാഹു പറയും, കദബ്ത, നീ പറഞ്ഞത് കളവാണ്, എന്റെ തൃപ്തിക്ക് എന്നുള്ള കളവാണ്. ഈ പണിയൊക്കെ ചെയ്തിരുന്നു, അതൊക്കെ നീ ജനങ്ങളുടെ വലിയൊരു പ്രഭാഷകരും ഒരു കാര്യവും അല്ലെങ്കിൽ ഒരു വലിയ ആവണമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അതൊക്കെ ഭൂമിയിൽ പറയപ്പെട്ട് കഴിഞ്ഞു. അവനെ പിടിച്ച് നരകത്ത് കിട്ടാൻ. അടുത്ത ആള് ഒരു ധർമ്മിഷ്ഠനാണ്, അയാളെ സമ്പത്ത് മുഴുവൻ അള്ളാന്റെ മാർഗത്തിൽ ഇങ്ങനെ ചെലവാക്കാണ്. അപ്പൊ അള്ളാഹു അദ്ദേഹത്തോട് ചോദിക്കും, ഞങ്ങൾക്ക് ധാരാളം സമ്പത്ത് തന്നിരുന്നല്ലോ, നീ എന്ത് ചെയ്തു? അപ്പൊ അദ്ദേഹം പറയും, ഞാന് നിന്റെ ഇഷ്ടപ്പെട്ട എല്ലാ വഴികളും സമ്പത്ത് ചെലവാക്കിയിട്ടുണ്ട് നിന്റെ തൃപ്തിക്ക് വേണ്ടി. അല്ലാഹു തആല പറയും, നീ പറഞ്ഞത് കളവാണ്, കദബ്ത, നീ പറഞ്ഞത് കളവാണ്. നീ ഒരു വലിയ ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെലവാക്കിയിരുന്നത്. അതൊക്കെ ഭൂമിയിൽ എന്തായിട്ടുണ്ട്, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അയാളെ പിടിച്ച് നരകത്തിലില്ല.
അയാളെ സ്വർഗത്തിലെ അല്ലെ സ്വർഗത്തിന്റെ ഡീഗ്രേഡിൽ കിടുന്നല്ല, നേരെ ഇടുന്നത് നരകത്തിലേക്കാണ്. മൂന്നാമത്തെ ആളൊരു യോദ്ധാവാണ്. അയാൾ യുദ്ധം ചെയ്ത് മരിച്ചു, ഷഹീദായി, ജീവൻ വരെ കൊടുത്തു. അദ്ദേഹത്തിനോട് ചോദിക്കും, എനിക്ക് ആരോഗ്യവും ധൈര്യമൊക്കെ തന്നിരുന്ന നീ എന്ത് ചെയ്തു? അദ്ദേഹം പറയും, ഞാൻ യുദ്ധം ചെയ്ത് മരിക്കുവോളം എന്റെ വഴിയിലായി, ഞാൻ ഷഹീദായി, എന്റെ തൃപ്തിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ പറയും, കഥപ്ത, നീ പറഞ്ഞ കളവാണ്, നീ വലിയൊരു യോദ്ധാവും ഭയങ്കര ധൈര്യശാലിയും ധീരനുമാണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു നീ അത് ചെയ്തിരുന്നത്. അത് ഭൂമിയിൽ ഭയപ്പെട്ട് കഴിഞ്ഞു പോയി, ആള് മരിച്ചിട്ടുണ്ട്, ആളെ രക്തം ചിന്തിയിട്ടുണ്ട്. എന്നിട്ട് അയാളോട് പറയാണ്, നിന്റെ നീയത്ത് മോശമായതിന്റെ പേരിൽ ഞാൻ നരകത്തിലേക്ക് ഇടാം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെ അമലുകളുടെ അവസ്ഥ എന്താണ്? നമ്മളുടെ അമലുകളുടെ അവസ്ഥ എന്താണ്? നമ്മൾ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? നമ്മൾ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യണം. ഹൃദയത്തിന്റെ പ്രത്യേകത എന്താ അറിയാക്ക്? ഹൃദയത്തിന്റെ പ്രത്യേകത എന്താ? ഹൃദയം എന്ന് പറഞ്ഞാൽ ഖൽബ് എന്നാണ് അതിന്റെ അറബി ഭാഷ. ഖൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം. നമ്മൾ അറബിയിൽ സാധാരണ പറയും ഖലബ യഖ്ലിബു എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന സാധനത്തിനാണ്. വെള്ളത്തിൽ തേങ്ങ ബോളൊക്കെ ഇട്ടാൽ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന പോലെ ഇളകിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന്റെ പേരാണ് എന്ത്? ഖൽബ്. ഖൽബിലാണ് നീയത്ത് ഉണ്ടാവേണ്ടത്. എവിടെ ഉണ്ടാവേണ്ടത് നീയത്ത്? ഖൽബിൽ. ഹൃദയത്തിലാണ് നീയത്ത് ഉണ്ടാകുക. എവിടെ ഉണ്ടാകുക നീയത്ത്? ഹൃദയത്തിലാണ് നീയത്ത് ഉണ്ടാകുക. ഹൃദയത്തിൽ നീയത്ത് ഉണ്ടായാൽ എന്താ സംഭവിക്കുക പറഞ്ഞാല്, ഈ ഇളകിക്കൊണ്ടിരിക്കുന്ന സാധനത്തിനുള്ളിൽ നീയത്ത് ഉണ്ടായാൽ എന്താ ഉണ്ടാകുക? നീയത്ത് അടക്കം ഇളകും. മനസ്സിലാക്കി? നീയത്ത് അടക്കം ഇളകിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വേഗം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ പള്ളിയിൽ നിസ്കരിച്ചിരിക്കുകയാണ്, സ്ഥലം വീട്ടിൽ നമ്മൾ ഇരുന്ന് നമ്മൾ ദിക്റൊക്കെ ദുആ കഴിഞ്ഞ് നമ്മൾ വെറുതെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പള്ളിന്റെ ഡോറിന്റെ അടുത്ത് ഒരു സാധു ഇരിക്കുന്നുണ്ട്. അപ്പൊ അയാളെന്തോ കഷ്ടപ്പാട് പ്രയാസകാരനായിട്ട് അയാൾ എന്തോ യാചിക്കാൻ വേണ്ടിയിട്ട് ആളുകളോട് എന്തോ ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അത് ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിച്ചു അയാൾക്കൊരു 20 രൂപ കൊടുക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങി വന്ന് നമ്മൾ പേഴ്സൊക്കെ നോക്കുമ്പോൾ അതിൽ 500 നോട്ടുള്ളത്, പിന്നെ 100, 200 നോട്ട്, 100 നോട്ടൊക്കെ ഉള്ളത്, പിന്നെ ആകെ ചില്ലറായിട്ടുള്ളത് 10 രൂപയാണ്. നമ്മൾ എത്ര രൂപ കൊടുക്കുക അയാൾക്ക്? നമ്മൾ 10 രൂപ കൊടുക്കുള്ളൂ. വിചാരിച്ചിന് എത്രയായിരുന്നു? 20 ആയിരുന്നു. ഒരു 2 അടി ഇങ്ങോട്ട് വന്നപ്പോൾ നീയത്ത് എന്തായിന്? മാറി. ഇതേപോലെയാണ്. ഇതുകൊണ്ടാണ് ഇസ്ലാം നീയത്തിന് ഭയങ്കര ശക്തമായ, വളരെ കർക്കശമായി നീയത്തിന്റെ കാര്യം പറഞ്ഞത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയ നസീബുഹാ വഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിശ്ചയം അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് അതിന്റെ നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ അമലുകൾ സ്വീകരിക്കുക. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. ഓരോരുത്തരും എന്താണോ കരുതിയത് അതാണ് ഉണ്ടാകുക. നമ്മളെ ഗ്രൂപ്പിൽ 10-50 ചില്ലാനം ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒരേ നീയത്തായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ പ്രതിഫലം എല്ലാവർക്കും, നമ്മൾ പോണ പ്ലേറ്റ് ഒന്നാണ്, നമ്മൾ താമസിക്കുന്ന ബിൽഡിംഗ് ഒന്നാണ്, ഇതെല്ലാം ഒന്നാണ്. പക്ഷെ പ്രതിഫലം എല്ലാവർക്കും വ്യത്യാസം ഉണ്ടാവും. എന്തുകൊണ്ട്? ഓരോരുത്തരുടെ നീയത്തനുസരിച്ച്. നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമലുകളുടെ സ്വീകാര്യത. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. ഓരോരുത്തരും എന്താണോ കരുതിയത് അതാണ് ഉണ്ടാകുക. ഭാര്യ എന്താണോ കരുതിയത് അവർക്കുണ്ടാവും, ഭർത്താവ് എന്താണോ കരുതിയത് അവർക്കുണ്ടാവും, മക്കൾ എന്താണോ കരുതിയത് മക്കളുണ്ടാവും, ഉമ്മ എന്താ കരുതിയത് ഉമ്മക്കുണ്ടാവും, വാപ്പ എന്താ കരുതിയത് വാപ്പക്കുണ്ടാവും. അതുകൊണ്ട് നമ്മളെ നീയത്തിന് നമ്മൾ നന്നാക്കണം. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി. ഹിജ്റ പോണ സഹാബാക്കളോട് പറയാണ്. ഹിജ്റ പോകാൻ എന്താ? നാട്ടിൽ മുഴുവൻ വിട്ടിട്ട്, മലപ്പുറത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ നാടാട് വിട്ടിട്ട് തമിഴ്നാട്ടിലേക്ക് പോവാണ്. നമ്മളെ പെര കൊണ്ടാൻ പറ്റില്ല, ലോഡ്ജ് കൊണ്ടാൻ പറ്റില്ല, നമ്മളൊന്നും കൊണ്ടാൻ പറ്റില്ല. പക്ഷെ ഉള്ളതൊക്കെ ഇട്ടേച്ചിട്ട് കൈ കിട്ടുന്നതുമായിട്ട് പോണ ഒരു സംഘത്തിനോടാണ് നബിതങ്ങൾ സാധനങ്ങൾ ഇത് പറയുന്നത്. നിങ്ങൾ ഈ പോക്ക് കൊണ്ട് അള്ളാഹിനെ അള്ളാഹിന്റെ റസൂലിനെയാണ് വിചാരിക്കണമെങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി, അവന്റെ ഹിജ്റ അല്ലാഹുവിലേക്ക് അവന്റെ റസൂലിലേക്കാണ്. വമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയ നസീബുഹാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ആരെങ്കിലും ഈ ഹിജ്റ കൊണ്ട് എന്തെങ്കിലും ദുനിയാവിന്റെ വസ്തുക്കൾ സ്വരൂപിക്കണം എന്നാണ് ആഗ്രഹിക്കണമെങ്കിൽ അവന്റെ ഹിജ്റ അതിലേക്കാണ്. ഏതെങ്കിലും സ്ത്രീയെ വിവാഹം കഴിക്കണം എന്നാണ് ആഗ്രഹിക്കണമെങ്കിൽ അതിനാണ് അവന്റെ ഹിജ്റ ഉള്ളത്. അല്ലാതെ ഓരോരുത്തർക്കും എന്താണോ കരുതിയത് അതായിരിക്കും അവൻ ഉണ്ടാകുക. അതുകൊണ്ട് ഈ ഉംറ കൊണ്ട് നമ്മളെന്താ കരുതേണ്ടത്? നമ്മൾ ശരിക്കാലോചിക്കണം. ആണും പെണ്ണും കുട്ടികളും ഒക്കെ നമ്മളെ നീയത്തിനെ വളരെ കൃത്യമാക്കണം. നീ എത്ര ഗൗരവത്തോടു കൂടി പറഞ്ഞാൽ എല്ലാവർക്കും തവാഫ് ചെയ്യാ, എല്ലാവർക്കും സൈ ചെയ്യാ. ഒരു നീയത്തില്ലാത്തവന് എന്ത് ചെയ്യാ? സൈ ചെയ്യാ. അവിടെ നീയത്തുണ്ടോന്ന് ചെക്ക് ചെയ്യാനുള്ള സിസ്റ്റം ഒന്നുമില്ല. അവിടെ അങ്ങനെ സൈ ചെയ്യാ, അവിടെ അങ്ങനെ തവാഫ് ചെയ്യാ, അവിടെ അങ്ങനെ എല്ലാവർക്കും പോവാം. പക്ഷെ ആഖിറത്തിലെത്തും ഒന്നും ഉണ്ടാവില്ല. ഒരാൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഒരു 4:30 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നാട്ടിൽ നിന്ന് ഒരു ബസ് ഉണ്ട് 4:30 മണിക്ക് മലപ്പുറത്തേക്ക്. മലപ്പുറത്ത് നിന്ന് അയാൾക്ക്
പിന്നെ അല്ലെങ്കിൽ തിരൂരിലേക്ക് ബസ്സുണ്ട്, തിരൂരിൽ നിന്ന് ഒരു ട്രെയിൻ കയറാണ്ട്. അയാൾ തിരൂരിൽ ട്രെയിൻ കയറി തിരുവനന്തപുരത്തേക്ക് അയാൾ ഒരു ആവശ്യത്തിന് പോവാണ്. 4:30 മണിക്കപ്പം ഭാര്യ ചായയും എന്തെങ്കിലും അവലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കൊടുത്തിട്ടുണ്ടാക്കി കഴിച്ചു. അയാൾ രാവിലെ വിട്ടു. അയാൾ നേരെ ട്രെയിൻ കയറി. ട്രെയിനിലാണ് ഫുൾ തിരക്കാണ്. അയാൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറി നിൽക്കാൻ സ്ഥലമില്ലാതെ അയാൾ ഇങ്ങനെ പോവാണ്. അവസാനം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഓഫീസ് അടക്കാനായിട്ടുണ്ട്. അയാൾ നേരെ ഓടി ഓഫീസിൽ കയറി. ഓഫീസിൽ അയാൾ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞ് ഒക്കെ ലാസ്റ്റ് ഇറങ്ങിയപ്പോഴേക്കും കുറച്ച് എക്സ്ട്രാ സമയം ഓഫീസിൽ ഉദ്യോഗസ്ഥൻ കൊടുത്തു. എന്നിട്ട് അവസാനം ഒരു 6:45 മഗ്‌രിബിന്റെ സമയമായപ്പോഴാണ് അയാൾ ഇങ്ങനെ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ഒരു 5:30 മണിക്ക് അയാൾ ആലോചിക്കുകയാണ്, ഞാൻ ഒന്നും കുടിച്ചിട്ടില്ലല്ലോ, ഞാൻ ഒന്നും തിന്നിട്ടില്ലല്ലോ, രാവിലെ 4:30 കുടിച്ച ആ ചായ ആണല്ലോ എന്ന് ചിന്തിച്ചാൽ അയാൾ വിചാരിച്ചു ഏതായാലും ഇനി കുറച്ച് സമയമല്ലേ ഉള്ളൂ, നോമ്പിന്റെ കൂലി ഇട്ടെന്ന് പറഞ്ഞാൽ കിട്ടുമോ? നോമ്പ് മുറിഞ്ഞ ഒരു കാര്യം അയാൾ ചെയ്തിട്ടില്ലെങ്കിലും അയാൾക്ക് കൂലി ഇട്ടൂല. എന്തുകൊണ്ട്? അയാൾക്ക് നീയത്തില്ല. അയാളൊന്നും തിന്നിട്ടില്ല. അയാൾ മരുസ്കാരം കഴിഞ്ഞാലാണ് വെള്ളം കുടിച്ചതെങ്കിലും അയാൾക്ക് കൂലി ഇട്ടൂല. കാരണം അയാൾക്ക് നീയത്തില്ല. അതുകൊണ്ട് നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമലുകൾക്ക് പ്രതിഫലം ഉണ്ടാകുക. അതുകൊണ്ട് നമ്മൾ നല്ല നീയത്ത് വെക്കണം. കുടുംബത്തിലൊക്കെ നമ്മളെല്ലാവരും കൂടെ പോവുകയാണെന്നുള്ളൊരു ഉഷാറുണ്ടായിക്കോട്ടെ. ഇളച്ചിനോടും മുത്തച്ഛനോടൊക്കെ പറയുമ്പോൾ നമുക്ക് റാത്തുണ്ടാവും. അല്ലെങ്കിൽ വേറുള്ളവരോട് പറയുമ്പോൾ ഉണ്ടാവും. ആ റാത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിനൊന്നല്ല നമ്മളിത് പോകണത്. നമ്മൾ ആർക്ക് വേണ്ടിയാ പോണേ? അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം പോവാണ്. അള്ളാന്റെ വീട്ടിലേക്ക് പോവാണ്. അള്ളാഹ് നമ്മളെ പാവങ്ങൾ പുറത്തു തരണം, എൻ്റെ ഖബർ നന്നാവണം, എൻ്റെ ആഖിറം നന്നാവണം. ആ ചിന്തയിലായിരിക്കണം നമ്മൾ പോകേണ്ടത്. ആ ചിന്ത ഉണ്ടെങ്കിൽ അള്ളാഹു തആല നമ്മളെ നന്നാക്കി തരും. അതുകൊണ്ട് നീയത്തിനെ നന്നാക്കണം. നന്നാക്കൂല ഇൻഷാ അല്ലാഹ്. 2 ഇടപാടുകൾ ബന്ധങ്ങൾ തീർക്കണം. ഒക്കെ ഇതിന്റെ വകുപ്പിലാണ് തീർക്കുക. ബാക്കിയുള്ളവരോടെങ്കിൽ പറയെങ്കിലും ചെയ്യും. ചിലപ്പോൾ കച്ചവടക്കാർക്ക് ഒരിടപാട് മൊത്തം തീർക്കാൻ പറ്റില്ലെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവാം. ഞാനിത് പോവാണ്, ഇനി അഥവാ ഞാൻ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഇന്ന ആളുണ്ടാവും, ഇന്ന ആളോട് പറഞ്ഞാൽ മതി ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ് അങ്ങനത്തെ തർത്തീബിലായിട്ട് നമ്മൾ പോവാം. ഉംറ എന്ന് പറഞ്ഞത് വലിയ സംഭവമൊന്നുമില്ല. എല്ലാവർക്കും ആ ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു കാര്യമാണ്. ഉംറ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ബേജാറുണ്ടാവും. ബേജാറാവേണ്ട കേസൊന്നുമില്ല. ഉംറ എന്ന് പറഞ്ഞാൽ ആകെ 4 അമലുകളുടെ പേരാണ്. 4 അമലുകൾ ചെയ്താൽ എന്താവും? ഏത് ചെറിയ കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. 4 അമലുകളുള്ളത്. ഒന്ന്, നീയത്തോടു കൂടി ഇഹ്റാമിൽ പ്രവേശിക്കൽ. ഒന്നെന്താണ്? നീയത്തോടു കൂടി ഇഹ്റാമിൽ പ്രവേശിക്കൽ. രണ്ടാമത്തേത് തവാഫ് ചെയ്യൽ. മൂന്നാമത്തേത് സഈ ചെയ്യൽ. നാലാമത്തേത് മുടി കളയൽ, തഹല്ലുലാവൽ. സ്ത്രീകളാണെങ്കിൽ മുടി ചെറുതായിട്ട് വെട്ടുക, അറ്റം. പുരുഷന്മാരാണെങ്കിൽ മുടി കളയൽ. ഈ 4 അമലുകൾ ഉണ്ടായാൽ ഉംറ പൂർത്തിയായി. ഒന്ന്, നീയത്തോടു കൂടി ഇഹ്റാമിൽ പ്രവേശിക്കൽ. രണ്ടാമത്തേത് തവാഫ് ചെയ്യൽ. മൂന്നാമത്തേത് സഈ ചെയ്യൽ. നാലാമത്തേത് തഹല്ലുലാവൽ, മുടി കളയൽ. ഈ കാര്യം ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞിരുന്നു പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ സാധാരണഗതി വിചാരിക്കും, എൻ്റെ അപ്പൻ്റെ കൂടെ ഉണ്ട്, ഇല്ലെങ്കിൽ എൻ്റെ ആങ്ങളെൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഓലാരെങ്കിലും ശ്രദ്ധിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഉസ്താദ് ഉണ്ട് എന്ന് വിചാരിച്ച്. ഇതും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ മത്താഫിക്ക് ഇറങ്ങിയാൽ ഈ 50 ആളെ കൂടെ അങ്ങനെ വിടാനൊന്നും നമ്മൾ സൗദി പൗരന്മാരൊന്നുമല്ല, സൗദി പിന്നെ രാജാക്കന്മാരും മന്ത്രിമാരൊന്നുമല്ല. പോലീസ് നമുക്ക് ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ട് നടുക്കൂടെ ഇങ്ങനെ കൊണ്ടുപോകാൻ. നമ്മൾ മത്താഫിക്ക് ഇറങ്ങിയാൽ അടുത്ത വലിയൊരു പട വന്നാൽ ഇതൊക്കെ പാടെ കൂട്ടം തെറ്റിട്ട് എന്താവും? അത് പോവും. അതുകൊണ്ട് ഞാൻ ഇപ്പത്തെ എന്തിനാ പറഞ്ഞു പറഞ്ഞാൽ, ഇത് അപ്പം കണ്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവനാൻ എന്താ ചെയ്യേണ്ടതെന്ന് സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. മോനും പിന്നെ വാപ്പിയും ഭർത്താവും ഭാര്യയും അവരൊക്കെ ഉണ്ട്. ചിലർ എനിക്ക് മനസ്സിലായിട്ട് ഓക്ക് നല്ല മനസ്സിലാവും, ഓക്ക് മനസ്സിലാവും, പക്ഷെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല പോലെ കാര്യങ്ങളെ മനസ്സിലാക്കി വെക്കുക എല്ലാവരും, കുട്ടികളടക്കം. എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്? ഒന്ന്, നീയത്തോടു കൂടി ഇഹ്റാമിൽ പ്രവേശിക്കണം. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയലുണ്ട്. എന്തിനാണ്? നിസ്കാരത്തിന്റെ ആദ്യത്തെ തക്ബീറിനാണ് എന്ത് പറയല്? തക്ബീറത്തുൽ ഇഹ്റാം എന്ന് നമ്മൾ പറയില്ല. അത് ആദ്യത്തെ അല്ലാഹു അക്ബറിനാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ധാരണ, ഇഹ്റാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധമാക്കുന്നത് എന്നർത്ഥമുണ്ട്, ഹറാമിന്റെ അർത്ഥമുണ്ട്. അപ്പൊ ഈ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഇത് ആ അല്ലാഹു അക്ബർ കെട്ടലോട് കൂടി അതുവരെ അനുവദനീയമായിരുന്ന പല കാര്യങ്ങളും എന്താകുകയാണ്? ഒരു സമയത്തേക്ക് അയാൾക്ക് ഹറാമാകാണ്. ഉദാഹരണത്തിന് വെറുതെ ഇങ്ങനെ സലാം പറഞ്ഞു, വലൈക്കും സലാം പറയാം, വർത്താനം പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം, മുട്ടായി തിന്നാം, ഇതൊക്കെ ഹലാലായ കാര്യമാണ്. പക്ഷെ അല്ലാഹു അക്ബർ കെട്ടലോട് കൂടി പിന്നെ 10 ആൾ വന്ന് സലാം പറഞ്ഞാലും സലാം നടക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ പറ്റൂല, എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റൂല. കാരണം ആ നിസ്കാരത്തിൽ ചൊല്ലാനുള്ളത് മാത്രമേ
പറയാൻ പറ്റുള്ളൂ. പിന്നെ എപ്പോഴായിരുന്നു കഴിയുക? സലാം വീട്ടിലോട് കൂടി കഴിയും. ഇതിനാണ് സാധാരണ നമ്മൾ പറയല് ഇഹ്റാമിൽ പ്രവേശിച്ച് തഹല്ലുലാവുക എന്ന് പറയൽ സലാം വീട്ടുന്നതിനാണ്. എന്താണ്? നിസ്കാരത്തിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് ഒന്നാമത്തെ പറഞ്ഞാൽ അതിന്റെ ഫർള് വീടി. പക്ഷെ ഉംറ ഹജ്ജിന്ന് തഹല്ലുലാവാനുള്ളത് മുടി കളയും. അപ്പൊ തക്ബീറത്തിൽ ഇഹ്റാം ചെയ്യലോട് കൂടി കുറെ നിഷിദ്ധമാകുന്നത് പോലെ ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്യലോട് കൂടി അതിനു മുമ്പ് അനുവദിച്ചിരുന്ന കുറെ കാര്യങ്ങൾ എന്താവും? നിഷിദ്ധമാവും. അപ്പൊ നമ്മൾ അത് പഠിക്കണം. അതുകൊണ്ട് ഉംറക്ക് പോണ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളി. ഉംറക്ക് പോകുന്ന ആളുകൾ ചെയ്യാനുള്ളത്, നമ്മളെ ഫ്ലൈറ്റ് ഏകദേശം രാവിലെ ഒരു 8:30-9 മണിക്കോ മറ്റോ ആണ്. എയർപോർട്ടിൽ എത്തേണ്ടത് നമ്മൾ പിന്നെ കൊണ്ടോട്ടി സുബഹി നിസ്കരിക്കാൻ എത്തി. അതിൻ്റെ പരിസരത്തിൽ ഏതെങ്കിലും പള്ളി സുബഹി നിസ്കരിച്ച ഉടനെ എയർപോർട്ടിലെത്തണം. കാരണം കുറേ ആൾക്കാരും അതിൻ്റെ ലഗേജും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയായി വരുമ്പോഴത്തേനും സമയമാവും. അപ്പം നമ്മൾ സത്യത്തിൽ എന്താണ് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വരുമ്പം തന്നെ നല്ല പോലെ കുളിച്ച് ശുദ്ധിയായി വരിക. എഹ്റാമിൻ്റെ സുന്നത്തായ കുളി കുളിക്കുക. എന്താണ്? എഹ്റാമിൻ്റെ, ഉംറൻ്റെ അല്ല, പിന്നെ എഹ്റാമിൽ പ്രവേശിക്കാൻ പോവാണ്. അപ്പൊ അതിന് മുമ്പായി നല്ല സുന്നത്തായ കുളി കുളിക്കുക. ഈ കുളിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ നഖം വെട്ടണം, പിന്നെ പുരുഷന്മാർ മീശ വെട്ടണം, പിന്നെ കളയേണ്ട രോമങ്ങളൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് വരണം, പുരുഷനും സ്ത്രീയൊക്കെ. കാരണം നമ്മൾ അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് പോവാണ്. സത്യത്തിൽ അള്ളാഹുവിലേക്ക് പോകുന്നത് പോലെയാണ് അള്ളാഹുവിൻ്റെ വീട്ടിലേക്കും പോണത്. അതുകൊണ്ട് കുളിച്ച് നല്ലപോലെ തേച്ച് ഉരച്ച് വൃത്തിയായി അഴുക്കുകളില്ലാതെ നല്ല നിലയിൽ ശുദ്ധിയായി വരിക. എഹ്റാമിൻ്റെ കുളി സുന്നത്താണ്. അത് കുളിക്കാൻ സമയത്ത് ഈ ഉംറയുടെ ഹജ്ജിൻ്റെ യാത്രകൾ അള്ളാഹുവിൻ്റെ വീട്ടിലേക്കുള്ളത് ആയതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്കുള്ള യാത്രയുമായി ഇതിന് വലിയ സാമ്യമുണ്ട്. നമ്മൾ മരിച്ചു പോണ യാത്ര എവിടേക്കാണ്? അള്ളാഹുവിലേക്കാണ്. അതുമായി വലിയ സാമ്യമുണ്ട് ഇതിന്. നമുക്കറിയാം, മരിച്ചാൽ നമ്മൾ അയാളെ കുളിപ്പിക്കും. മരിച്ചാൽ എന്താവും? കുളിപ്പിക്കും. നല്ലപോലെ തേച്ചൊരച്ച് വൃത്തിയായി അയാളെ കുളിപ്പിക്കും. നമ്മൾ കുളിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇത് നല്ലപോലെ ഓർക്കി ഒന്ന് ആലോചിച്ചിട്ട് കുളിക്കുക. ഞാൻ ഇന്ന് കുളിക്കുകയാണ്, ഇനി എന്നെ കുളിപ്പിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും എന്നുള്ള ഓർമ്മ ഉണ്ട്. എന്നെ കുളിപ്പിക്കുന്ന ഒരു ദിവസം. അതുകൊണ്ട് കുളിപ്പിക്കുന്ന ദിവസം എന്ന് പറഞ്ഞത് ചെറിയ കാര്യമില്ല. ആരൊക്കെ നമ്മൾ കുറെ മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടാവും. നമുക്കറിയാം അയാളിങ്ങനെ കിടക്കുന്നുണ്ടാവും. നമ്മൾ അയാളെങ്ങനെ വെള്ളമൊഴിച്ച് തേച്ചൊരിച്ച് കുളിപ്പിക്കുന്നുണ്ടാവും. കൈ ഇങ്ങോട്ട് പിടിച്ചാൽ കൈ ഇങ്ങോട്ട് പോകും. നമ്മൾ പറഞ്ഞ് ചെരിച്ചെടുത്താലും അയാൾ ചെരിച്ച് കിടക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു ദിവസം നമുക്ക് വരാണ്ട്. അതിന് മുമ്പായി ഇന്ന് നമ്മളെ കുളിപ്പിക്കുക. അപ്പൊ സത്യത്തിൽ ഹൃദയം നടുങ്ങിട്ടാവണം. വെറുതെ പോയി നല്ല സോപ്പൊക്കെ തേച്ച് ഇങ്ങോട്ട് കുളിച്ചിട്ട് എന്തോ ഒരു യാത്രക്ക് വേണ്ടി കുളിക്കല്ല, അള്ളാഹുവിൻ്റെ വീട്ടിലേക്കുള്ള കുളിയാണ്. ആ ബോധത്തോട് കൂടി കുളിക്കാം. അപ്പോൾ ഇഹ്റാമിൻ്റെ സുന്നത്തായ കുളി കുളിക്കുന്നു എന്ന നിയ്യത്ത്. പിന്നെ നമുക്ക് സുന്നത്ത് നമസ്കാരങ്ങളാണ്. ഇഹ്റാമിൻ്റെ സുന്നത്ത് നമസ്കാരമുണ്ട്. ഇഹ്റാമിൻ്റെ സുന്നത്ത് നമസ്കാരം അത് നമുക്ക് എയർപോർട്ടിലോ മറ്റോ വെച്ചിട്ട് എന്ത് ചെയ്യാം? നിസ്കരിക്കാം. അതിനെ പറഞ്ഞ നേരത്തെ വന്നാലേ എന്താവുള്ളൂ, ഈ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഇഹ്റാമിൻ്റെ സുന്നത്തായ കുളി കുളിച്ച് വീട്ടിൽ നിന്ന് വരിക, എന്നിട്ട് ഇഹ്റാമിൻ്റെ സുന്നത്ത് നമസ്കാരം നിസ്കരിക്കണം. അത് വസ്ത്രമൊക്കെ മാറിയിട്ട് സുന്നത്ത് നിസ്കരിക്കുക ഇഹ്റാമിൻ്റെ. അതിൽ കുല്ലിയാൽ കാഫിറൂനാണ് ഒന്നാമത്തെ റക്അത്തിൽ ഓതേണ്ടത്. രണ്ടാമത്തേതിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പോൾ വേണമെങ്കിൽ പിന്നെ അടുത്തുള്ള ആളുകൾക്കോ മറ്റുള്ളവർക്കോ ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വീട്ടിൽ നിന്ന് തന്നെ ആ ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വരാം. എന്നാൽ പിന്നെ എയർപോർട്ടിൽ എത്തിയിട്ട് മാറാൻ നിൽക്കണ്ട. ഇഹ്റാമിൻ്റെ ഡ്രസ്സ് പുരുഷന്മാർ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വേറെ പ്രശ്നമൊന്നുമില്ല, ഒരാ അവസ്ഥയിൽ തന്നെയാണ് ഉണ്ടാവുക. എന്നിട്ട് നിയ്യത്ത് സത്യത്തിൽ ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞ് ആ വസ്ത്രം മാറലൊന്നല്ല. വസ്ത്രം എന്തായാലും മാറണം. നിസ്കാരം തുടങ്ങിയാൽ ഉളു എടുക്കുമ്പോഴല്ല. ഉളു എടുക്കുമ്പോൾ സത്യത്തിൽ നിസ്കാരം തുടങ്ങും. നിസ്കാരത്തിന് വേണ്ടി ഉളു എടുക്കണം. പക്ഷെ അപ്പൊ സംസാരിക്കല് ബാക്കിയുള്ള പരിപാടിയൊക്കെ പറ്റും. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടലോട് കൂടി ഇതേപോലെ നിയ്യത്താണ് ഇതിന്റെ തക്ബീറത്തുൽ ഇഹ്റാം. നിയ്യത്തോട് വെക്കലോട് കൂടി പിന്നെ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇതെല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കാം. പുരുഷനും സ്ത്രീക്കും രണ്ടുപേർക്കും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. ഒന്ന്, ശരീരത്തിൽ അല്ലെങ്കിൽ മുടിയിൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല. ഇഹ്റാമിന്റെ നിയ്യത്തിൽ പ്രവേശിക്കലോട് കൂടി എണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ പറ്റില്ല. സുഗന്ധദ്രവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും സ്പ്രേയോ അത്തറും മാത്രമല്ല,
സോപ്പ് പറ്റൂല. ഫ്ലൈറ്റിലൊക്കെ ചിലപ്പം ഒരു ടിഷ്യൂ തരലുണ്ട്, അങ്ങനെ പൊളിച്ചൊക്കെ ഭയങ്കര സ്മെല്ലുണ്ടാവും, അത് ഉപയോഗിക്കാൻ പറ്റൂല. സ്മെല്ലില്ലാത്ത ടിഷ്യൂ ഉപയോഗിക്കാം, അതല്ലാത്ത സ്പെഷ്യൽ ടിഷ്യൂ ഒക്കെ സാധാരണ ചിലപ്പോൾ ഫ്ലൈറ്റിലൊക്കെ തരും. അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അവിടെ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ മുടി, രോമം, തൊലി, നഖം ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, വരച്ചെടുക്കാൻ പാടില്ല. അതിനാണ് നഖമൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ കടിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് നുള്ളി പറിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നഖമൊന്നും നല്ലപോലെ ഒന്ന് വെട്ടിയാൽ പിന്നെന്താവൂല. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. ഇതൊക്കെ സംഭവിച്ചാൽ ഉണ്ടാവലെന്താണ് പറഞ്ഞാല് ചെറിയ കേസല്ല. എന്താണ്, പൈസ അത്യാവശ്യം കൈമേൽ എന്ത് ചെയ്യണം, വേണം. ആടുകൾ ഇങ്ങനെ അറുത്തു കൊടുക്കേണ്ടി വരും, അല്ലാണ്ട് വെറുതെ അങ്ങനെ ഒന്നും പറ്റൂല. അതുകൊണ്ട് അതിൻ്റെ ഫിതിയായിട്ട് ആട് അറുത്തു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് മുടി, രോമങ്ങൾ അതൊന്നും വലിക്കുകയോ പറിക്കുകയോ ഒന്നും ചെയ്യരുത്. പിന്നെ വേട്ടയാടാൻ പാടില്ല. എന്ത് പാടില്ല? വേട്ടയാടാൻ പാടില്ല. പിന്നെ വിവാഹ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, വിവാഹം നടത്തി കൊടുക്കുക, അതൊന്നും പറ്റില്ല. വിവാഹ കാര്യങ്ങൾ. പിന്നെ ഭാര്യാഭർത്തൃ ബന്ധം പറ്റൂല. ഭാര്യയുടെ മുഖത്ത് പോലും വികാരത്തോടു കൂടി നോക്കുകയോ സംസാരിക്കുകയോ പറ്റൂല. മനസ്സിലായില്ലേ? ഇതാണ് മൊത്തത്തിൽ ചെയ്യാനുള്ളത്. ഇനി പുരുഷന്മാർക്ക് മാത്രം പാടില്ലാത്തത് ചുറ്റിത്തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല, തല മറക്കാൻ പാടില്ല, കാലിൻ്റെ മടമ്പൊക്കെ മൂടുന്ന നെല്ല ഷൂ പോലുള്ള ചെരുപ്പ് ധരിക്കാൻ പാടില്ല പുരുഷന്മാർക്ക്. സ്ത്രീകൾക്ക് പാടില്ലാത്തത് മുങ്കൈ മറക്കാൻ പാടില്ല, മുഖവും മറക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇതാണ് സ്ത്രീകൾക്കുള്ളത്. ഞാൻ ഒന്നുകൂടി പറയാം. ഒന്ന്, സ്ത്രീക്കും പുരുഷനും പാടില്ലാത്ത കാര്യങ്ങളാണ്. ഒന്ന്, എണ്ണ ഉപയോഗിക്കാൻ പാടില്ല. രണ്ടാമത്തെ, സുഗന്ധദ്രവ്യം ഉപയോഗിക്കാൻ പാടില്ല, സോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല. പിന്നെ നഖം, മുടി, രോമങ്ങൾ അത് പിഴുതെറിയാൻ പാടില്ല. പിന്നെ വേട്ടയാടാൻ പാടില്ല. വിവാഹ കാര്യങ്ങളുടെ ആലോചനകൾ, മറ്റു കാര്യങ്ങൾ പാടില്ല. പിന്നെ ഭാര്യ-ഭർത്തൃ ബന്ധം പാടില്ല. വികാരപരമായ ഇടപെടലുകൾ, സംസാരം, നോട്ടം അതും പാടില്ല. ഇതാണ് പാടില്ലാത്തത്. സ്ത്രീകൾക്ക് മാത്രം പാടില്ലാത്തത് മുഖം മറക്കാൻ പാടില്ല, മുങ്കൈ മറക്കാൻ പാടില്ല. പുരുഷന്മാർക്ക് പാടില്ലാത്തത് ചുറ്റിത്തുന്നിയ ബനിയന് അല്ലെങ്കിൽ ജുബ്ബ, പാൻറ്, അതേ സാധനങ്ങൾ ധരിക്കാൻ പാടില്ല. പിന്നെ മടമ്പ് മൂടുന്ന നെല്ലുള്ള ഷൂ പോലുള്ളത് ധരിക്കാൻ പാടില്ല, തല മറക്കാൻ പാടില്ല. ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ശ്രദ്ധിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് തോന്നും എങ്ങനെ കല്യാണക്കാരെയൊക്കെ പാടുണ്ടാവുമെന്ന്. ഈ പ്രാവശ്യത്തെ ഹജ്ജിൽ ഒരാളിനോട് മസല ചോദിച്ചത് അതായി. ഈ പ്രാവശ്യത്തെ ഹജ്ജിൽ ചിലവരെ അയാളെ ഭാര്യ ഉണ്ട്, വേറൊരു ടീമുണ്ട്. ഒരെല്ലാം റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ മക്കളെ പറ്റിയോ പേരക്കുട്ടികളെ പറ്റിയോ എന്തോ പറഞ്ഞു. അങ്ങനെ മോളുണ്ട്, എന്നാ അങ്ങനെ എനിക്ക് ഒരു പേരക്കുട്ടി ഉണ്ട്, എന്നാ നമുക്ക് നാട്ടിലെത്തിയിട്ട് ആലോചിച്ചൂടെ, എവിടുന്ന് മീനയെന്നാണിത്. അത് സത്യത്തിൽ ഓർക്കാതെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ വർത്താനൊക്കെ പറയുമ്പോഴേ നമ്മൾ വിചാരിക്കാത്ത ബ്രോക്കർമാരാ നമ്മൾ കല്യാണം നടത്താനൊക്കെ. ഇല്ലല്ല, അറിയാതെ പറഞ്ഞു, മോളെ കെട്ടിക്കാനായില്ലേ, എന്നാലും നമ്മളെ ഒരാളുണ്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കുക. ഇത് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒഴിവാക്കുക. ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ഇത് പറ്റൂല. പിന്നെ പറ്റലെപ്പോഴാണ്? മക്കത്തേക്ക് എത്തിയാൽ പിന്നെ എണ്ണ തേക്കാൻ പറ്റൂല എന്നാണോ? സോപ്പ് തേക്കാൻ പറ്റൂല എന്നാണോ? അല്ല, തഹല്ലുലാവുന്നത് വരെ പറ്റൂല. സലാം വീട്ടുന്നത് വരെ മുട്ടായി തിന്നാൻ പറ്റൂല, സലാം വീട്ടുന്നത് വരെ വർത്താനം പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ പോലെ അത് പറ്റൂല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കാം. പിന്നെ നീയത്ത് ചെയ്യലാണ്. ഈ നീയത്ത് എല്ലാവരും പഠിച്ചേക്കണുണ്ടോ? നീയത്ത് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നാവോട്ട് ചൊല്ലണതിന്റെ പേരല്ല, പിന്നെന്താണ് ഹൃദയത്തിൽ കരുതുന്നതിന്റെ പേരാണ്. നാവോട്ട് ചൊല്ലി ഹൃദയത്തിൽ ഇല്ലെങ്കിൽ കാര്യമില്ലല്ലോ. ചില ആൾക്കാരെ ഇടയ്ക്കോ അന്തൊക്കെ വിട്ടിട്ട് ഇങ്ങനെ ചൊല്ലും, നവൈതു അൽ ഉംറത വഹറംതു ബിഹാ ലില്ലാഹി തആല. ഓനോന്റെ മൊബൈൽ വെച്ച് മറന്നുപോയതോ, അല്ലെങ്കിൽ ഓന് പൈസ കൊടുക്കാനുള്ളതോ, മറ്റേ താക്കോൽ ഇവിടെ വെച്ചില്ലല്ലോ എന്നൊക്കെയാണ് ആലോചിക്കണമെങ്കിൽ ആ ചങ്ങായി വെറുതെ ഇങ്ങനെ പറയാന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ പറയലല്ല കാര്യം, പിന്നെന്താണ്? ഹൃദയത്തിൽ കരുതലാണ്. കരുതി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പറ്റൂല. അതുകൊണ്ട് നീയത്ത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. നവൈതുൽ ഉംറത വഅഹറംതു ബിഹാ ലില്ലാഹി തആല ഫയസ്സിർഹാ ലി ഫതഖബ്ബൽഹാ മിന്നി. അതിന് അർത്ഥതാണ് നവൈതുൽ ഉംറത വഅഹറംതു ബിഹാ ലില്ലാഹി തആല. അല്ലാഹു തആലക്ക് വേണ്ടി ഉംറ ചെയ്യാൻ ഞാൻ കരുതി ഇഹ്റാമിൽ പ്രവേശിച്ചു. അല്ലാഹുവേ ഇതിനെ നീ സ്വീകരിക്കണേ, എളുപ്പമാക്കി തന്നെ. മലയാളം പറഞ്ഞാലും മതി,
മനസ്സിൽ കരുതലാണ് ആവശ്യം. അല്ലാഹു തആലക്ക് വേണ്ടി ഉംറ ചെയ്യാൻ ഞാൻ കരുതി ഇഹ്റാമിൽ പ്രവേശിച്ചു, അല്ലാഹുവേ നീ ഇതിനെ സ്വീകരിക്കണേ, എളുപ്പാക്കി തന്നെ. ഇതെന്തിനാ ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നറിയോ? ഇത് സാധാരണഗതിയിൽ അവിടെ പിന്നെ പുറത്തു നിന്നൊക്കെ ഇത് ചൊല്ലിക്കൊടുക്കലുണ്ട്. ഉസ്താദ്മാർ കൂടെ വന്നവർക്കൊക്കെ ചൊല്ലിക്കൊടുത്ത പോലെ അവിടെ തന്നെ നിയ്യത്ത് ഒപ്പിക്കലാണ്. ഞാൻ സാധാരണ ചെയ്യലെന്താണെന്ന്, നമ്മളെ കൂടെ വരുന്നവരും നമ്മളൊക്കെ ചെയ്യലെന്താണെന്നാൽ ഫ്ലൈറ്റ് കയറിയിട്ട് ഫ്ലൈറ്റ് ഒന്ന് പൊന്തിട്ട് ആണ് എന്ത് ചെയ്യല്, നിയ്യത്ത് വെക്കല്. കാരണം എന്താ പറഞ്ഞാൽ നമ്മളിവിടുത്തെ എയർ ഇന്ത്യയും ഇവിടുത്തെ മറ്റേ സാധനങ്ങളൊക്കെ എന്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ ഇന്ന് പോയില്ല പറഞ്ഞാൽ, മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ ഇങ്ങനെ ഇതിൽ നിൽക്കേണ്ടി വരും, തലയും കൂടി ചൊറിയാൻ കഴിയൂല. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടേ ഞാൻ പറഞ്ഞേ? അപ്പൊ എന്താന്ന് പറഞ്ഞാല് ഇത് നിങ്ങൾ തന്നെ വെക്കേണ്ടതാണ്. ഫ്ലൈറ്റൊക്കെ പൊന്തിട്ട് ഒന്നിങ്ങനെ ലെവലാവുമ്പോൾ നിങ്ങൾ വെക്കാനുള്ളതാണ് ഉറങ്ങണതിന് മുമ്പ്, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ തന്നെ ഇത് പഠിക്കണം. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇതാകും കുടുങ്ങും, മനസ്സിലായില്ലേ? പിന്നെ നിയ്യത്ത് ചെയ്യാതെ മീഖാത്ത് വിട്ട് കിടന്നാൽ, മീഖാത്ത് പറഞ്ഞാൽ എല്ലാത്തിനും ഓരോ ബോർഡർ ഉണ്ട്. 4 മീഖാത്താണുള്ളത്. നമുക്കുള്ള മീഖാത്ത് യലംലമാണ്. അത് ഏകദേശം ജിദ്ദയിൽ എത്തുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് ഫ്ലൈറ്റ് ആണ് അതിൻ്റെ ഏകദേശം ടൈം. അത് എത്തുന്നതിന് മുമ്പ് ചെയ്തില്ലെങ്കിൽ ചന്തപാടന്നെ ആടന്നെ അന്വേഷിച്ച് നടക്കേണ്ടി വരും, മനസ്സിലായില്ല? ഒരു 6 ആളൊക്കെ ഒന്നിച്ച് നിയ്യത്തെക്കാതെ വന്നാൽ എന്താവും? 6 ആടറക്കേണ്ടി വരും, മനസ്സിലായിട്ടോ? അതുകൊണ്ട് ഞാനത് പറഞ്ഞത് നല്ലപോലെ ഇങ്ങനെ ശ്രദ്ധിക്കണം. ഫ്ലൈറ്റ് പൊന്തിയതിന് ശേഷം നമ്മൾ വെക്കുള്ളൂ, മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ അതുവരെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് മുഖം മൂടാം, ഒക്കെ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇത് ആണുങ്ങളും ശ്രദ്ധിക്കണം, അവരെ കൂടെയുള്ള സ്ത്രീകളെ, ബാക്കിയുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കണം ആണുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ ഒന്നുകൂടി പറഞ്ഞിട്ട് നിയ്യത്ത് നവൈതുൽ ഉംറത വഅഹറംതു ബിഹാ ലില്ലാഹി തആല ഫയസ്സിർഹാ ലി വതഖബ്ബൽഹാ മിന്നി. അല്ലാഹു തആലക്ക് വേണ്ടി ഉംറ ചെയ്യാൻ ഞാൻ കരുതി നിയ്യത്ത് ചെയ്തു, ഇഹ്റാമിൽ പ്രവേശിച്ചു, അല്ലാഹുവേ ഇതിനെ നീ സ്വീകരിക്കണേ, എളുപ്പാക്കി തന്നെ. ഇത് കഴിഞ്ഞാൽ പിന്നെ ആ ഹാജിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അമൽ എന്താണ്? തൽബിയത്താണ്. എന്താണ്? തൽബിയത്ത്. തൽബിയത്ത് എല്ലാവരും പഠിക്കണം, കുട്ടികളടക്കം പഠിപ്പിക്കണം. കുട്ടികളൊക്കെ ചുമ്മാ കൊണ്ടുവന്നൊരു കാര്യമില്ല. തൽബിയത്ത് കുട്ടികളെ പഠിപ്പിക്കണം. അപ്പോൾ തൽബിയത്ത് ചെല്ലണം. തൽബിയത്ത് ചെല്ലല്ലേ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഈ തൽബിയത്ത് ഉറക്ക ചെല്ലണം. ആര്? പുരുഷന്മാർ ഉറക്ക ചെല്ലണം. ഞാൻ നിങ്ങളോടൊരു ദുഃഖമുള്ള കാര്യം പറഞ്ഞുതരാം. ഇന്ന് ഹറമുകളിൽ തൽബിയത്ത് ഇല്ലാതായി. ആൾക്കാരും ചെല്ലില്ല, എല്ലാവരും മൊബൈലും ഹവയിലും നടക്കുകയാണ്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന ആണുങ്ങളോട് ഞാൻ പറയണേ, നമ്മൾ ഫുള്ള് തൽബിയത്ത് ഇല്ല. നമ്മളെ തൽബിയത്ത് കേൾക്കുമ്പോഴാണ് ബാക്കിയുള്ളവർ അങ്ങനെ ചൊല്ലും ആൾക്കാർ. നമ്മൾ ഒച്ചത്തിൽ ചെല്ലണം. സ്ത്രീകൾ പതുക്കെ ചെല്ലണം. സ്ത്രീകൾ എങ്ങനെ ചെല്ലണം? പതുക്കെ. ഓരോ ശബ്ദം പുറത്തേക്ക് വരല്ലേ, ഓരോ ശബ്ദം ചെയ്യരുത്, പുറത്തേക്ക് വരരുത്. സ്ത്രീകൾ പതുക്കെ ചെല്ലുക. സ്ത്രീകളുടെ ശബ്ദം പുറത്തേക്ക് വരാൻ പറ്റിയ ശബ്ദമല്ല. ദീൻ പറഞ്ഞത് ഒരു പതുക്കെ ചെല്ലുക. ഈ തൽബിയത്ത് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. തൽബിയത്ത് നമ്മൾ ഇവിടുന്ന് ചെല്ലൽ തുടങ്ങിയാൽ നമ്മൾ പോകുന്ന വഴികളിലൊക്കെ മലക്കുകൾ നമുക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കും. കല്ലുകൾ, കട്ടകൾ, വൃക്ഷങ്ങൾ, എന്നുവെച്ചാൽ ജീവനില്ലാത്ത സാധനങ്ങൾ, അതൊക്കെ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും സാക്ഷി നിൽക്കുകയും ചെയ്യും. എത്ര വലിയ നന്മയാണത്! ആകാശത്തിലൊക്കെ തൽബിയത്തില്ലിട്ട് ഇങ്ങനെ പോവാം. നാളെ അതൊക്കെ നമുക്ക് സാക്ഷിയായി. നമ്മൾ ഫ്ലൈറ്റ് ചെല്ലണം. നമ്മൾ മടിയൊന്നും വിചാരിക്കണ്ട. നമ്മളൊരു കോലം കെട്ടിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഇവിടേക്ക് പോണ ആൾക്കാർ.
എടുക്കുക കറുത്ത തുണി കൊടുത്തിട്ട് ആൾക്കാർ പോയല്ലേ? ഓലൊക്കെ പോണ കണ്ടില്ല നിങ്ങള്? ഓല തെൽബിയത്തിൽ കണ്ടില്ലേ? ഓലിങ്ങനെ നടന്ന് പോകുമ്പോൾ ചെല്ലുണ്ടാവും, ട്രെയിനിൽ കയറി അവിടെയും ചെല്ലൂല്. നമ്മൾ ആ സീസണിൽ ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം ആൾക്കാരങ്ങനെ ചെല്ലുണ്ടാവും. അതുകൊണ്ട് തെൽബിയത്ത് അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം, അത് ചൊല്ലിക്കൊണ്ടിരിക്കണം. ചൊല്ലുകൾ ഇൻഷാ അല്ലാഹ് അതിന്റെ അർത്ഥം അറിയണം. വലിയ പുണ്യുള്ള അമലാണ് കേട്ടോ, വലിയ പുണ്യുള്ള അമലാണ് തെൽബിയത്ത്. അതുകൊണ്ട് തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം, നിന്റെ വിളിക്ക് ഉത്തരം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. സത്യത്തിൽ നമ്മൾ പഴയ കാലത്തൊക്കെ മദ്രസയിലൊക്കെ പഠിക്കുന്ന കാലത്ത് പേരുകൾ ഇങ്ങനെ വിളിക്കും. അബ്ദുൽ ഖുദ്ദൂസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയുന്നത് ഹാജർ പറയും, ചിലർ ലബ്ബൈക്ക് പറയും, ചിലർ ലബ്ബൈക്ക് പറയും. അബ്ദുൽ ഖുദ്ദൂസ് നിൽക്കുമ്പോൾ എന്ത് പറയും? ലബ്ബൈക്ക് എന്ന് പറയുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ തൽബിയത്ത് ചെല്ലണത് അല്ല നമ്മളെ വിളിച്ചതിന് എന്ത് പറയാണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബ ഉണ്ടാക്കി, കഅബ ഇസ്മായിൽ അലൈഹി സ്വലാം ചേർന്ന് കഅബ ഒക്കെ ഉണ്ടാക്കിയപ്പോൾ അല്ലാഹു തആല പറഞ്ഞു അവരെ വിളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാം ചോദിച്ചു, ഇവിടെ ആകെ ആരാളുള്ളത്? ഞാനും എൻ്റെ ഭാര്യൻ്റെ കുട്ടിയും അല്ലാതെ വേറെ ആരും ഇല്ല, ആരെ വിളിക്കാൻ? അല്ലാഹു തആല പറഞ്ഞു നീ വിളിച്ചോ ഇബ്രാഹിം, എത്തിക്കണ പണി അത് ഞാൻ ചെയ്തോളാം. അപ്പൊ അന്ന് ഇബ്രാഹിം അലൈഹി സ്വലാം വിളിച്ചു, എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അന്ന് വിളിച്ചു. അന്ന് റൂഹുകളുടെ ലോകത്ത് ആലമുൽ അർവാഹിൽ ആ റൂഹുകളൊക്കെ കേട്ടപ്പം ഒരു ലബ്ബൈക്ക് ചൊല്ലി. ഉലമാക്കൾ പറയുന്നുണ്ട് ഒരാൾ എത്ര ലബ്ബൈക്ക് ചൊല്ലിയിട്ടുണ്ടോ അത്രയും ലബ്ബൈക്ക് അയാൾക്ക് ഭൂമിയിൽ നിന്ന് ചെല്ലാൻ അവസരം ഉണ്ടാവും. മനസ്സിലല്ലേ? ഒരാള് ഹജ്ജിന് വിളിച്ചപ്പം ഒരു 15 പ്രാവശ്യം ലബ്ബൈക്ക് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അയാൾ 15 ഹജ്ജ് ചെയ്യും. അപ്പൊ സത്യത്തിൽ നമ്മളൊക്കെ ലബ്ബൈക്ക് ചൊല്ലിയോണ്ടാണ് അള്ളാഹ് നമ്മളെന്ത് ചെയ്യുന്നത് അവിടെ കൊണ്ടുപോകണേ. അതിന്റെ വ്യക്തമായ തെളിവാണ് ഈ ഇരിക്കണേ നമ്മള്, ആണോ അല്ലേ? കാരണം ഒരു ഇതിനു വേണ്ടി പോകാനൊന്നും ഇവിടെ ഇങ്ങനെ പൈസക്ക് ഒരു കൂട്ടിയിട്ട് സജ്ജു ബാഗൊക്കെ റെഡിയാക്കി നിന്ന ആൾക്കാരൊന്നുമല്ല ഈ ആൾക്കാര്. ഇതൊരു ചാൻസ് എന്നപ്പോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ പോവാണ്. അപ്പൊ സത്യത്തിൽ ഇതിന്റെ പേരാണ് ആ തെൽബിയത്ത് ചെല്ലിയതിന്റെ ഭാഗം എന്ന് പറഞ്ഞത്. അതിന് മറുപടി പറഞ്ഞാൽ നമ്മൾ പോണത് അള്ളാഹ് വിളിച്ചതിന് ദാ അടിമ ഉത്തരം ചെയ്ത് വരികയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം. ലബ്ബൈക ലാ ശരീക ലക്, നിനക്ക് ഒരു പങ്കുകാരനുമില്ല. ഈമാനിനെ ശക്തിപ്പെടുത്തി പോവാൻ ഞാൻ ശിർക്കിന്ന് മോചിതനാണ്. ഞാൻ ഒരിക്കലും നിന്നെ ഒരാളെയും പങ്കു ചേർക്കില്ല. ഒരു നബിനെയും ഒരു വലിയനെയും ഒരു മഹാനെയും ഒരാളും ഞാൻ ചേർക്കില്ല. എനിക്ക് ആരും വേണ്ട. ഞാൻ നിന്റെ അടുക്കൽ നിഷ്കളങ്കനായി ഞാൻ വരികയാണ്. ലബ്ബൈക ലാ ശരീക ലക്, എനിക്ക് നീ അല്ലാതെ വേറെ ഒരാളും പങ്കുകാരനില്ല. എന്റെ കാര്യങ്ങൾ മുഴുവൻ നടത്തുന്നത് ആരാണ്? ഒരാൾ സഹായം ആവശ്യമില്ലാത്ത ആളാണ് ആര്? ഒരു കാര്യം നടത്താൻ അള്ളാഹ് ആരിലേക്കോ ആവശ്യമില്ല. ഒരു വലിയിലേക്കോ ഒരു മഹാനിലേക്കോ ഒരു കുത്തുബിലേക്കോ ഒരാളിലേക്കോ അള്ളാഹ്ക്ക് ആവശ്യമില്ല. അള്ളാഹ് അവൻ ഏകനാണ്. ആ ഏകനായ അള്ളാഹുവിലേക്ക് ആ ഏകത്വം പറഞ്ഞു പോവാൻ. ലാ ശരീക ലക് ഇന്നൽ ഹംദ വന്നിഅമത്, നിശ്ചയമായ സ്തുതിയും അനുഗ്രഹങ്ങളൊക്കെ ലക വൽ മുൽക്ക്, അധികാരങ്ങളും ആർക്കാണ്? നിനക്കാണ് പടച്ചവൻ. എല്ലാത്തിന്റെ അധികാരം നീയാണ്. അതിങ്ങനെ പറഞ്ഞു പോകരുത്. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അടിമ നല്ല പക്ക ഈമാനിന്റെ വാക്കുകൾ അതിങ്ങനെ പറഞ്ഞു പോവാൻ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഒന്നിനും പങ്കു ചേർക്കാത്ത നിലയിൽ നിഷ്കളങ്കരായി അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യും. തെൽബിയത്ത് ഉറക്ക ചൊല്ലിട്ടാണ് പോണത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് കുളിച്ചു, രണ്ടാമത്തെ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചു പുരുഷന്മാർ. ഒരു തുണി ഉടുക്കണം, ഒരു തുണി പുതക്കണം. അത് സത്യത്തിൽ ഉടുക്കുമ്പോഴും പുതക്കുമ്പോഴും നമ്മൾ ആലോചിക്കണം, എന്ത് ഞാൻ ഇന്ന് 2 കഷ്ണമാണ് പൊതിഞ്ഞത്, നാളെ 3 കഷ്ണം പൊതിയും, അല്ലാഹു തആലക്ക് ലോകത്തിലെ എല്ലാവരും ജീവിതത്തിൽ തുണി എടുക്കാത്ത ആൾക്കാരുണ്ട്. എന്ത് ജീവിതത്തിൽ എന്തുടുക്കാത്ത ആൾക്കാര്? തുണി ഉടുക്കാത്ത ആൾക്കാരുണ്ട്. ഓരോടും പറയാണ് എന്ത് തുണി തന്നെ ഉടുക്കണം. നിങ്ങള് നമ്മളവിടെ തെന്നീമില് ഒക്കെ പോയൊക്കെ കാണാം, അല്ലെങ്കിൽ അബിയാർ അലി ജുഹഫയില് ഒക്കെ കാണാൻ നമുക്ക്. ഇഹ്റാമിൻ കെട്ടുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ടാവും, യൂറോപ്യൻസ് ഒക്കെ. ഓർക്ക് 3 ആളൊക്കെ കൂടിയിട്ടാണ് എന്ത് ചെയ്യല്? തുണി എടുത്തു കൊടുക്കല്.
ഒരാൾ ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ടാവും, മറ്റാൾ ഇങ്ങോട്ട് കെട്ടുണ്ടാവും. അങ്ങനെ വരിഞ്ഞ് കെട്ടലൊക്കെയാണ്. കാരണം എന്താ, അവർക്ക് തുണിയെടുത്ത് പരിചയമില്ല. പക്ഷെ ഓരോട് നിങ്ങൾ പരിചയമില്ല, നിങ്ങൾ പാൻറ് ഇട്ടാൽ മതി എന്നൊന്നും ആരും പറയില്ല. നിങ്ങൾ അങ്ങനെ വന്നാൽ മതി. ഇങ്ങോട്ട് കഫൻ തുണികൾക്ക് സമാനമായ വസ്ത്രം ധരിച്ചിട്ട് വരി. ആ വസ്ത്രം ധരിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നണം ഞാനൊരു ജനാസ അയച്ചിട്ടുണ്ട്. ആ പോക്ക് വല്ലാത്തൊരു പോക്കായിട്ടുണ്ടോ? പോക്ക് ആ കഫൻ തുണികൾ കീറിയിട്ടുള്ള പോക്കുണ്ടല്ലോ. ആ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇന്നാ ഞാൻ കഫൻ പൊതിന ആളുകൾക്കൊക്കെ അറിയാൻ മതിയാവും. അല്ലാഹു അക്ബർ. തുണി ഇങ്ങനെ ചുരിച്ചിട്ട് 3 അട്ടിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, അതിനെ 3 കെട്ട് കെട്ടണം. ഇതിനെ കഫം പൊതിഞ്ഞതിന് ശേഷം തലന്റെയും കാലിന്റെയും മധ്യത്തിലും 3 കെട്ട് കെട്ടും. അതിനുള്ള തുണി ആ കഷ്ണം കയറെടുക്കല് എയിമെന്നാണ്, ആ കഫൻ തുണിമെന്നാണ് കയറല്. മനുഷ്യന്റെ ഒരു ബലഹീനത ആലോചിച്ച് നോക്കണം. അത് വലിച്ചത് കീറലാണ്. എന്നിട്ട് അതവിടെ കട്ട് ചെയ്തിട്ട് അത് കെട്ടലാണ്. ആണിനി പെണ്ണിനെയൊക്കെ അത് നമ്മൾ ആലോചിക്കുക. നമുക്ക് പോകാനുള്ളതാണ്, നമ്മൾ നിൽക്കാനുള്ള ആൾക്കാരല്ല. നമ്മളിവിടെ കുയിന്തും കിബറും പകയും ദേഷ്യവും കച്ചവടവും സംവിധാനങ്ങളും വലിയ വലിയ പരിപാടിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നടക്കണം. അത് പോയാൽ കഴിഞ്ഞ കഥ. നമ്മളെ ഈ വയസ്സിൽ എത്രയോ ആൾക്കാർ എവിടെ ഉണ്ട് നിങ്ങൾ പറയും, മോൻ ആക്സിഡന്റ് ആയി മരിച്ചാണ്, മോൻ ക്യാൻസർ എന്ന് മരിച്ചാന്നൊക്കെ നമ്മൾ പറയാം. അള്ളാഹ് നമുക്കൊക്കെ ആഫിയത്ത് ആരോഗ്യം തരട്ടെ. നമ്മളെ കാര്യത്തിൽ എന്താ നിർഭയത്തുള്ളത്? ആ കെട്ടി പോണ കാര്യം കഫന്തുണി പൊതിനെ പോലെ നമുക്ക് തോന്നണം. സ്ത്രീകൾക്കും അത് ബോധമുണ്ടാവണം. ഈ വസ്ത്രമൊക്കെ ധരിച്ച് ഞാൻ ഒരുങ്ങി പോവാണ് എൻ്റെ റബ്ബിലേക്ക്. അതുകൊണ്ട് ഒരു വല്ലാത്ത ഓർമ്മക്കുറിപ്പാണ്. കറക്റ്റ് ഓർമ്മ ഒരു എയർപോർട്ടിലെത്തിയാല്. കാരണം ഓലെ ചോദ്യം, ഓരോ ഉത്തരവും, ഓലെ എമിഗ്രേഷനും, അതിന് പാസ്പോർട്ട് നോക്കലും, അതാക്കലും, ലഗേജ് തൂക്കലും, ഇതൊക്കെ മഷറയിലും വരണ്ടേ. അങ്ങനെ ക്യൂ നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് മഷറെ കുറെ നിൽക്കുമ്പോഴാണ് ആൾക്കാർ നരകത്തിക്കെങ്കിൽ നരകത്തിക്ക് എന്ന് പറയുന്നതൊക്കെ. അതുകൊണ്ട് അതിൻ്റെ ഒരു ഓർമ്മയുള്ള യാത്രയാണ്. അതുകൊണ്ട് വ്യക്തമായി അള്ളാഹുവിനുള്ള പ്രതീക്ഷയോട് കൂടി, സ്വന്തം നന്നാവണം എന്നുള്ള ചിന്തയോട് കൂടി ആയിരിക്കണം ആ തുണിയെ കൊടുക്കേണ്ടത്. വെള്ള ആവണം. കള്ളിത്തുണെടുത്തിട്ട് ഇത് ചെയ്താൽ മതിയാവൂലേ? ഫിഖിന്റെ നിയമം അനുസരിച്ച് മതിയാവും. ഇഹ്റാമിന്റെ തുണിക്ക് വരെ കള്ളി പുതക്കാനൊരു ചോപ്പോ പച്ചക്കെട്ടാലും ഉംറ ശരിയാവും. പക്ഷെ വെള്ളയാണ് നിന്നെ ഓർമ്മപ്പെടുത്താൻ. ഇതേപോലെ നിന്റെ ജീവിതമാവണം. ഏത് മുതലാളിയും ഏത് തൊഴിലാളിയും ഒരു യാചകനെ പോലെ വരണം എന്നാണ് ആര് വിചാരിക്കുന്നത്? അല്ലാഹ് വിചാരിക്കണേ. എൻ്റെ അടുത്തേക്ക് വരുമ്പം അങ്ങനെ വന്നാൽ മതി. നിങ്ങൾ ആദ്യത്തരും നിങ്ങളെ വമ്പത്തരൊന്നും ഇവിടെ വേണ്ട. മനസ്സിലായില്ലേ? സമ്പന്നനും സമ്പത്തില്ലാത്തവനും ആലിമും ജാഹിദും എല്ലാവരും ബറാബറിൽ അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് പോവാൻ. അതുകൊണ്ട് വിമാനങ്ങളിലൊക്കെ ഇങ്ങനെ തൽബിയത്ത് ചൊല്ലിയ ആൾക്കാർ പോവാൻ. സത്യത്തിലൊരു വലിയ സംഗതിയാണിത്. പഴയ കാലത്തൊക്കെ ഹജ്ജിനാണ് അത് പ്രതീതി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഉംറക്കും ആ മാനസികാവസ്ഥയിലുള്ളത്. കാരണം എന്താ പറഞ്ഞാൽ, വലിയ കാട്ടിൽ മഴ പെയ്താൽ ഇലകളിൽ അതിൻ്റെ തുള്ളികൾ വീണ് അത് ഉറ്റും അങ്ങനെ ഭൂമിക്കെത്തും. എന്നിട്ട് അതിങ്ങനെ ചെരിഞ്ഞ സ്ഥലത്തൂടെ ഒലിച്ചിറങ്ങി ചെറിയ ചെറിയ ചാലുകളായിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു സ്ഥലത്തെത്തി കൂടിയിട്ട് ആ ഒരു കുറച്ച് വലുപ്പമുള്ള ചാലാവും. അത് കഴിഞ്ഞാൽ പിന്നെ അത് ആ ചാലുകൾ അതേപോലത്തെ 2-3-4 ചാല് വരുമ്പോഴത്തേനും കുറച്ചും കൂടി വലുപ്പം വെക്കും. അങ്ങനെ നീർച്ചാലുകൾ വലുപ്പം വെച്ചൊരു ചെറിയ തോടാവും. ആ തോട് പിന്നെ ഒരു വലിയ തോട്ട് പോയി ചേരുന്നുണ്ടാവും. ആ വലിയ തോടുകൾ അതേപോലെ 4-5 തോടുകൾ വന്നിട്ട് ഒരു പുഴയായി മാറും. അങ്ങനത്തെ കുറച്ച് ചെറിയ പുഴകൾ വന്നിട്ട് എന്താവും, വലിയ പുഴയിൽ വന്ന് ചേരും. അത് നേരെ പോയിട്ട് എവിടെത്തും? കടലിലെത്തും. ഇതേപോലെയാണ് ഈ ഇരിക്കണ നമ്മളൊക്കെ ഓരോ പേരേന്ന് വരുന്ന ആൾക്കാരാണ്. എയർപോർട്ടിൽ എത്തുന്നതിന് നമ്മളെല്ലാവരും ഒരു ടീമായി, ഒരു ചെറിയ തോടായി. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മളെ എയർപോർട്ടിൽ തന്നെ ചിലപ്പോൾ ആ ഫ്ലൈറ്റിൽ തന്നെ വേറെയും ആൾക്കാരുണ്ടാവും. അപ്പൊ ഇതിനകത്ത് തോട് വലുതാവും. ജിദ്ദ എയർപോർട്ടിൽ എത്തുമ്പോൾ വേറെ കുറെ സ്ഥലത്തുള്ള ആൾക്കാർ ഒരു പുഴ ആയിട്ടുണ്ടാവും. ആ പുഴ മൊത്തത്തിൽ പോയിട്ട് എവിടെ ചേരാണ്? അറബിൽ മത്താഫിൽ വന്ന് ചേരാണ്. ഇതല്ല നമ്മളിങ്ങനെ കൊണ്ടുപോവാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അന്ന് ആ ഇലയിൽ വീണ, മരത്തിന്റെ ഇലയിൽ വീണ ഒരു തുള്ളിയാണ്. ഞാനൊരു തുള്ളിയാണ്. അതുകൊണ്ട് അഹന്തയും അഹങ്കാരവും അഹംഭാവവും ഒന്നും ആർക്കും വേണ്ട എന്നാണ് ആര് പറയുന്നത്? ആര് പറഞ്ഞേ? അല്ലാഹ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര സംഭവമാണ്. ഞാൻ കേരളക്കാരാണ്, ഞാൻ മലപ്പുറത്തുകാരിയാണ്, അല്ലെങ്കിൽ ഞാൻ അതാണ്, ഞാനിതാ, ഒരു ഞാനും ഇല്ല. ഈ ഞാൻ പോവാനാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു തുണിയൊക്കെ കൊടുത്ത് ഇങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോയി നിർത്തുന്നത്. അതുകൊണ്ട് ആ ബോധത്തോടു കൂടി നിൽക്കണം. നമ്മളെ യാത്രകൾ അതനുസരിച്ചായിത്തീരണം. അതോടുകൂടി ഒരു അമൽ കഴിഞ്ഞു. നീയത്തോടു കൂടി അടുത്ത് പ്രവേശിച്ചു, ഇഹ്റാമിൽ പ്രവേശിച്ചു. ഇനി അടുത്ത അമൽ എന്താണ് പറഞ്ഞാൽ തവാഫാണ്. ഈ അമലിന് മുന്നേ നമുക്ക് കുറെ സാധനങ്ങളുടെ എയർപോർട്ടുകൾ എത്താനുണ്ട്. ജിദ്ദ എയർപോർട്ടിൽ എത്താനുണ്ട്. ജിദ്ദ എയർപോർട്ടിൽ എത്തുമ്പോൾ ഈ യാത്രകളിലൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്,
പുരുഷന്മാർക്കൊക്കെ യാത്ര ചെയ്ത് ശീലമുള്ള ആളുകൾക്ക് അറിയാൻ മതിയാവും, സ്ത്രീകൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. പിന്നെ ഇവിടുന്ന് തരുന്ന ബാഗുകളൊക്കെ ഏകദേശം ഒരേ കളറായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബാഗ് അറിയാനുള്ള എന്തെങ്കിലും ഒരു ശീലേ എന്തെങ്കിലും ഒരു സാധനം അതിൻ്റെ ആ കൈയിൻ്റെ മുകളിൽ കെട്ടിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മളെ ബാഗാണെന്ന് മനസ്സിലാവും. ഈ റിബണൊക്കെ വാങ്ങാൻ കിട്ടും, അത് എല്ലാവരും പാടെ വാങ്ങി കെട്ടിയാൽ പിന്നെ എന്താ എല്ലാവരും ഒരേ മാതിരി ഉണ്ടാവും. അതുകൊണ്ട് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും തട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പുള്ളീസാണുള്ള കളിയൊക്കെ ഉണ്ടാവില്ല, അത് നമുക്ക് വേഗം കണ്ടാലറിയാം നമ്മളിതാണെന്ന്. അതുകൊണ്ട് അതെന്തെങ്കിലും ഒന്ന് കെട്ടിയാൽ ബാഗുകൾ മനസ്സിലാവും. യാത്രയിലുടനീളം നമ്മളെ ബാഗിന് സാധനത്തിന് നമ്മൾ ശ്രദ്ധിക്കണം. ഒരാളിൽ കൊടുത്താലും അയാൾ അത് ചിലപ്പം കുറച്ച് സമയത്തേക്ക് ബസ്സിൽ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ടാവും. അവിടെ എപ്പോഴും നമ്മളെ സാധനത്തിന് എനിക്ക് എത്ര പീസാണുള്ളത്, 3 ബാഗാണുള്ളത്, അല്ലെങ്കിൽ ഇതിന്റെ ചെറിയ ബാഗ് അടക്കുന്നുള്ളത്, അല്ലെങ്കിൽ ഒരു കവർ അടക്കം 4 ഉണ്ട്. എണ്ണ എപ്പോഴും ഓർമ്മ ഉണ്ടാവണം, ആ എണ്ണ ഉണ്ടോന്ന് എപ്പോഴും നോക്കുമാണ്. കാരണം യാത്രയിൽ അതൊക്കെ മിസ്സായി പോയാൽ പിന്നെ അതുകൊണ്ട് പ്രയാസങ്ങളാണ്. അതുകൊണ്ട് യാത്രയിൽ എപ്പോഴും അത് ശ്രദ്ധിക്കണം. വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴൊക്കെ നമ്മളെ രേഖകളെ എപ്പോഴും എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ബാഗിലൊക്കെ ഒരു ഹാൻഡ് ബാഗ് ചിലപ്പോൾ തരും, ആ ഹാൻഡ് ബാഗിൽ നമ്മളെ കയ്യിലുണ്ടാവും. അതിന്ന് പാസ്പോർട്ട് എടുത്താൽ എന്ത് ചെയ്യണം? അത് അടക്കാനുള്ള കാര്യം എന്ത് ചെയ്യരുത്? മറക്കരുത്. പലപ്പോഴും അത് അടക്കൂല, തിരക്കിൽ ഇത് കൊടുക്കും. അപ്പൊ അതിന് വേറെ എന്തെങ്കിലും രേഖകൾ പോയിട്ടുണ്ടാവും. മനസ്സിലായോ? നല്ലതുപോലെ ശ്രദ്ധിക്കുക. പാസ്പോർട്ട് അതിൽ വെച്ചാല് പിന്നെ എന്ത് ചെയ്യണം പറഞ്ഞാൽ വീണ്ടും അടക്കണ കാര്യം ശ്രദ്ധിക്കണം. അതേമാതിരി എന്തെങ്കിലും മാല എന്തെങ്കിലും സാധനമൊക്കെ തരും, ആ ഉള്ളു വെക്കാൻ വേണ്ടിയൊക്കെ പൈപ്പുമ്പോൾ കഴിച്ച എയർപോർട്ടിൽ തന്നെ വെച്ച് പറഞ്ഞു തുടങ്ങും ആൾക്കാർ. അതൊന്നും ഒരിക്കലും ചെയ്യരുത്. ആ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ലഗേജ് ഉണ്ടാവും, നമ്മൾ നേരെ പോലെ റൂമിലേക്കാണ്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ നിന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. ഉംറ ഹജ്ജൊക്കെ ആകെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം എന്തുള്ളൂ, ഫർളുള്ളൂ. നിസ്കാരം എന്നും ഫർളുള്ളതാണ്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ ഒരു നിയമമുണ്ട്, ജംഉൽ ഖസ്ർ എന്ന് പറഞ്ഞിട്ട്. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നല്ലത്. ഇത് ഓരോ സ്ഥലത്തും നമുക്ക് ഇങ്ങനെ ഫുൾ അതിനെ വിശദീകരിച്ച് തരാനൊന്നും പറ്റില്ല. അവിടെ ഞാൻ ഇപ്പൊ ആ കാര്യം പറഞ്ഞുതരാം. ളുഹ്ർ നിസ്കാരത്തിനെ 2ആക്കി നിസ്കരിക്കാം. അതിന്റെ പേരാണ് അറബിയിൽ ഖസ്ർ എന്ന് പറയും, ചുരുക്കുക എന്നർത്ഥം. അറബി പറഞ്ഞോളൊന്നുമില്ല, ചുരുക്കുക എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ 4 ഉള്ളതിനെ എന്താക്കാൻ പറ്റും? 2ആക്കി ചുരുക്കാം. 3 ഉള്ളതിനെ 1.5, 3 ഉള്ളതിനെ ഒന്നും കാട്ടാൻ പറ്റില്ല. 2 ഉള്ളതിന് സുബീനും മഗ്‌രിബിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓല് ഉണ്ടാവും, അങ്ങനെ തന്നെ ഉണ്ടാവും. ബാക്കി ളുഹ്ർ, അസ്ർ, ഇശ ഈ 3 വക്തിനെ എന്താക്കാം? ഖസ്റാക്കുക എന്ന് പറഞ്ഞാൽ 2ആക്കി നിസ്കരിക്കാം. 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. പിന്നുള്ളത് ജംആണ്. ജംആക്കുക പറഞ്ഞാൽ ളുഹ്റിനെയും അസ്റിനെയും ജംആക്കാൻ പറ്റും. അസ്റിനെയും മഗ്‌രിബിനെയും എന്താക്കാൻ പറ്റൂല, എന്താക്കാൻ പറ്റില്ല വൈ ജംആക്കാൻ പറ്റില്ല. ളുഹ്റിനെ അസ്റിനെ, അതേപോലെ മഗ്‌രിബിനെ ഇശാനെ. മഗ്‌രിബിനെ കസ്റാക്കാൻ പറ്റൂല, എന്താക്കാൻ പറ്റും? ജംഉ എന്ന് പറഞ്ഞാൽ ചേർക്കുക. ഒരു നിസ്കാരത്തിനെ അടുത്ത നിസ്കാരത്തിന്റെ സമയത്തേക്ക് ചേർക്കുക. സുബഹിനെ ഒന്നും കാട്ടാൻ പറ്റൂല. മനസ്സിലായോ വൈ? സുബഹിനെ ഒന്നും കാട്ടാൻ പറ്റൂല. അപ്പൊ നമുക്ക് ളുഹ്ർ അസ്റിനാണ്. അപ്പൊ അതിനെ ജംഉ ആക്കാം, ഖസ്റു ആക്കാം, ചുരുക്കം ചെയ്യാം. ഇപ്പൊ ളുഹ്റിന്റെ സമയമായി. ളുഹ്ർ ഇപ്പൊ 12:35 12:35 കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ളുഹ്റിനെ ഞാൻ അസ്റിലേക്ക് എന്താക്കുകയാണ്? മുന്തിച്ചാണോ പിന്തിച്ചാണോ? പിന്തിക്കുകയാണ്. സമയം കഴിഞ്ഞിട്ട് പിന്നോട്ടേക്കാക്കാൻ. അതാണ് പിന്തിച്ച് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ളുഹ്റിന്റെ സമയത്ത് നിസ്കരിക്കാതെ ഏതിന്റെ സമയത്ത് നിസ്കരിക്കുക? അസറിന്റെ സമയത്തേക്ക് നിസ്കരിക്കുന്നതിനാണ് പിന്തിച്ച് ജംആക്കുക എന്ന് പറഞ്ഞത്. മനസ്സിലായിട്ടോ? അപ്പൊ ളുഹ്റിനെ അസറിന്റെ സമയത്തേക്ക് പിന്തിക്കുക. എന്നിട്ട് നമ്മൾ അസറിന്റെ സമയമാകുമ്പോൾ ളുഹ്റും അസറും ചേർത്ത് നിസ്കരിക്കാം. ചില സമയം ഉണ്ടാവും നമ്മൾ ളുഹ്റിന്റെ സമയത്ത് നമ്മൾ സ്ഥലത്തുണ്ട്. ഇപ്പൊ നമ്മൾ മദീനയ്ക്ക് പോവാണെങ്കിൽ ളുഹ്റിന് നമ്മൾ മക്കത്തുണ്ട്, പിന്നെ അസർ വഴിയിലാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? അസറിനെ ളുഹ്റിലേക്ക് മുന്തിക്കാം. എന്നുവെച്ചാൽ അസറിന്റെ സമയം ഇപ്പൊ ആയിട്ടില്ല, മുന്നേ തന്നെ എന്ത് ചെയ്യാണ്? നിസ്കരിക്കാൻ. മനസ്സിലായോ? മഗ്‌രിബിന് ഇതേപോലെ ഇശായിലേക്ക് പിന്തിക്കാം, അല്ലെങ്കിൽ ഇശായിനെ മഗ്‌രിബിലേക്ക് മുന്തിക്കാം. ഈ ഇത് ചെയ്യണം. അപ്പൊ നമ്മൾ ജമ്മും കസറൊക്കെ നിയത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? നിസ്കാരം എന്തായാലും കൃത്യമായി നിർവഹിക്കണം. പിന്നെ നമ്മൾ റൂമിലെത്തിയാൽ നമ്മളെ സാധനങ്ങൾ ബാക്കിയൊക്കെ വെച്ചിട്ട് കുറച്ച് വിശ്രമിച്ച കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവസ്ഥക്കനുസരിച്ചാണ് നമ്മളെ ബാക്കിയുള്ള അമലുകളിലേക്ക് തിരിയുന്നത്. ഇനി അടുത്ത് ചെയ്യാനുള്ള അമൽ തവാഫാണ്. എന്താണ്?
തവാഫ്. ഒന്നാമത്തെ നിയ്യത്തോടു കൂടി എവിടെ എത്തി? ഇഹ്റാമിൽ പ്രവേശിച്ചു. ഇനി രണ്ടാമത്തെ അമൽ തവാഫാണ്. തവാഫ് എന്ന് പറഞ്ഞത് ഒരു വലിയ അമലാണ്. അത് സത്യത്തിൽ ഈ അമലുകള്, ഹജ്ജിന്റെ ഉംറയുടെ അമലുകളൊക്കെ ഒരു സ്നേഹത്തിന്റെ, ഒരു മഹബത്തിന്റെ അമലാണ്. ആരോടുള്ളേ? അള്ളാഹുവിനോടുള്ളേ. അത് അതിന്റെ രീതി ചെയ്താലേ എന്താവുള്ളൂ വൈ അതിന്റെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. മനസ്സിലുണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഒരാള് രണ്ടാൾ തമ്മിൽ ആണ്ടുകൊണ്ട് അടിയുണ്ടായി, ചെറിയ ഉന്തും തള്ളും പ്രശ്നം ഉണ്ടായി. അപ്പോ വേറെ മൂന്നാമത്തെ ഒരാൾ കാട്ടുന്നപ്പോ പറഞ്ഞ ഇനി പറ്റില്ല, നിങ്ങൾ ഇനിയിപ്പോ തെറ്റി വെക്കാനൊന്നും പറ്റില്ല പറഞ്ഞിട്ട് അത് നന്നാക്കാൻ ശ്രമിച്ചു. ഏത്? ഈ രണ്ടാളിനിടയിൽ. അപ്പം അടിച്ചവനോട് പറഞ്ഞു ഇന്ന മോൻക്ക് ലഡു കൊടുക്കുക. എന്ത് പറഞ്ഞു? അപ്പൊ ലഡു ഇങ്ങനെ കൊടുത്തപ്പോ മോൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ കുറുപിടിച്ചപ്പോ ശരി ഇജ്ജ് തിന്നൂലല്ലേ ഇച്ചിട്ട് അവനെ കൗത്തൊക്കെ കൂട്ടി പിടിച്ച് തൊള്ളൊക്കെ തുറന്ന് ലഡു ഒക്കെ കൂട്ടി കയറ്റി താൽക്കൊരു കുത്തു കൊടുത്ത്. സത്യത്തിൽ ലഡു തീറ്റിക്കണ എന്തിനാണ്? സ്നേഹം ഉണ്ടാവാൻ. ഇതിപ്പോ പിന്നെ പ്രശ്നം ഉണ്ടാവും, പിന്നെ റെഡി അടിച്ചു. ഇതേമാതിരി ഈ അമലുകൾ വെറുതെ ചെയ്ത് കൂട്ടാനുള്ള കാര്യമല്ല, ഇതൊരു മഹബത്തോടെ ചെയ്യാനുള്ളതാണ്, അള്ളാഹിനോടുള്ള ഇഷ്ടത്തോടെ ചെയ്യാനുള്ളതാണ്. അതിന് അള്ളാഹിന്റെ ഇഷ്ടം ഉണ്ടാണെങ്കിൽ ഹൃദയം നന്നാവണം. അതിനാ ഞാൻ ആദ്യം പറഞ്ഞ പണിയൊക്കെ അത് കേൾക്കി എന്നാക്കി ഉസാറാക്കിയാലേ എന്താക്കാൻ പറ്റുള്ളൂ, അത് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല മഹബത്തോടു കൂടി ചെയ്യാനുള്ള അമലാണ്. അതുകൊണ്ട് നമ്മള് തവാഫിൽക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. എന്താണ് ആ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് കഅബയിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മളെ കണ്ണുകളെ താഴ്ത്തിട്ട് പോവാം. മസ്ജിദുൽ ഹറമക്കട് കയറുമ്പോൾ തന്നെ നമുക്ക് കഅബ കാണാം. പക്ഷെ നമ്മൾ താഴത്തേക്ക് തന്നെ നോക്കി ഇങ്ങനെ പോയിട്ട് ഹറമിന്റെ അടുത്ത് സ്വസ്ഥമായി മറയില്ലാതെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ അവിടുന്ന് കണ്ണ് തുറന്ന് കാണാം. എന്ത് കാണാം? കണ്ണ് നല്ലപോലെ തുറന്ന കഅബ ഒന്ന് കാണാം. സത്യത്തിൽ ആദ്യമായി ആ പരിശുദ്ധ കഅബ കാണുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ ഹൃദയത്തിൽ മഹബത്തുള്ള മനുഷ്യൻ, ഒരു കാണുമ്പോൾ ഒരു നിയന്ത്രണം വിടുന്നത് നമുക്ക് കാണാം. ഭയങ്കര കരച്ചിലേക്ക് ആൾക്കാർ. കാരണം അല്ലാഹുവിന്റെ ഭവനം നേരിട്ട് നമ്മൾ കാണുകയാണ്. കുട്ടിക്കാലത്ത് ഉമ്മാന്റെ കൂട്ടത്തിൽ നമ്മളൊരു പായ വിരിച്ച് നിസ്കരിച്ചപ്പോൾ തിരിഞ്ഞിരുന്നത് എവിടേക്കായിരുന്നു? ഈ കിബിലയിലേക്കാണ്. ഇപ്പൊ 30 കൊല്ലം 35 കൊല്ലം 40 കൊല്ലം 50 കൊല്ലമൊക്കെ ആയി ആ കഅബ നേരെ ഇങ്ങനെ കാണുകയാണ്. അപ്പൊ ഒരു വല്ലാത്ത അവസ്ഥയ്ക്ക് എൻ്റെ റബ്ബിന്റെ വീടാണല്ലോ അത് എന്നാലോചിച്ച കരയാത്തവൻ ആരാണ്ടായത്? ഇനി കണ്ടവരാണ്, 50 പ്രാവശ്യം കണ്ടവനാണ്. ഓനും ചിന്തിക്കേണ്ടത് എന്താണ് പറഞ്ഞാൽ, എന്നെ വീണ്ടും കൊണ്ടുവന്നല്ലോ ഈ തെമ്മാടിയായ എന്നെ, ഈ മോശക്കാരിയായ എന്നെ ഈ വീണ്ടും ഇത് കാണാൻ കൊണ്ടുവന്നല്ലോ പടച്ചവനെ. ഇത് കണ്ടുപോയിട്ടും നിന്നെ ഇഷ്ടപ്പെടാതെ നിന്നെ വെറുപ്പിച്ച് ജീവിച്ച എന്നെ രണ്ടാമത് ഇജ്ജ് കൊണ്ടുവന്നല്ലോ. ഇത് ആലോചിച്ചാൽ എങ്ങനെ കരയാതെ? ആ സമയത്ത് ചെയ്യുന്ന ദുആ എന്തായാലും അള്ളാഹു കബൂലാക്കും. ആ സമയത്ത് ചെയ്യുന്ന ദുആ എന്തായാലും അള്ളാഹു കബൂലാക്കും. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ അവിടുന്ന് ദുആ ചെയ്യണം. ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ്, ഇതൊക്കെ ചടങ്ങുകളായി ചെയ്തു തീർക്കാനുള്ളതല്ല, ഇത്. പിന്നെ ഇതെന്താണ്? ഇതൊരു ഹൃദയം കൊണ്ട് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ദുആ നല്ലപോലെ ചെയ്യാം. ആൾക്കാർക്ക് ഭയങ്കര തിരക്കായിരിക്കും, എന്താ തവാഫ് ചെയ്യാത്ത, എന്താ സഹി ചെയ്യാത്ത. നമ്മൾ സഹി ചടങ്ങ് ചെയ്യാൻ വന്നല്ല, നമ്മൾ നല്ലോണം ദുആർന്ന് പടച്ചവനോട് കരഞ്ഞ് പറഞ്ഞിട്ടാണ് നമ്മളെ നീക്കങ്ങൾ ഉണ്ടാവേണ്ടത്. കാരണം ഹജ്ജിന്റെയും ഉംറയുടെ യാത്രയിൽ ഏറ്റവും ചെയ്യാനുള്ള അമൽ എന്താ? നിന്നോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയൽ ദുആ ആണെന്ന്. ഞാനെന്താ പറയല്? ദുആ ആണ്. കാരണം ദുആ കൊണ്ട് അള്ളാഹുവിനെ സമ്മതിപ്പിക്കുന്ന പണിയാണ് എന്ത്? ഈ അമൽ. അതുകൊണ്ട് അവിടെ നിന്ന് നല്ലപോലെ ദുആ ചെയ്യാം. ആ മത്താഫിൽക്ക് ഇങ്ങനെ ഇറങ്ങും, വെള്ള മാർബിളോട് വിരിച്ച മത്താഫിൽക്ക് ഇറങ്ങുമ്പോ നല്ലപോലെ ശ്രദ്ധിക്കുക. നമ്മളെ കാല് വെക്കുന്നത് നബിമാർ അലൈഹിമുസ്സലാത്തു വസ്സലാം, ഹസ്രത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വരെയുള്ള മുഴുവൻ നബിമാർ, അതിനുശേഷം വന്ന ഔലിയാക്കൾ, സഹാബാക്കൾ, താബിഈങ്ങൾ, മുഖ്ലിസീങ്ങൾ, മുത്തഖീങ്ങൾ, ഓരൊക്കെ നടന്ന സ്ഥലത്തൂടെയാണ് ആര് നടക്കുന്നത്? നമ്മൾ ചില സ്ഥലത്തൊക്കെ ഇവിടെ ഇത് വരുന്നാൾ വന്ന് ഇരുന്നിരുന്നു എന്നൊക്കെ പറയാൻ ഒരു തെളിവില്ല. ഇത് നടന്ന സ്ഥലമായിരിക്കാമല്ല, പിന്നെന്താണ്? ആണ്. നിങ്ങൾ ഒറ്റക്ക് ആലോചിച്ച് നോക്കി, നമ്മളെ പുന്നാര നബി നടന്ന ഒരു സ്ഥലത്തിന്റെ കാല് വെക്കാൻ എനിക്ക് അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ അതിനെ പറ്റി അറിയിക്കണത്? എന്താ നിങ്ങൾ അതിനെ പറ്റി അറിയിക്കും?
അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം നല്ല പോലെ, ഞാൻ ഇവിടെയാണ് കാല് വെക്കുന്നത്, ഈ കാല് ഇവിടെ വെക്കാൻ പറ്റിയ ആളല്ല ആര് ഞാൻ. നമ്മളെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആരാണെന്ന് നമുക്കറിയല്ലോ. നമ്മുടെ വെക്കാൻ പറ്റിയ ആളല്ല. എന്നെ വീണ്ടും കൊണ്ടുവന്ന് വെപ്പിച്ചല്ലോ എൻ്റെ പടച്ചവൻ. അതുകൊണ്ട് കാല് വെക്കുമ്പോൾ ഹൃദയം പൊട്ടണം. ഓരോ രംഗങ്ങളുണ്ടാവും. അതുകൊണ്ട് ആ ഒരു ബോധത്തോടു കൂടിയാണ് കാല് വെക്കേണ്ടത്. പിന്നീട് ചെയ്യാനുള്ള അമൽ എന്താണ് പറഞ്ഞാൽ, ഹജറുൽ അസ്വദിന്റെ നേരെ പോയി നിന്നിട്ട് നമ്മൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയാം. അപ്പൊ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള കാര്യം, സ്ത്രീകൾ കുട്ടികളെ ബഹളത്തിന്റെ ഇടയിൽ ശ്രദ്ധിക്കാതിരിക്കരുത്. നല്ലപോലെ ശ്രദ്ധിച്ചോളി. കാരണം ഇത് പിന്നീട് ഇത് പറയാൻ ചിലപ്പോൾ അവസരം കിട്ടൂല. തവാഫിൽ എന്തായാലും ഉളു നിർബന്ധമാണ്. തവാഫിൽ എന്ത് നിർബന്ധമാണ്? ഉളു നിർബന്ധമാണ്. ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് പുരുഷന്മാരോട് പ്രത്യേകം പറയാനുള്ളത്, തുണി ഉടുക്കുമ്പം പൊക്കിളിന്റെ താഴെ തുണി ആയാൽ അവന്റെ തവാഫ് ശരിയാവൂല. തവാഫ് ശരിയായില്ലെങ്കിൽ അവൻ തഹല്ലുലാവൂല. മനസ്സിലായിട്ടോ? സ്ത്രീകളോട് പറയാനുള്ളത്, മക്കന അതൊക്കെ ഇടുമ്പോ മുടിന്റെ 1-2 മുടി പുറത്തായാലും അവരെ ഔറത്ത് മറിയില്ല. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ കൈയൊക്കെ ഇങ്ങനെ പൊന്തിക്കുമ്പോൾ അവരെ പർദ്ദ ഇങ്ങനെ താന്ന് പോന്നാൽ, മുൻകൈയിന്റെ ഇങ്ങോട്ട് താഴ്ത്തേക്ക് താന്നാൽ ഓളെ ഔറത്ത് വെളിവായി, ഓളെ തവാഫ് ശരിയാവില്ല. അതുകൊണ്ട് പൂർണ്ണമായി മുൻകൈയിന്റെ അവിടെ വരെ കൃത്യമായി മറിഞ്ഞിരിക്കണം. അതിനെന്തെങ്കിലും ബട്ടൺ വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റം ചെയ്തിട്ട് അതാക്കണം. ഔറത്ത് ഒരു നിൽക്കുക. അതാണ് ഷോക്സ് ഇല്ലാതെ കാല് വെളിവായി അത് പറ്റൂല. ഔറത്ത് മറക്കലും ഉളുവും എന്താണ്? തവാഫിൽ നിർബന്ധമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ ഹജറുൽ അസ്വദിന്റെ നേരെ നിന്നാൽ തവാഫിന് വേണ്ടി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കഅബയെ ഇടത് വശത്താക്കി നമ്മളിങ്ങനെ ചുറ്റുക. ഈ കഅബ ഇടത് വശത്താക്കൽ എങ്ങനെയാണെന്നൊന്നും ആലോചിച്ച് ബേജാറൊന്നും വേണ്ട. എല്ലാവരും നടക്കണമായിട്ട് നടന്നാൽ എന്താവും? കഅബ വലത്തെ ഭാഗത്താക്കാനാണ് എന്ത് ബുദ്ധിമുട്ടാകുക. അതുകൊണ്ട് ആ ഇടത്തെ ഭാഗത്ത് അതൊന്നും ബേജാറാണ്. പക്ഷെ അതിൽ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 കാര്യം ശ്രദ്ധിക്കാണ്ട്. ഒന്ന്, നമ്മളെ നെഞ്ഞ് കഅബന്റെ നേരെ ആവാൻ പാടില്ല. എന്താവാൻ പാടില്ല? നെഞ്ഞ് കഅബന്റെ നേരെ ആയാൽ തവാഫ് ശരിയാവില്ല. അഥവാ ആരെങ്കിലും തള്ളിട്ടൊക്കെ ആവുകയാണെങ്കിൽ 2 അടി ബാക്കിക്ക് നിന്നിട്ട് പിന്നെ ശരിയാക്കിയിട്ട് പോകണം. മനസ്സിലായോ? അതേമാതിരി പിൻഭാഗം പറ്റൂല. അപ്പൊ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികളൊക്കെ തിരിഞ്ഞു നോക്കി, പുതിയാപ്പിളിനെ തിരിഞ്ഞു നോക്കി അല്ലെങ്കിൽ ഭാര്യനെ തിരിഞ്ഞു നോക്കി ഒക്കെ ആവുമ്പോഴേക്കും സംഗതി ഓലോടെ കൂടെ ഉണ്ടാവുന്നുള്ളൂ, തവാഫയിലോ പോയിട്ടോ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ കാര്യം നല്ലപോലെ ശ്രദ്ധിക്കണം. നെഞ്ഞ് കഅബയുടെ നേരാവാൻ പാടില്ല. പിന്നെ പുറഭാഗം ആവാൻ പാടില്ല തവാഫിന്റെ സമയത്ത്. അല്ലാത്ത സമയത്ത് പ്രശ്നമില്ല. വേറെ കാര്യം ഞാൻ പറഞ്ഞത് തവാഫിന്റെ സമയത്താണ്. ആ സമയത്ത് ഇതേത് തവാഫിൽ ഒരു ബുക്കൊക്കെ ഉണ്ടാവും, സാധനം ഇവിടുന്ന് തരും. 1-ാമത്തെ ചുറ്റിൽ, പിന്നെ 2-ാമത്തെ ചുറ്റിൽ, 3-ാമത്തെ ചുറ്റിൽ, 5-ാമത്തെ ചുറ്റിൽ, 7-ാമത്തെ ചുറ്റിൽ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ചെല്ലാനുള്ള കുറെ ദിക്റുകൾ ആക്കെ നല്ലത് തന്നെയാണ്. ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്താണ് ആ പറയുന്നത് എന്ന്. അങ്ങനെ പറയുന്നത്, اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾ ചെയ്തൊരു ദുആ ആണത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്താ, ദുആ ചെല്ലണ്ടെന്നൊന്നല്ല, അതിൽ കാര്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ് പറഞ്ഞാൽ, നല്ല മലയാളം ഉണ്ട്. നമുക്കറിയില്ല. മലപ്പുറത്താർക്ക് മലപ്പുറം, കോഴിക്കോട്ടുകാർക്ക് കോഴിക്കോട്, കാസർഗോഡുകാർക്ക് കാസർഗോഡ് ഭാഷയിലൊരു മലയാളം ഉണ്ട്. അതങ്ങനെ പറയാ. ആരോട്? ഹംദു സലാത്തും ചൊല്ലുക. അങ്ങനെ പറഞ്ഞു പോവാ, പടച്ചോനെ എനിക്ക് പുറത്തു തരണേ, എന്നെ നന്നാക്കണേ, എൻ്റെ അമ്മക്ക് കൊടുത്തു കൊടുക്കണേ, എൻ്റെ വാപ്പക്ക് കൊടുത്തു കൊടുക്കണേ, എൻ്റെ ഭാര്യക്ക് കൊടുത്തു കൊടുക്കണേ, എൻ്റെ ഭർത്താവിന് കൊടുത്തു കൊടുക്കണേ. അങ്ങനെ പറഞ്ഞ് അങ്ങനെ ചുറ്റുക. മനസ്സിലായില്ലേ? ദുആ അതാണ്. മുദ്രാവാക്യൊക്കെ അവിടെ വിളിക്കുന്നുണ്ടാവും. സ്ത്രീകളെ ശബ്ദം തെൽബിയത്തിന് പോലും ഉറക്കം പറയാൻ പാടില്ല. പക്ഷെ അവിടെ ഇങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞേക്കാം. എന്ത്? ഒരു ഉസ്താദ് ഇങ്ങനെ വിളിക്കണ്ടാവും, റബ്ബന. അപ്പൊ പെണ്ണുങ്ങളേക്കും, ആണുങ്ങൾ മന്ദപ്പന്മാരായിട്ട് ഇങ്ങനെ നടക്കണ്ടാവും. പെണ്ണുങ്ങൾ ഉറക്കം പറയണ്ട. കാരണം ഓരോ വളൊക്കെ വിറ്റിട്ടല്ലേ വരുന്നേ. അതിന് ഉസാറും കൂടി ഉണ്ടാവും, റബ്ബന ആർച്ചിന എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ മുദ്രാവാക്യം ഒന്നുമില്ല, വെറുതെ കയറി പോയാൽ അതിനേക്കാളും നല്ലത്. കാരണം ശബ്ദം ഉയർത്തരുത് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അള്ളാന്റെ റസൂൽ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദീൻ അതാണ്. അതുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് സ്വന്തം മലയാളത്തിൽ ഹംദു സലാത്ത് ചൊല്ലി അങ്ങനെ ചൊല്ലി തവാഫ് ചെയ്യാം. തവാഫ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ചുറ്റുന്നാണോ? അല്ല. ആൾക്കാർ സത്യത്തിൽ ചുറ്റലാണ് ഉദ്ദേശിക്കുന്നത്.
തവാഫ് കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭവനത്തിനെ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിലും പൊരുത്തത്തിലും അവന്റെ പടിവാദിക്കൽ ഇങ്ങനെ യാചിച്ച് നടക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? ഒരാള് ഇപ്പൊ റമദാൻ 27 എന്ത് ചെയ്യില്ല പറഞ്ഞാല് എല്ലാവർക്കും 1000 ഉറുപ്പിക വെച്ച് കൊടുക്കുന്നുണ്ട്. 200-500 നോട്ട് ഇങ്ങനെ കൊടുക്കാൻ. അപ്പം പരിസരത്തുള്ള ഈ പാവങ്ങളായ ആൾക്കാരെല്ലാവരും വന്ന് വാങ്ങിപ്പോണ്ട് എല്ലാവരും മെസ്സേജ് ഒക്കെ കൊടുക്കും, മണം വന്നു 1000 ഉറുപ്പിട്ടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും വന്ന് അങ്ങനെ ഒരു 10-11 മണിയായപ്പോൾ ഒന്ന് നിന്നു. ആരും വരാതായപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഒന്ന് മൂത്രയിക്കാനും ഒന്ന് ഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ കയറി ഡോറടച്ചു. ഒരാൾ അറിഞ്ഞു വന്നപ്പം ആ സമയം 11 ഇയാൾ ഉള്ളിൽ കയറിയ സമയം. അപ്പൊ ഇയാൾ കുറെ ആടെ നോക്കി, ശബ്ദം ഉണ്ടാക്കി നോക്കി, ആരും കൂടി കേൾക്കണമൊന്നുമില്ല. അപ്പൊ ഇവർക്കറിയാം ഇവിടുന്ന് എത്ര കിട്ടുപോയി, 1000 ഉറുപ്പിക കിട്ടും. അവിടെ എന്ത് ചെയ്തു പറഞ്ഞാൽ അങ്ങനെ ആ വീടിനെ ഇങ്ങനെ ആ വീട്ടിന്റെ നേരെ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇടത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോണ്ട് അവിടെ ഇങ്ങനെ ജനലും റൂംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ നടന്നു. അവിടെ ഇങ്ങനെ നടന്നു. എന്തിനാ നടക്കണേ, ഈ വീട്ടിലുള്ള ആരെങ്കിലും എന്നെ ഒന്ന് കണ്ടാൽ ഞാൻ ഇങ്ങനെ വന്നാണെന്ന് പറഞ്ഞാൽ 1000 ഉറുപ്പികല്ലോ എന്ന് ചോദിച്ചോണ്ട് ഇങ്ങനെ കറങ്ങാണ്. അപ്പൊ 1ാമത്തെ ജനൽ കഴിഞ്ഞ് അവിടെ ആരുമില്ല, 2ാമത്തെ ഡോറെത്തി അവിടെ ആരുമില്ല, പിന്നെ അടുക്കളുടെ അടുത്തെത്തി അവിടെയും ആരുമില്ല. എന്നാൽ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് കേൾക്കുന്നുണ്ട്, സംസാരം കേൾക്കുന്നുണ്ട്. അയാൾ അങ്ങനെ നടന്നു, അപ്പുറത്തെത്തി അങ്ങനെ വീണ്ടും അയാളോട് എത്തി, മുന്നിലെത്തി. അയാളോട് ചോദിക്കുകയാണ്, അവിടെ ഒരു കരിവേപ്പിന്റെ തൈ ഉണ്ടായിരുന്നു, അല്ല നിങ്ങൾ കണ്ടിന്യൂ വെച്ചാൽ ഒരു പെയിന്റിന്റെ ഒരു പാത്രം ഉണ്ടായിരുന്നു, അവിടെ നിങ്ങൾ കണ്ടിന്യൂ വെച്ചാൽ അയാൾ ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താ സംഭവം? അയാൾ കരിവേപ്പിന്റെ തൈയും പെയിന്റിന്റെ പാത്രവും നോക്കാൻ പോയതല്ല. അയാൾ എന്തിനു പോയതാണ്? അയാൾ ആ വീട്ടുകാരനെ കാണാൻ വേണ്ടി പോയതാണ്. ഇതേപോലെയാണ് ഹജറുൽ അസ്വദ്. അത് സ്വർഗത്ത് നിറക്കിയ കല്ലാണ്. അതിന്റെ മുന്നിൽ ആരെല്ലാം വരുന്നുണ്ടോ ഓരൊക്കെ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓരൊക്കെ ഇന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നാളെ അതിന്റെ പേപ്പർ പുറത്തേക്ക് കൊണ്ടുവരും, അത് തെളിവായിട്ട് സാക്ഷിയായിട്ട്. മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക്? അതുകൊണ്ട് ഹജറുൽ അസ്വദ് അവിടുന്ന് ദുആ കബൂലാവും. ഹജറുൽ അസ്വദിന് കഴിഞ്ഞ് വിടുന്നത് തന്നെ എവിടേക്കാണെന്ന് പറഞ്ഞാൽ മുൽത്തസമിലേക്കാണ്. എവിടെയാണ്? മുൽത്തസമിന്റെ പ്രത്യേകത നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുൽത്തസമിൽ ആരെങ്കിലും തൻ്റെ ദുആ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവന്റെ ദുആ സ്വീകരിക്കാതിരിക്കുകയില്ല. അവിടുത്തെ മുൽത്തസം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ. അവിടെ ഈ കണ്ട ലക്ഷങ്ങളൊന്നും നിൽക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് വിചാരിച്ചാൽ മതി പറഞ്ഞാൽ ഇടിച്ച് തള്ളി പിടിച്ചൊന്നും ചെയ്യാനുള്ള പണിയല്ലത്. നമ്മൾ സമാധാനമായിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി. അതുകൊണ്ടാണ് നിബിധങ്ങൾ സാധനങ്ങൾ പറഞ്ഞത്, ഹജറുൽ അസ്വദ് മുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കൈ പൊക്കി അങ്ങനെ ഇസ്തിലാം ചെയ്താലും മതി എന്ന് പറഞ്ഞു. മുൽത്തസം എത്തുമ്പോൾ നമ്മൾ പറയാം, പടച്ചോനെ മുൽത്തസമിന്റെ മുന്നിലാണ് ഞാനുള്ളത്. ഹജറുൽ അസ്വദിന്റെയും വാതിലിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് എന്ത്? മുൽത്തസം. അത് കഴിഞ്ഞാൽ പിന്നെ വാതിലായി നല്ല ഹൈറ്റിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന കോലത്തിലാണ് എന്ത് വെച്ചത്? വാതിൽ. ആ വാതിലിനെത്തുമ്പോൾ വാതിൽ സ്വർണ്ണാണ്. അത് സ്വർണം നോക്കാൻ പോകുന്നതല്ല നമ്മള്. അത് സ്വർണ്ണായാലും വെള്ളിയായാലും പിച്ചറായാലും നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ റബ്ബിന്റെ വീടിന്റെ വാതിലാണ്. വാതിലിന്റെ അടുക്കലെത്തിയിട്ട് ഒരാള് കൈ നീട്ടലും യാചിക്കലും മുട്ടലൊക്കെ അവിടെയാണ്. പടച്ചോനെ ഞാൻ വാതിലിന്റെ അടുത്തെത്തിന്, പടച്ചോനെ നീ എനിക്ക് പുറത്തു തരണേ, എന്നെ നന്നാക്കണേ, എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറയണം. വാതിൽ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ മഖാമി ഇബ്രാഹിം എത്തും. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മഖാമ ഇബ്രാഹിമിന്റെ അവിടെ നിസ്കാര സ്ഥലമാക്കി ഉലമാക്കൾ പറയുന്നത്. അവിടെ എന്ത് ചെയ്യും? ദുആ സ്വീകരിക്കുന്ന സ്ഥലമാണ്. ദുആ കഅബന്റെ ചുറ്റും സ്വീകരിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ ഹിജ്ർ ഇസ്മായിൽ എത്തുക. വളച്ചുകെട്ടിന്റെ അവിടെ മൊത്തം ദുആ സ്വീകരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടുന്ന് നമ്മൾ അതിന്റെ നേരത്തും അവിടുന്ന് പറഞ്ഞു പോവാണ്. പാത്തിന്റെ ആ ഹിജ്ർ ഇസ്മായിലിന്റെ അവിടെയാണ് പാത്തിയുള്ളത്. പാത്തിന്റെ അവിടുന്ന് ദുആ കബൂലാവും, സ്വർണ്ണപ്പാത്തിന്റെ. അത് കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെ വരുമ്പോൾ റുക്കുനുൽ യമാനി എത്തും, അവിടുന്ന് ദുആ കബൂലാവും. പിന്നെ റുക്കുനുൽ യമാനി മുതൽ ഹജറുൽ അസ്വദിന്റെ അവിടെ എന്തായാലും ദുആ കബൂലാവുന്ന സ്ഥലമാണ്. റബ്ബനാ ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നാണ് അവിടുത്തെ ദുആ. അപ്പൊ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കുകയാണ്. അപ്പൊ എന്താണ് ഈ ചെല്ലണെന്ന് പറഞ്ഞാൽ, എവിടുന്നാണ് എന്നെ സ്വീകരിക്കാന്ന് എനിക്കറിയില്ല. എവിടുന്നെങ്കിലും എൻ്റെ പാവങ്ങളൊക്കെ പുറത്തുനിന്ന് എന്നെ ഒന്ന് സ്വീകരിക്കണേ പടച്ചവനെ എന്നാണ് ഈ ചുറ്റ്. ഇങ്ങനത്തെ ചുറ്റാണ്. ഇങ്ങനത്തെ ചുറ്റാണ് നിങ്ങൾ ചുറ്റണമെങ്കിൽ
നിങ്ങൾ വേറുള്ള ഒന്നും അറിയില്ല. കരിയപ്പും തയ്യും അവിടുത്തെ പെയിന്റ് പാത്രം ഒന്നും നിങ്ങൾ കാണാത്ത പോലെ അവിടെ നടക്കുന്ന ഒന്നും കാണൂല. അല്ല, ചടങ്ങായിട്ട് ചുറ്റുകയാണെങ്കിൽ ഇത്ര അപകടകരമായ സ്ഥലം ലോകത്ത് വേറെ ഒരു മുഅ്മിനില്ല. മനസ്സിലായി നിങ്ങൾക്ക്? ഇത്ര അപകടകരമായ വേറൊരു സ്ഥലം ലോകത്ത് മുഅ്മിന് വേറെ ഇല്ല. കാരണം ഏതൊക്കെയോ രാജ്യത്തുള്ള പെണ്ണുങ്ങൾ, ഏതൊക്കെയോ ആണുങ്ങൾ എല്ലാരും ചേർത്ത് ഒരു മൈതാനത്ത് എന്ത് ചെയ്യാണ്? അല്ലാഹു തആല ഇറക്കാണ്. കുറുക്കനെയും കോയിനെയൊക്കെ ഒരു മൈതാനത്ത് ഇറക്കാണ്. അതുകൊണ്ട് നമ്മളെ കണ്ണ്, നമ്മളെ മനസ്സിനൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ചില ആൾക്കാർ പറയും മത്താഫിൽ ഭയങ്കര പേടിയാണ്. എന്താ പേടി? വെറുതെ ചുറ്റിട്ടാണ് പേടി. ഇതാകുമ്പോൾ ഒരു പേടി ഉണ്ടാവില്ല. ഓൻ അള്ളാനെ കണ്ടുകൊണ്ടാണ് പോണത്. അതുകൊണ്ട് ഈ യാത്രയിൽ വരുന്ന ആൾക്കാരോട് ഞാൻ ആദ്യം തന്നെ പറയാണ്, ഇതിൽ വരാത്ത ആൾക്കാരെ ആരെങ്കിലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളെങ്കിൽ ഓരോട് ഇത് പറയാൻ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ദയവ് ചെയ്ത് ജീവനുള്ള ഒരു വസ്തുവിൻ്റെ ഫോട്ടോ ഈ യാത്രയിൽ എടുക്കരുത്. മനുഷ്യന്റെ മാത്രമല്ല, ഓരോന്നിൻ്റെ ഫോട്ടോ എടുക്കരുത്. അങ്ങനത്തെ ആർക്കെങ്കിലും പൂതി ഉണ്ടെങ്കിൽ ഓലാരും ഈ കൂട്ടത്തിൽ യാത്ര ചെയ്ത് വരും വേണ്ട. ഫോട്ടോ എടുപ്പില്ലേ ഇല്ല. മനസ്സിലായില്ലേ? അവിടെ ഇറങ്ങി കയറാൻ കിട്ടിയൊരു ഫോട്ടോ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റേ ഇൻസ്റ്റഗ്രാമിലേക്ക് അല്ലെങ്കിൽ പിന്നെ ഗ്രൂപ്പിലേക്ക് സ്റ്റാറ്റസ് ഒക്കെ കൊടുക്കുക. നിങ്ങളാരും അറിയാതെ കണ്ട ഞാനിപ്പം ഇവിടെ ഉള്ള മക്കത്താണ്. അവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ പറഞ്ഞ കാര്യം കാണാം. കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കുക എന്നുവെച്ചാൽ മുഖം കഅബയിലേക്കല്ല, കഅബയിലേക്ക് ബാക്ക് ആക്കിയിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവണ ഞാൻ പറഞ്ഞ്? കഅബ എവിടെ വരിക? ബാക്കിൽ. എന്നിട്ട് കൈ ഇങ്ങനെ പുറത്ത് നിൽക്കുക. എന്നിട്ട് ഒരു അബു വരി ഫോട്ടോ എടുക്കുക. ഈ കൈ ഒന്നിക്കണം ദ്വാരക്കാനല്ല, പിന്നെ എന്തിനാണ്? ഫോട്ടോ എടുക്കാൻ. അവനേക്കാളൊക്കെ വലിയ അക്രമി ആരല്ലേ? പക്ഷെ ഐറ്റങ്ങൾ നിങ്ങൾ അക്രമിയാന്ന് വിചാരിക്കരുത് കേട്ടോ. ഐറ്റങ്ങൾക്ക് ഇതാരും പറഞ്ഞു കൊടുത്തില്ല. ഓരോ കണ്ടങ്ങൾ ആരും അക്രമിയാന്ന് വിചാരിക്കുകയും ചെയ്ത പാവങ്ങളാണ്, പച്ച പാവങ്ങളാണ് ഐറ്റങ്ങൾ. മനസ്സിലായില്ലേ? ഇതിലാരെങ്കിലും എടുത്താല് ഓൻ അക്രമിയാണ്. ഓൻ ചെണ്ടിത്തരം ചെയ്ത ആളാണ്. ഓനൊക്കെ തൂക്കിയെടുത്ത് എറിയും ചെയ്യും. ആര്? അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് പറഞ്ഞത്, വലിയ ക്യാമറയുള്ള ഫോണൊന്നും കയ്യിൽ നിന്ന് കൊണ്ടുവരാക്കുക. ഇനി കൊണ്ടുവന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല. എന്ത് ചെയ്യാൻ പറ്റൂല? ഫോട്ടോ എടുക്കാൻ. നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതല്ല, നമ്മൾ വേറെ ലക്ഷ്യത്തിന് വന്നതാണ്. അവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടാവും, മൊബൈൽ എടുക്കുന്നുണ്ടാവും, മൊബൈലിൽ ഇങ്ങനെ വർത്താനം പറയുന്നുണ്ടാവും. അഞ്ചാമത്തെ ചുറ്റ് കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോ വരാം. എന്താ ഇത്? മനസ്സിലായിട്ട് നിങ്ങൾക്ക്? അവിടെ ഒരിക്കലും ഈ പണിയേ ചെയ്യരുത്. നമ്മൾ മത്താഫിൽ ഇറങ്ങിയാൽ ഞാൻ മറന്നാൽ നിങ്ങൾ ഓർമ്മാക്കണം. തെറ്റിയാൽ എവിടെ നിൽക്കേണ്ടത് എന്നുള്ളൊരു സ്ഥലം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നാൽ മതി. സ്വസ്ഥമായിട്ട് അവരവരുടെ അമലുകൾ ചെയ്തിട്ട് അവിടേക്ക് വന്നാൽ മതി. ഭാര്യ തെറ്റിയാലും ഭർത്താവ് തെറ്റിയാലും ഒന്നും പ്രശ്നമില്ല. ആ മത്താഫിന്ന് പുറത്തു പോകാഞ്ഞാൽ മതി. ആളെ കണ്ടുപിടിക്കാൻ മതി. ഫോട്ടോ എടുക്കുകയെ വിളിക്കുകയെ പറയാ ഒന്നും ചെയ്യരുത്. ഇന്ന് അധികം ആൾക്കാർ ഉമ്രി അഞ്ചു പോണ മൊബൈൽ മേല. അതുകൊണ്ട് ആ കാര്യം നല്ല പോലെ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് തവാഫ് 7 പ്രാവശ്യം ചുറ്റുക, അള്ളാഹുവിനോർത്ത് ചുറ്റുക. കുറുക്കനെയും കോയിലൊക്കെ ഒരു മൈതാൻ ചേർക്കണം അള്ളാഹു. അല്ലാണ്ട് പെണ്ണുങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം തവാഫ്, ആണുങ്ങൾക്ക് അസറിന് ശേഷം തവാഫ്, അങ്ങനൊന്നും ഇല്ല അവിടെ. അവിടെ എനി ടൈം എല്ലാവരും അറിഞ്ഞു. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞാൽ തവാഫ് കഴിഞ്ഞാൽ പിന്നെ സുന്നത്തായ ഒരു അമലുണ്ട്. മഖാമ ഇബ്രാഹിമിന്റെ പിന്നിൽ എന്ത് ചെയ്യാം? 2 റക്അത്ത് തവാഫിന്റെ സുന്നത്ത് നിസ്കരിക്കാം. നേരത്തെ നമ്മൾ നിസ്കരിച്ച എന്തിൻ്റെയാണ്? ഇഹ്റാമിന്റെ സുന്നത്താണ്. ഇത് തവാഫ് ചെയ്ത് കഴിഞ്ഞിട്ടായപ്പോൾ തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം മഖാമ ഇബ്രാഹിമിന്റെ പിന്നിൽ. അതിലും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ 1-ാമത്തെ റക്അത്തിൽ, 2-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. നല്ല പോലെ ദുആ ചെയ്യാം. മഖാമ ഇബ്രാഹിമിന്റെ പിന്നിൽ ദുആ സ്വീകരിക്കപ്പെടുന്ന സ്ഥലമാണ്. ഇനി അവിടെ ഭയങ്കര തിരക്കാണ്, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിന്ന് പോയി വെച്ചിട്ട് എന്തില്ല? ഒരു കുഴപ്പമില്ല. ഒന്ന് അങ്ങോട്ടോ മാറി നിന്ന് വെച്ചൊരു കുഴപ്പമില്ല. മഖാമ ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ചെയ്യാനുള്ള അമൽ. ഇത് കഴിഞ്ഞാൽ പിന്നെ ചില ആൾക്കാരൊക്കെ ഈ നേരെ വരെ റൂമൊക്കെ വന്നിട്ട് മുടി വെച്ച ആൾക്കാരുണ്ട്. കാരണം അറിയില്ല എന്താ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ള അമൽ എന്താണ്? സഅയാണ്. അപ്പൊ നമ്മൾ നേരെ എവിടേക്ക് പോകണം? സഅയ് ചെയ്യാൻ വേണ്ടി പോകണം. ആ പോണ സമയത്ത് എന്ത് ചെയ്യണം? അവിടെ സംസം ഉണ്ടാവും. നബി തങ്ങൾ മഖാമ ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിച്ചതിന് ശേഷം സംസം കിണറിന്ന് വെള്ളം കോരി കുടിച്ച് ഒരല്പം തലയിൽ ഒഴിച്ചിട്ടാണ് എവിടേക്ക് പോയത്? സഅയ്ക്ക് പോയത്. അപ്പൊ നമുക്കിന്ന് കോരൊന്നും വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം? അവിടെ പാത്രത്തിൽ നിന്ന് കിട്ടും. അപ്പൊ ഒരു 1/2 ഗ്ലാസ് കുടിക്കുക. എത്ര? എന്തിനാണ് 1/2 ഗ്ലാസ് കുടിക്കാൻ പറഞ്ഞാല് അവിടെ സാധനം ഇല്ലാത്തോണ്ടല്ല. 1/2 ഗ്ലാസ് കുടിച്ചാലേ ഫുള്ള് കിട്ടിയതല്ലേ നേരത്തെ കുടിച്ചാല് സൈൻ്റെ ഇടയിൽ എവിടേക്ക് പോകേണ്ടി വരും? മൂത്രയിക്കാൻ വേണ്ടി വരും. ഇതൊരു കോമൺ നിയമമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാണ്. ഹറമക്ക് പ്രവേശിക്കുമ്പം
വെള്ളം അഥവാ അത്യാവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് മാത്രമേ കുടിക്കാവൂ. പിന്നെ വയറ് നിറച്ചും കുടിക്കാം. എപ്പം? പോരാ നേരത്തെ. ഇപ്പൊ സുബീസ്കാരം കഴിഞ്ഞ് പോരാണ്, നല്ലോണം കുടിച്ചോളി സംസം, ശരീരത്തിലൊക്കെ എത്തട്ടെ. വയറ് നിറച്ച്, മൂമിൻ വയറ് നിറച്ച് കുടിക്കും. ചിലർക്ക് അതിന്റെ ചോയ പറ്റൂല്ലെങ്കിൽ നിഫാക്ക് ചെറുതായിട്ടുണ്ടായിട്ടാണ് അതിന്റെ ചോയ പറ്റാത്തത്. ചോയ പറ്റാത്തത് നിഫാക്ക് കൂടുമ്പോഴാണ്. മുനാഫിക്കിന് അത് വയറച്ച് കുടിക്കാൻ പറ്റൂല എന്ന് റസൂലുള്ളാഹി. അതുകൊണ്ട് ഞാൻ മുനാഫിക്ക് അല്ലാന്ന് കൂടി തെളിച്ചേണ്ട ആരും പണിയാണ്. അതുകൊണ്ട് നല്ലോണം കുടിക്കുക. എപ്പം? തിരിച്ചു വരും. എന്നാൽ റൂമിൽ എത്തിയപ്പോഴത്തിനും മുദ്രയ്ക്ക് ഇറങ്ങപ്പെടുന്നതിനൊക്കെ മുദ്രയ്ക്ക് വെച്ച് റാറ്റായി പിന്നെ പോവാം. മനസ്സിലായില്ലേ? ഇത് സന്ദർഭോചിതമായി സമയത്തിന് പറഞ്ഞതാണ്. അപ്പം തലയിൽ വെള്ളമൊഴിക്കുക. സംസം കുടിക്കുന്ന സമയത്ത് ദുആ കബൂലാകുന്നതാണ്. അവിടുന്ന് നമുക്ക് ദുആ ചെയ്യാം. അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? ദുആ ചെയ്യാം. പിന്നീട് നമ്മൾ സഫ മർവയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഒരു ആയത്ത് ഓതാനുണ്ട്. ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ഒരായത്ത് ഓതാനുണ്ട്. പറ്റുന്നവർക്കൊക്കെ ഇപ്പൊ പഠിക്കാൻ സമയമുണ്ട്, ഒരാഴ്ച ഉണ്ട്, എന്ത് ചെയ്യാ? ആ ആയത്ത് പഠിക്കുക. ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ് എന്നുള്ളത് അത് ചൊല്ലിട്ടാണ് കയറേണ്ടത്. സഫയിലേക്ക് കയറാം. അബ്ദഉ ബിമാ ബദ അല്ലാഹ്. അല്ലാഹ് തുടങ്ങിയോണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹ് തുടങ്ങിയത് എന്നുമെന്നാണ്? ഇന്ന സഫ എന്നാ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് എന്താണ്? സഫേൻ. അതുകൊണ്ട് സഫേന്നാണോ തുടങ്ങണ്ടേ മർവെന്നാണോ തുടങ്ങണ്ടേ സംശയിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഏതാണ്? സഫ. അപ്പൊ സഫയിൽ കയറി കഅബയിലേക്ക് നേരെ തിരിഞ്ഞു നിൽക്കുക, ദുആ ചെയ്യാം, നല്ല പോലെ ദുആ ചെയ്യാം. സഫയിലേക്ക് കയറി എന്നിട്ട് എന്ത് ചെയ്യാം? നല്ല പോലെ ദുആ ചെയ്യാം. അവിടുന്ന് ദുആ കബൂലാകുന്ന സ്ഥലമാണ്. അപ്പൊ ചെയ്ത നമ്മളോട് പറയും, ഇപ്പൊ അവിടുന്ന് തോരുന്നില്ലേ, ഇവിടുന്ന് തോരുന്നില്ല എന്നൊക്കെ പറയും. ഭായി, എവിടുന്നാണ് ഇത് കബൂലാകാന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ദുആ ചെയ്യാൻ മടിയുള്ള ആളൊന്നും ഇതിന് പോന്നിട്ട് കാര്യമില്ല. ദുആ നല്ലോണം ചെയ്യാം മലയാളത്തിൽ. മനസ്സിലായില്ലേ? ചിലർ അവിടെ ഉണ്ടാവും, ഒരു ബുക്കൊക്കെ പിടിച്ച് ഇങ്ങനെ പറയും. എന്താ പറഞ്ഞ ഓർക്കും അറിയില്ല, ഓൾക്കും അറിയില്ല, അങ്ങനെ പറയണ്ടാവും. സ്വീകരിക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ചില സാധനം ഉണ്ടല്ലോ, അത് എവിടുന്ന പറയണ്ടേ? അത് ഉള്ളെന്ന് പറഞ്ഞാലേ എന്തുണ്ടാവുള്ളൂ? അതിന്റെ ജീവൻ ഉണ്ടാവുള്ളൂ. അതിന്റെ ജീവൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഉള്ളെന്ന് പറഞ്ഞില്ലെങ്കിൽ അതിന് ജീവൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ആ കാര്യം നല്ലപോലെ ശ്രദ്ധിക്കുക, നല്ലപോലെ ദുആ ചെയ്യുക സഫേന്ന്. എന്നിട്ട് സഫേന്ന് നേരെ താഴേക്കിറങ്ങി ഇങ്ങനെ നടന്നു വരുമ്പം ഒരു പച്ച ട്യൂബ് ലൈറ്റ് ഉണ്ടാവും. അത് കാണാതെ ഒന്നുമില്ല, ബേജാറൊന്നും വേണ്ട. ആ ട്യൂബ് ലൈറ്റിന്റെ അടുത്തുമ്പോൾ പുരുഷന്മാര് തോള് കുലുക്കിട്ട് എന്ത് ചെയ്യണം? പോണം. സ്ത്രീകൾ പതുക്കെ നടക്കാം. അവിടെ ചെല്ലണ്ടേ റബ്ബി ഇഗ്ഫിർ വർഹം വതജാവസ് അമ്മാ തഅലം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഞാൻ ചെല്ലിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഹജ്ജിലും ഉംറയിലും ചെല്ലലും ഒന്നും എന്തില്ല, നിർബന്ധമില്ല. ഒന്നും ചെല്ലൽ നിർബന്ധമില്ല. സുന്നത്തായ രീതിയിൽ ചെല്ലാം, പിന്നെ ദുആ ചെയ്യാം. അപ്പൊ ഈ സഫ മർവയിൽ കൂടി നടക്കുമ്പോൾ നമ്മൾക്ക് നല്ല അടിച്ചുപൊളി സ്ഥലം, നല്ല AC, ഫുള്ള് വാളൊക്കെ ഭയങ്കര നല്ല അടിച്ചുപൊളി ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് അടിയൊക്കെ നല്ല ഉഷാറാക്കിയിട്ടുള്ള സ്ഥലം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇങ്ങനെ അവിടെയൊക്കെ ചുമരൊക്കെ നോക്കി, ഫാന്, ഗ്രാനൈറ്റിന്റെ കുത്ത് പുള്ളിയൊക്കെ നോക്കി അന്തം വിട്ട് ഇങ്ങനെ. അപ്പൊ രാവിലെ മോർണിംഗ് വാക്കിന് ഇറങ്ങണമാതിരി അങ്ങനെ അന്തം വിട്ട് നടക്കാനുള്ള സ്ഥലമല്ല അത്. അവിടെ വലിയൊരു സംഭവമാണ്, വലിയൊരു സംഭവം. ആ മക്കയിൽ ആരും ഇല്ലായിരുന്നു. നിങ്ങളവിടെ പോയാൽ കാണാം പാറകൾ എന്താണെന്നല്ലേ. നമ്മളൊന്നും കണ്ടത് പാറല്ല, വെറും കരിപ്പാറ കൂട്ടങ്ങൾ ഉണ്ടാവുമ്പോൾ ബിൽഡിങ്ങുകളോ ഒന്നുമില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഫലസ്തീനിന് ഭാര്യനെയും ഒരു കൈക്കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചു. ഒറ്റക്ക് മടങ്ങിപ്പോയി. ഒറ്റക്ക് അമ്മയും ആ മകനും എന്തൊക്കെയാണ് ജീവിതത്തിൽ അനുഭവിച്ചതെന്ന് ഓർക്കും അല്ലാഹ്ക്കും മാത്രമേ അറിയുള്ളൂ. മടങ്ങിപ്പോകുമ്പോൾ ചോദിച്ചു, നിങ്ങൾ എവിടുക്കാൻ പോണേ? ഞങ്ങളിട്ടിട്ട് എന്നൊക്കെ. വെള്ളത്തിനുള്ള തരത്തീവുണ്ടാക്കിയില്ല, ഭക്ഷണത്തിലുള്ള ഇല്ല, കൊണ്ടുവന്ന എന്താണോ അതേ ഉള്ളൂ. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പോകുമ്പം എന്ത് ചോദിച്ചിട്ടും മറുപടി ഇല്ലാതെ ഇപ്പം ഹാജർ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദ, അല്ലാഹ് നിങ്ങളോട് ഇത് കൽപ്പിച്ചതാണോ, അല്ലാഹ് നിങ്ങളോട് കൽപ്പിച്ചതാണോ ചോദിച്ചപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം അതേ എന്നുള്ള നിലയിൽ തല ആംഗ്യം കാണിച്ചിട്ട് പോയതാണ്. അപ്പം ഹാജർ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇദൻ ലയുദയ്യഅന അല്ലാഹ്, അല്ലാഹ് ഞങ്ങളെ പാഴാക്കൂല എന്ന് പറഞ്ഞു. അല്ലാഹ് ഞങ്ങളെ
പാഴാക്കൂല എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞതൊന്നും ഒറ്റയ്ക്ക് നിങ്ങൾ ആലോചിക്കും. നമുക്ക് പറയാൻ കഴിയുമത്? നമ്മളെ ഭർത്താവോ നമ്മളെ വാപ്പയോ നമ്മളാരെങ്കിലും ഇല്ലാതെ നമ്മൾ ഒറ്റപ്പെട്ടു പോയാൽ നമുക്ക് കഴിയുമോ ഞങ്ങൾക്ക് അള്ളണ്ട് എന്ന് പറയാൻ? അത് പഠിപ്പിക്കാനാണ് സത്യത്തിൽ ആണിനെയും പെണ്ണിനെയൊക്കെ കൊണ്ടുപോകുന്നത്. അള്ളാഹ്ക്ക് വേണ്ടി വിട്ടിട്ട് പോവുക, അത് ദീനിന്റെ ഭാഗമാണ്. ജീവിതം മുഴുവനും ഉമ്മന്റെയും വാപ്പന്റെയും മക്കളെയും ഭാര്യന്റെയും കൂടെ നിൽക്കലല്ല ദീൻ. അള്ളാഹ്ക്ക് എന്താ പൈൽ കിട്ടാനുള്ളത്? ഇബ്രാഹിം നബിനെയും കൂടി അവിടെ നിർത്തിക്കൂടെ? ഇല്ല, അള്ളാഹ് നമ്മൾക്ക് പഠിപ്പിച്ചു തരാൻ. അള്ളാഹ്ക്ക് വേണ്ടി എന്തും ഒഴിവാക്കാൻ റെഡിയാണ്. ഭാര്യനെ ഒഴിവാക്കണമെങ്കിൽ റെഡി, മക്കളെ ഒഴിവാക്കണമെങ്കിൽ റെഡി, ഭർത്താവിനെ ഒഴിവാക്കണമെങ്കിൽ റെഡി. അള്ളാഹ് എനിക്ക് ഏറ്റവും വലുത്. ആ ഉമ്മ ആ കുട്ടി അവിടെ നിന്നു. രാത്രി എങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുക, പകലെങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുക. കരിമ്പാറകളാണ്, ശക്തമായ ചൂടായിക്കും. അങ്ങനെ ദാഹിച്ചു വലഞ്ഞു. ഇസ്മായിൽ അലൈഹിസ്സലാം കരയാൻ തുടങ്ങി. ഒരു ഉമ്മക്ക് സ്വന്തം ദാഹം ശമിക്കും, പക്ഷെ മക്കളുടെ ദാഹം ഒരു ഉമ്മി വാപ്പി എങ്ങനെ സഹിക്കാനാണ്? അവസാനം ഹാജർ റളിയല്ലാഹു അൻഹ സഫയുടെ ഭാഗത്തേക്ക് ഓടി, സഫന്റെ കുന്നിന്റെ മുകളിൽ കയറി പരിസരത്തേക്ക് നോക്കി. ആരുമില്ല. ഏതെങ്കിലും ഒരു യാത്രാ സംഘം മറ്റു പോകുന്നുണ്ടെങ്കിൽ ഒരു ഇറ്റ് വെള്ളം വാങ്ങി എൻ്റെ കുട്ടിൻ്റെ ചുണ്ട് നനച്ചു കൊടുക്കാമായിരുന്നു എന്ന് കരുതിയിട്ട് ആ ഉമ്മ ഓടിയതാണ്. അവിടുന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ട് വന്നു, മർവയിലേക്ക് ഓടി. മർവയിൽ നിന്ന് നോക്കി, കാണില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും 7 പ്രാവശ്യം ഓടിയപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ കിടന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ചിറക് കൊണ്ട് ഒരടി അടിച്ചപ്പം അല്ലാഹു തആല അവിടുന്ന് വെള്ളം പുറപ്പെടുവിച്ചത്. വെള്ളം വന്നു, അത് തടഞ്ഞു നിർത്തിയിട്ട് അത് പിന്നെ ഒഴുകി പോണത് കണ്ടപ്പം ഹാജർ റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ് സം സം, മതി മതി, നിൽക്കട്ടെ എന്ന് പറഞ്ഞത്. അതാണ് സംസം എന്ന് പറഞ്ഞത്. ആ വെള്ളമാണ് നമ്മൾ കുടിച്ചത്. ആ സ്ഥലത്തൂടെയാണ് നമ്മൾ നടക്കുന്നത്. അല്ലാണ്ട് അവിടുത്തെ ഫാനോ അവിടുത്തെ മാർബിളോ അല്ലെങ്കിൽ നമ്മളെ മൊബൈലോ ഒന്നുമല്ല. അതുകൊണ്ട് അവിടെ നടക്കുമ്പം ആ ബോധത്തോടു കൂടി നടക്കുക. ഞങ്ങളമ്മ ഹാജർ റളിയല്ലാഹു അൻഹ അതിലെ നടന്നിട്ടുണ്ടല്ലോ, അന്ന് എത്ര വേദനിച്ചാണ് നടന്നത്. അതുകൊണ്ട് സഫയിൽ മറുവയിൽ അതിനിടയിലുള്ള സ്ഥലങ്ങൾ ദുആ കബൂലാണ് സ്ഥലം. നല്ലപോലെ ദുആ ചെയ്യാൻ സമയം ഉണ്ടാവും. ദുആ ചെയ്ത് നടന്നുകൊണ്ട് പോവുക, കണ്ണിന്ന് കണ്ണുനീരൊലിപ്പിച്ച് പോവുക. മറുവയിലെത്തിയാൽ കാബയിലേക്ക് തിരിഞ്ഞിക്കുക, ദുആ ചെയ്യുക, വീണ്ടും നടക്കുക. പച്ച കാണും, വീണ്ടും അവിടുന്ന് പുരുഷന്മാർ സ്പീഡിൽ നടക്കുക, സ്ത്രീകൾ പതുക്കെ നടക്കുക. സഫയിൽ നിന്ന് തുടങ്ങി മറുവയിലെത്തിയപ്പം 1 മറുവയിൽ നിന്ന് സഫയിലേക്ക് 2, സഫയിൽ നിന്ന് മറുവയിലേക്ക് 3, മറുവയിൽ നിന്ന് സഫയിലേക്ക് 4, സഫയിൽ നിന്ന് മറുവയിലേക്ക് 5, മറുവയിൽ നിന്ന് സഫയിലേക്ക് 6, സഫയിൽ നിന്ന് മറുവയിലേക്ക്. അപ്പം മറുവയിൽ അവസാനിക്കും 7ാമത്തേത്. അതോടുകൂടി സഈ എന്നുള്ള ആ അമലും തീർന്നു. സഫ മറുവന്റെ ഇടയിൽ അഥവാ ഒരാളെ വുളു നഷ്ടപ്പെട്ടു പോയാലും എന്തില്ല, കുഴപ്പമില്ല. മനസ്സിലായോ? സഈന് വുളു എന്തില്ല, നിർബന്ധമില്ല. പക്ഷെ തവാഫിന് എന്ത് വേണം? വുളു നിർബന്ധം. ഈ സവാഫും സഈയും ഒക്കെ ചെയ്യുന്നതിനിടയിൽ എണ്ണം തെറ്റിപ്പോയാൽ, എണ്ണം തെറ്റിപ്പോകാറിഞ്ഞാൽ ചിലപ്പം 5 ആണോ 4 ആണോ എന്ന് സംശയിച്ചാൽ എത്ര എടുക്കേണ്ടത്? നമ്മൾ നിസ്കാരത്തിൽ സംശയം വരുന്ന പോലെ തന്നെ 4 വിചാരിച്ച് പിന്നെ എന്ത് ചെയ്യുക, ബാക്കിയുള്ളത് പൂർത്തിയാക്കാം. മനസ്സിലായില്ലേ? സഫയിൽ ഇത് 3ാമത്താണോ 4ാമത്താണോ എന്നൊക്കെ അങ്ങനെ സംശയം, 3ാമത്താണോ 5ാമത്താണോ എന്ന് സഫ മർവന്റെ ഇടയിൽ സംശയം വന്നാൽ 3 വിചാരിച്ച് വീണ്ടും പിന്നെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എണ്ണത്തെയും ശ്രദ്ധിക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ബാക്കിയുള്ള അമൽ മുടി കളയലാണ്. എന്താണ്? മുടി കളയലാണ്. മുടി കളയാന് സ്ത്രീകൾ ഒരു കാരണവശാലും മറുവേന്ന് മുടി കളയരുത്. ഒരു റൂം വന്നിട്ട് ഒരു മുടി ഔറത്താണ്. അതുകൊണ്ട് ഒരു റൂം വന്നിട്ട് ഒരു മുടികളെല്ലാം ചേർത്ത് പിടിച്ചിട്ട് അതിന്റെ തുമ്പ് ഭാഗം ഒരൽപ്പം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക, കത്രിക കൊണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം എന്താണ്? സ്വന്തം മുടി മുറിക്കാതെ വേറെ ആളെ മുടി എന്ത് ചെയ്യരുത്, മുറിച്ചെടുക്കരുത്. എന്നുവെച്ചാൽ മോള് ഉമ്മന്റെ മുടി മുറിച്ചെടുത്തു, എന്നിട്ട് പിന്നെ ഉമ്മ ഓളത് മുറിച്ചെടുത്താൽ പറ്റൂല. അപ്പോഴും വേറുള്ള ആളെ രോമം പറിച്ചതിൻ്റെയൊക്കെ നിയമവും. മനസ്സിലായില്ലേ? അപ്പൊ സ്വന്തമായി തഹല്ലുലാവുക എന്ന് പറയും. ആരായാലും ആണുങ്ങളായാലും വേറെ ആളെ മുടി മൊട്ടടിച്ചു കൊടുക്കരുത്. എന്താവാതെ? സ്വന്തം തഹല്ലുലാവാതെ. മനസ്സിലായില്ലേ? അപ്പൊ ഒരു കത്രിക വെക്കണം. കത്രിക വെക്കേണ്ടതൊക്കെ ലഗേജിലാണ്, എന്തിലല്ല? ഹാൻഡ് ബാഗിൽ. ഹാൻഡ് ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ കൈ പിടിച്ചിട്ട് ഫ്ലൈറ്റിൽ കയറാനുള്ളതാണ്. ബാക്കിയുള്ള ബാഗേജൊക്കെ എന്താണ്? ലഗേജിലാണ്. മനസ്സിലായില്ലേ?
ഇതോടുകൂടി ഉംറന്റെ അമലുകൾ എന്തായി? പൂർത്തിയായി. ഇതോടുകൂടി ആ ഉംറന്റെ അമലുകൾ, ബാക്കിയുള്ള അമലുകളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ ഉണ്ടാവും. നമുക്ക് അവിടുന്ന് ആ കാര്യങ്ങൾ പറയാം. ഇനി ഇതിൽ അത്യാവശ്യമായ കുറച്ച് കാര്യങ്ങളോട് പറയാനുള്ളത്, ഹജ്ജും ഉംറയൊക്കെ പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു എന്ത്? ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിൽ അല്ലെങ്കിൽ ഉംറയിലൊക്കെ വികാരപരമായ തിന്മകൾ ഉണ്ടാവരുത്. വികാരപരമായ തിന്മകൾ ഉണ്ടാവരുത്. പിന്നെ കുറ്റകൃത്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. വലാ ജിദാല, തർക്കം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഒറ്റയ്ക്ക് ആലോചിച്ച് നോക്കുക, അന്യ സ്ത്രീ പുരുഷന്മാർ, അവരെ കാണൽ, അവരോട് ആ രീതിയിലുള്ള ബാക്കിയുള്ള ബന്ധങ്ങൾ, അതൊക്കെ കുറ്റകരമാണ്. ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മനസ്സിലായിട്ടുണ്ടാവും. ഹദീസും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കണ്ണിനെ സൂക്ഷിക്കാൻ വേണ്ടി ഇപ്പൊ നിസ്കാരത്തിനെ പറഞ്ഞു, യുഖീമൂന സ്വലാ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, പിന്നെ ബാക്കി എന്താ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖനാഹും വയുഖീമൂന സ്വലാത്ത് എന്ന് പറഞ്ഞ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ നിസ്കാരം നിർബന്ധമാണെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ കണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോൾ രണ്ടാക്കും രണ്ടായത്ത് പറഞ്ഞു. സൂറത്ത് നൂറിൽ അല്ലാഹു പറഞ്ഞു, ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും, പുരുഷന്മാർ അവരെ കണ്ണിനെ നിയന്ത്രിക്കണം. എന്നിട്ട് തൊട്ടടുത്ത ആയത്ത് ഖുല്ലിൽ മുഅ്മിനാതി യഗുദ്ദൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ എന്ന് പറഞ്ഞു. സ്ത്രീകൾ അവരെ കണ്ണിനെ ചിമ്മി അടക്കണം, പിന്നെ അവരെ ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കണം, അവരെ ശരീരത്തിൽ നിന്ന് വെളിവായ സൗന്ദര്യമല്ലാതെ ഒന്നിനെയും എന്താക്കരുത്, വെളിവാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണിനെ സൂക്ഷിക്കണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാരാണ്? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്. ലോകത്തെ ഏറ്റവും നല്ല സ്ത്രീകളാണ് ആർക്ക് ഭാര്യയാക്കി കൊടുത്തത്? നബി തങ്ങൾ ശാസങ്ങൾക്ക്. അള്ളാന്റെ തീരുമാനമില്ലാത്ത ഒരാളെയും നബി തങ്ങൾ ശാസങ്ങൾ എന്താക്കിയിട്ടില്ല, വിവാഹം കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ ഒരു ഭാര്യ തങ്ങളുടെ വീട്ടിൽ നിൽക്കുകയാണ്, ഒരു മകളും ഉണ്ട്. രണ്ടാളും ഇങ്ങനെ നിൽക്കുമ്പോൾ നബി തങ്ങൾ ശാസങ്ങളുടെ വീട്ടിലേക്ക് കണ്ണ് കാണാത്ത അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരികയാണ്. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു വരികയാണ്. അപ്പൊ നബി തങ്ങൾ ശാസങ്ങൾ പറഞ്ഞു, നിങ്ങൾ വീട്ടിന്റെ അകത്തേക്ക് പോയിക്കൊള്ളുക. ആരോട്? ആരോട്? ഭാര്യനോടും മോളോടും. അപ്പൊ അവര് പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു മക്തൂമിന് കണ്ണ് കാണൂലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ അംയാവാനി അൻതുമാ, നിങ്ങൾ രണ്ടുപേരും അന്ധകളാണോ, കണ്ണ് കാണാത്തവരാണോ എന്ന് ചോദിച്ചു. സ്ത്രീക്ക് പുരുഷന് കാണാൻ പാടില്ല. മനസ്സിലുണ്ടെങ്കിൽ പറഞ്ഞ്. അതുകൊണ്ട് നമ്മളിപ്പോ ഒരു 10-15 ദിവസത്തേക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാണ്. വ്യത്യസ്തന്മാര്, ഭാര്യാര്, മക്കള് എല്ലാവരും ഉണ്ട്. മാഷാ അല്ലാഹ്, നമ്മളെല്ലാവരും സ്നേഹമുള്ളവരും ബന്ധമുള്ളവരും പരസ്പരം അറിയുന്ന ആൾക്കാരൊക്കെയാണ്. തീർച്ച, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മളെപ്പോഴും നമ്മളെ ഇസ്ലാമിന്റെ നിയമങ്ങളെ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് മഹറമില്ലാത്ത ഒറ്റ സ്ത്രീനെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ഈ യാത്രയ്ക്കൂടെ. എനിക്ക് ഏറ്റവും ബന്ധമുള്ള ഒരാള് എന്നോട് പറഞ്ഞു, നിങ്ങൾ പോകണ്ടില്ലേ, എനിക്കൊരു മഹറം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ കൂടെ വന്നേനെന്ന് പറഞ്ഞു. ആ സ്ത്രീകാരനോട് പറയണേ, ഞാൻ വന്നേനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതിനെ കൂട്ടേണ്ടി വരും. എന്നുവെച്ചാൽ അത്ര ബന്ധമുള്ളതാണ്. പക്ഷേ മഹറമില്ലാത്ത ഒരാളെ നമ്മളിതിൽ കൂട്ടിയിട്ടില്ല. എന്തിനാണ് പറഞ്ഞാൽ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മളെ മഹറമുമായി കാര്യങ്ങളെ ചെയ്തു പോകാനാണ്. ഒരു അന്യ സ്ത്രീനെ ഈ വകുപ്പിൽ നമുക്ക് പരിചയപ്പെടേണ്ട. അന്യസ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മളെ ചങ്ങായിമാരെ പെണ്ണുങ്ങളും നമ്മളെ ചങ്ങായിമാരെ ഉമ്മയും ഭാര്യയും ഒക്കെയാണ് ഉള്ളത്. പക്ഷെ അതൊക്കെ ഇസ്ലാമിൽ എന്തെന്നെയാണ്? അന്യൻ തന്നെയാണ്. അതുകൊണ്ട് ഒരു അന്യ സ്ത്രീ പുരുഷന്മാർ ഈ യാത്രയിൽ എന്തുണ്ടാവരുത്? ഒരു ബന്ധം ഉണ്ടാവരുത്. എല്ലാവരും അവരെ കണ്ണിനെയും മനസ്സിനെയൊക്കെ സൂക്ഷിക്കാം. മനസ്സിലായില്ലേ? ഞാൻ ഈ സ്ത്രീകൾ എങ്ങനെ ഇതിനെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി ഒരുപാട് കാലങ്ങൾ ആലോചിച്ചാണ് ഞാൻ കൊണ്ടുപോലും ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ ഭാര്യനെ ഒരു പ്രാവശ്യം ഹജ്ജിന് കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നപ്പോൾ ഞാൻ ആലോചിക്കലുണ്ടായിരുന്നു എങ്ങനെ ഓളെ കൊണ്ടുവരാന്ന്. പക്ഷെ അൽഹംദുലില്ലാഹ് ഞങ്ങളൊരു ഹജ്ജിനെ യാത്ര ചെയ്ത് ഇതേപോലെ കൂട്ടുകാരി കൂട്ടി. അപ്പം എനിക്ക് മനസ്സിലായി ഇത് ചെയ്യാൻ പറ്റും. ആ യാത്രയിൽ ഒരു അന്യ സ്ത്രീനെ എനിക്ക് കാണേണ്ടി വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ പോയി വരാൻ പറ്റും. അത് ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, എല്ലാവരും വിചാരിക്കണം. പുരുഷന്മാർ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, സ്ത്രീകൾ വിചാരിക്കണം. സ്ത്രീകൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, ആരോട് വിചാരിക്കണം? പുരുഷന്മാരും കൂടി വിചാരിക്കണം. അതുകൊണ്ട് പൂർണ്ണമായി നമ്മൾ ഹിജാബിനെ പാലിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങൾ സാദങ്ങളുടെ വഫാത്തിന് ശേഷം ഏകദേശം അവർ ജീവിച്ചിരുന്ന കാലത്തൊക്കെ എന്തിനു വന്നിട്ടുണ്ട്? ഹജ്ജിന് വന്നിട്ടുണ്ട്. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ ഒരു പുരുഷനെ കണ്ടിട്ടില്ല, ഒരു പുരുഷനെ എന്നെയും കണ്ടിട്ടില്ല.
നിങ്ങൾക്ക് മനസ്സിലായിട്ടോ? ഈ മത്താഫും ഇതൊക്കെ അന്നത്തെ സിസ്റ്റം ഇന്നത്തെ സിസ്റ്റം ഒക്കെ ഒരേ മാതിരി തന്നെയാണ്. നിബിധങ്ങൾ ശാസ്ത്രങ്ങളെ കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ വന്നപ്പോൾ എഹ്റാമിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കേൾക്കില്ലേ? ഉറങ്ങുണ്ടപ്പോ? അപ്പോ നിബിധങ്ങൾ ശാസ്ത്രം ഞങ്ങൾ അടുക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ട്, എഹ്റാമിലുള്ളത്. എഹ്റാമിൽ മുഖം തുറന്നിടണം. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ഉള്ളപ്പം ഒരാൾ ഇങ്ങനെ എന്തോ ചോദിക്കാൻ വേണ്ടി വന്നു. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ അവരെ മുഖം മൂടി എടുത്ത് എന്ത് ചെയ്തു? മുഖത്ത് തട്ടാതെ അങ്ങനെ പിടിച്ചു നിന്നു. മനസ്സിലായോ? പിന്നീടുള്ള എല്ലാ ഹജ്ജുകളിലും അങ്ങനെ തന്നെ ഉണ്ടായത്, കാണാത്ത രീതിയിൽ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നേ, നിബിധങ്ങൾ ശാസ്ത്രങ്ങളെ പുന്നാര മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയേണ്ട ഏറ്റവും നല്ല സ്ത്രീ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഹജ്ജ് അമലുകൾ എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പുരുഷനെ കാണാത്ത, ഒരു പുരുഷനെ നമ്മളെ കാണാൻ അവസരം കൊടുക്കാത്ത സ്ത്രീയാണ് ഏറ്റവും നല്ല സ്ത്രീ. മനസ്സിലായിട്ടോ? മനസ്സിലായിണ്ടാവില്ല. ഒരു പുരുഷനെ കാണാത്ത, പിന്നെ ഒരു പുരുഷന് നമ്മളെ കാണാൻ അവസരം കൊടുക്കാത്ത സ്ത്രീ. അതുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോഴാണ് ജനാസന്റെ മുകളിൽ, ആ മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ ഒരു തുണി ഇട്ട് കൊണ്ടുപോകാൻ പറഞ്ഞത്. എന്നുവെച്ചാൽ എൻ്റെ കഫൻ തുണിയിൽ പോലും പൊതിഞ്ഞതിന് ശേഷം കൂടി എൻ്റെ ശരീരത്തിന്റെ ആകൃതി ആരും കാണരുത്, രാത്രിയിൽ എന്നെ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവ്. അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ആലോചിക്കാം. അതുകൊണ്ട് എൻ്റെ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുകൊണ്ട് നമ്മളെ യാത്രയിൽ പല യാത്രകളും നിങ്ങൾ ചെയ്യുന്നുണ്ടാവും, പല ഹജ്ജിന്റെ ടീമും അവിടെ ഉണ്ടാവും, ഉംറന്റെ ടീമും അവിടെ ഉണ്ടാവും. നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഞാൻ ഇതിലേക്ക് വരുമ്പം തന്നെ എല്ലാവരോടും പറഞ്ഞൊരു കാര്യവും അതാണ്, നമ്മളെ ഹജ്ജും ഉംറയും എന്താ വരുത്, കൊളാവണ കൊലത്തിലുള്ള ഒരു സ്ത്രീ നമ്മളെ കൂടെ യാത്ര ചെയ്യരുത്. പുരുഷന്മാരും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാത്ത വർത്തമാനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ ചിട്ടയോടും അതപോടും മര്യാദയോടും കൂടി, കാരണം അള്ളാന്റെ വീടാണ്. സ്വന്തം ഭാര്യയോട് പോലും വികാരപരമായ സംസാരമോ നോട്ടമോ പറ്റൂലെങ്കിൽ പിന്നെ അന്യ സ്ത്രീകളെ കഥ തേക്കും. നിങ്ങൾ ഒറ്റ ആലോചിച്ച് നോക്കി. എനിക്ക് പറഞ്ഞാൽ മനസ്സിലുണ്ടോ? അത്ര ഗൗരവപരമായ കാര്യമാണ്. ഒരാള് കടയിൽ നിന്ന് മൊബൈൽ എടുത്തു. കടക്കാരന്റെ മൊബൈൽ ഒരു കസ്റ്റമർ വന്നിട്ട് എടുത്തിട്ട് പോയി. അതിലോനെ പിടിച്ചു പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. പിന്നെ ഫോൺ എടുത്തതിന്റെ പേര്. അപ്പൊ അവിടെ എസ് ഐ ഉണ്ട്. എസ് ഐ സംസാരിച്ചു. CA ഇല്ലടാ, CA അടുത്ത് കിട്ടും. അപ്പൊ CA അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവനവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. CA കസേര ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ CA ഒരു വലിയ ഫോൺ ഉണ്ട് അവിടെ. ഇയാൾക്ക് പെട്ടെന്ന് എന്തോ ഒരു ലാൻഡ് ഫോണിലേക്ക് വന്നപ്പം അവിടെ പോയി എടുക്കാൻ വേണ്ടി വന്നു. അപ്പൊ CA ഫോൺ എടുത്ത് ഓടിയാൽ എന്തേക്കും കഥ? പോലീസ് സ്റ്റേഷനിൽ കട്ടാൽ എന്തേക്കും എൻ്റെ കഥ? നിങ്ങൾക്ക് മനസ്സിലുണ്ടായി പറഞ്ഞേ? ഇതേപോലെ അള്ളാന്റെ വീട്ടിലും നിബിധന ശാസ്ത്രങ്ങളുടെ നാട്ടിലും ഹറാമ് കണ്ടോന്റെ കഥ എന്തേക്കും? അതുകൊണ്ട് കണ്ണൊക്കെ ഇപ്പം തന്നെ റെഡിയാക്കിയിട്ട് പോയി. അതുകൊണ്ട് നല്ല തഖ്വ ഉണ്ടാവണം. ഹജ്ജിലും ഉംറയിലൊക്കെ ആവശ്യമുള്ള സാധനം തഖ്വയാണെന്ന് പറഞ്ഞു. നബി ഖുർആൻ ഷരീഫിൽ പറയുന്നുണ്ട്, വേട്ടമൃഗങ്ങൾ നിങ്ങളെ കയ്യെത്തുന്ന ദൂരത്ത് എത്തിക്കുന്നു. വേട്ടയാടാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. നിങ്ങളെ കയ്യെത്തുന്ന ദൂരത്ത് വേട്ടമൃഗം ഉണ്ടാവും. മീനൊക്കെ സാധാരണ പിടിച്ച് പരിചയമുള്ള ആളുണ്ടാവും. തോട്ടിലൊക്കെ മീൻ കണ്ടാവോ അറിയാതെ ചാടിപ്പോ, സൂസൊന്നും ഓർമ്മ ഉണ്ടാവില്ല, അവിടെ ചാടും. കാരണം അതത്ര ഹരമുള്ള കാര്യമായിരിക്കും. ഇതേപോലെ വേട്ടയാടുന്ന ആളുകൾക്ക് മൃഗം കണ്ട പോലെ അറിയാതെ ചെയ്തു. ഇത് കയ്യെത്തുന്ന ദൂരത്ത് അല്ലാഹു എത്തിക്കുന്നു പറഞ്ഞു ഖുർആനിൽ. ഈ ചില ഉലമാക്കൾ എന്താ പറഞ്ഞതെന്നാൽ, മൃഗമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷന്റെ വേട്ടമൃഗാണ് സ്ത്രീ, സ്ത്രീന്റെ വേട്ടമൃഗാണ് ആര്? പുരുഷൻ. ഇവരെ രണ്ടുപേരും ഒരു മൈതാനത്ത് ഇറക്കി തരാണ് ആര്? അല്ലാഹു. മതാഫിൽ സൈൽ. അവിടുന്ന് ആരാണ് തഖ്വയുള്ള ആൾക്കാർ എന്ന് അല്ലാഹു നോക്കുകയാണ്. അവിടെ ഒരു പരീക്ഷിക്കാൻ കൊണ്ടുപോവാണ് ആരെ? അവിടെ നല്ല മാർക്ക് വാങ്ങിയില്ലെങ്കിൽ പിടുത്തം വിടും. പേരിനൊക്കെ ഉംറയൊക്കെ ചെയ്തിട്ടുണ്ടാവും, ആഖിറത്തിലെത്തുമ്പോൾ അതിന്റെ പേരിൽ തന്നെ ചാർജ് ഷീറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കൂലേ? അപ്പം സ്ത്രീകൾക്ക് മുഖത്ത് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഒരു തുണി ഇടാനുള്ള ഒരു സാധനം നമ്മൾ വരുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം സൗദിയിൽ നിന്ന് വരുത്തിയത് നമ്മുടെ കിട്ടാനില്ല. അപ്പൊ അവിടെ നിന്ന് തന്നെ വരുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഓരോരുത്തർക്ക് എത്രയാണ് വേണ്ടത്, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ നല്ല വാങ്ങുക. അതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. അത് സാധാരണ നമ്മളെ മുഖംമൂടി അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് കാര്യമില്ല. കാരണം മുഖംമൂടിയിട്ട് പകുതി വരെ ഉണ്ടാവുക, മുഖം ഇങ്ങനെ കണ്ടാവും. അപ്പം സാധാരണഗതിയിൽ നമ്മൾ ഈ മഫ്തൊക്കെ ഉണ്ടാവില്ലേ, ചുറ്റിക്കെട്ടുന്ന മഫ്തകൾ, അതിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഇങ്ങനെ കെട്ടിയാൽ അങ്ങനെ മഫ്ത ഇങ്ങനെ തൂങ്ങി നിൽക്കും. വേണമെങ്കിൽ അതിനെ അടിക്കും ചെയ്യാം. ഈ സമയമുണ്ട്, അപ്പം പറ്റെങ്കിൽ അടിക്കും ചെയ്യാം. അടിച്ചിട്ട് ഇട്ടാൽ മുഖം ഫുൾ മുഖത്തുമ്പോൾ തട്ടുമില്ല,
സ്വസ്ഥമായിട്ട് നമുക്ക് നമ്മളെ അമലുകളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അത് മറന്നുവെച്ച് പോരും ചെയ്തിട്ടോ. മറന്നുവെച്ച് പോന്നാൽ ഞങ്ങൾ വേറെ ടീം കിട്ടും. ഇതിന്റെ കൂടെ തന്നെ വേറൊരു ടീം കൂടി ഉണ്ട്, ഓരോ കൂട്ടത്തിൽ കിടച്ചു. അത് പിന്നെ എത്ര തുറന്നാലും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? നമ്മളെ ഇതിലുണ്ട് വരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ആള് കുറവാണ്. വേണമെങ്കിൽ അയക്ക് അഡിക്റ്റുണ്ട് ഇപ്പൊ തമിഴ് മുതലൊക്കെ. മനസ്സിലായില്ലേ? മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാല് ഭക്ഷണത്തിന്റെ കാര്യമാണ്. അൽഹംദുലില്ലാഹ് ഏകദേശം എല്ലാവരും മലപ്പുറംകാരാണ്. ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്ത് തിന്നുന്ന ആൾക്കാർ ആരാണെന്ന് സെൻസസ് എടുത്താൽ മലപ്പുറംകാരാണ്. മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂരുകാരാണ് ലോകത്ത് ഇന്ത്യയിലല്ല ഏറ്റവും കൂടുതൽ തിന്നണേ. നിങ്ങളിൽ വേറെ എന്തെങ്കിലും രാജ്യമോ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞേരി. നമ്മൾ തഹജ്ജുദ് മുതൽ തുടങ്ങും. സ്ത്രീകൾ കേൾക്കേണ്ടത് ഒറ്റ മിനിറ്റ് ഇട്ടോ, നിങ്ങൾക്ക് സമയം തരാം, ഇതൊന്ന് കേട്ടോളി. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ തിന്നുന്ന ആൾക്കാർ നമ്മളാണ്. നമ്മൾ തഹജ്ജുദ് മുതൽ തന്നെ ചായയും ബിസ്ക്കറ്റും മൗലും ഒക്കെ തുടങ്ങും. പിന്നെ സുബീസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും ചായപ്പീടികൾ. ഏറ്റവും കൂടുതൽ ഹോട്ടലിൽ നമ്മുടെ നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം നമുക്കൊരു വലിയ പ്രശ്നമായിരിക്കും. പക്ഷെ ഈ ഉംറന്റെ യാത്രയിൽ നിങ്ങൾ ചെറിയ ത്യാഗത്തിനും കഷ്ടപ്പാടിനൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? റെഡി ആവേണ്ടി വരും. എന്നുവെച്ചാൽ ഭക്ഷണം കിട്ടൂല എന്നൊന്നല്ല, ഭക്ഷണം ഇഷ്ടം പോലെ കിട്ടും. പ്രശ്നം എന്താണ് പറഞ്ഞാൽ, ഇതാ സ്ത്രീകൾ കേൾക്കേണ്ടത്, നിങ്ങൾ സംസാരിക്കണ്ടേ, ഇത് കേൾക്കി. എന്താണ് പറഞ്ഞാൽ, സൗദി അറേബ്യയില് മക്കയാണ്, നബിതങ്ങളുടെ ശാസനങ്ങളുടെ നാടാണ്. അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സഹാബാക്കളുടെ നാടൊക്കെ ശരി തന്നെയാണ്. അതേമാതിരി വേറൊരു അബു ഉണ്ടായിഞ്ഞാടെ. ആരാണ്? അബൂ ജഹൽ, അബൂ ലഹബ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരും കൂടി നാടാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും സൗദി അറേബ്യയിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ബീഫും ചിക്കനാണ് വരുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വില കുറച്ച് കൊടുക്കണ ചിക്കൻ കൊടുക്കുന്ന നാട് ബ്രസീലാണ്. ഇവിടെ 110 റുപ്യ ഉണ്ടാവുമ്പോൾ 90 റുപ്യക്ക് ബ്രസീലിന്റെ ചിക്കൻ ഇവിടെ തരാന്ന് പറഞ്ഞവരാണ്. ഇവിടെ കേരളത്തിൽ 110 റുപ്യ ഉണ്ടാവുമ്പോൾ ഫ്രോസൺ ചിക്കന് ബ്രസീലിന് 80 റുപ്യക്ക് ഇവിടെ തരാന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ബ്രസീലിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്. പക്ഷെ ബ്രസീലിന്റെ പ്രത്യേകത അവിടെ മുസ്ലിമീങ്ങൾ വളരെ കുറവുള്ള സ്ഥലം. ഇതേമാതിരി ഇപ്പം അൽകബീർ എന്ന് പറഞ്ഞൊരു ബീഫ് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പോലുണ്ട്. അത് പോകുന്ന UP എന്നാണ്. എന്റെ കമ്പനി ആരാന്ന് വെച്ചാൽ നമ്മളെ മറ്റേ കൗമാണ്. അൽകബീർ എന്ന് പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര ഇസ്ലാമിന്റെ ഇതാണെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മളെ ഈ യാത്രയിൽ ഫ്രോസൺ ചിക്കനും ഫ്രോസൺ മീറ്റും ഇറച്ചും നമ്മൾ കഴിക്കില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അവിടെ പോയാൽ ഏറ്റവും കൂടുതൽ കിട്ടല് ചിക്കനും ഇതുമാണ്. സ്ത്രീകൾക്കാണെങ്കിൽ ചിക്കൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് കേരളം വിടുന്ന വരെ നിങ്ങൾ കഴിച്ചോളി. കേരളം വിട്ടു കഴിഞ്ഞാൽ അത് വേണ്ടെന്നുള്ള അർത്ഥത്തിലാണ് ഞങ്ങൾ ഉള്ളത്. ഒരു പ്രാവശ്യം വന്നപ്പോൾ ഒരു ആളുടെ ഭാര്യ കഴിച്ചോണ്ട്, ഈ പെണ്ണുങ്ങളോട് ഞാൻ വീണ്ടും ശ്രദ്ധിക്കാൻ പറഞ്ഞതാണ്. ഓൾക്ക് ചിക്കൻ കണ്ടാലെ കൈയൊക്കെ വേർക്കും. മനസ്സിലായില്ലേ? ചിക്കനൊക്കെ കാണുമ്പോൾ എങ്ങനെ ചിക്കൻ ഒഴിവാക്കാന്നൊക്കെ വിചാരിച്ചിട്ട് തിന്നിടും. ഒരു കാര്യങ്ങൾ ആലോചിച്ചോളി. നബിമാരോട് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ട്, യാ അയ്യുഹർ റുസുൽ. റുസുൽ എന്ന് പറഞ്ഞാൽ റസൂൽ എന്നതിന്റെ ബഹുവചനാണ്. നബിമാരെ, പ്രവാചകന്മാരെ, കുലൂ മിനത് ത്വയ്യിബാത്ത്, പരിശുദ്ധമായതിനെ നിങ്ങൾ ഭക്ഷിക്കും. വഅമലു സാലിഹ, സാലിഹായ അമലുകൾ ചെയ്യും. ഉലമാക്കൾ എഴുതുന്നുണ്ട്, നല്ലത് തിന്നാലേ സാലിഹായ അമൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്തിനാണ് നമ്മൾ ആ നാട്ടിൽ പോയിട്ട് ഈ ചത്തതൊക്കെ തിന്നണേ? അവിടെ തിന്നുന്ന ആൾക്കാരുണ്ടാവും, ഓല ആരും കുറ്റപ്പെടുത്തണ്ട. നമ്മൾ ഈ ചെയ്യുന്നതിന് പേരിലൊക്കെ നമ്മൾ വലിയ മുന്തിയ ആൾക്കാരും ഓരൊക്കെ നമ്മൾ മൂക്കൊക്കെ മൂടിയിട്ട് സെറ്റപ്പ് ഉംറയാണ് നമ്മളത്. ഓല ഉംറക്ക് എന്ത് ഉംറയാണ് അതൊന്നും പറയാൻ നമ്മൾ ആൾക്കാരല്ല. നമ്മൾ മഹാമോശക്കാരായതിനോട് കുറച്ച് എന്ത് ചെയ്യാണ്, നമ്മൾ നന്നാൻ നോക്കുകയാണ്. മനസ്സിലായില്ലേ? മറ്റവരൊക്കെ മാഷാഅല്ലാഹ് ഒരു നല്ല ആൾക്കാരാണ്. ഓൽക്ക് ഇനിയിപ്പോ കുറച്ച് തെറ്റൊക്കെ പറഞ്ഞാലും എന്തില്ല, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു പെണ്ണ് വിചാരിച്ചാണ് ഞാൻ കുഴപ്പമില്ല എന്ന് തോന്നാണ്, ഓർക്ക് തിന്നും ചെയ്യാം. മനസ്സിലായില്ലേ? തിന്നോളെ ഉംറന്റെ കഥ എന്താന്നുള്ളത് എന്നോട് ചോദിക്കരുത്. അതുകൊണ്ട് ഒരു കാരണവശാലും അത് തിന്നാതെ നോക്കുക. അവിടെ ബ്രോസ്റ്റ് ഉണ്ടാവും. ചിലവരൊക്കെ വരുന്ന തന്നെ അൽബേക്കിന്റെ ബ്രോസ്റ്റ് തിന്നാനാ, ഹജറസൊക്കെ മുത്താനൊന്നല്ല, അൽബ്രേക്കിന്റെ ബ്രോസ്റ്റ് തിന്നണം. ഓരോ അന്നം വിട്ടപ്പെടുന്ന ആൾ പോയിട്ട് അവിടെ നിന്ന് തിന്നിട്ട് ഇവിടെ നിന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ആ പണിക്കൊന്നും ദയവ് ഇതാരും നിൽക്കണ്ട. നമുക്ക് ബ്രോസ്റ്റ് അല്ലാഹു തആല തീരുമാനിച്ചു നമ്മളെ നാട്ടിൽ വന്നിട്ടുണ്ട് ഹലാലായതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, തിന്നാം. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ ഒരു കാര്യം ഉണ്ടാവും. ഇതെല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കാം. അള്ളാഹുവിന്റെ ദീനിന്റെ വഴി സമയ സമ്പത്തൊക്കെ ചെലവാക്കി അള്ളാഹ് നമ്മളെല്ലാവരും കബൂലാക്കുമാറാവട്ടെ. മരിക്കണതിന് മുമ്പ് ഒരുങ്ങി മരിക്കണ ഭാഗ്യവാന്മാരിൽ കുറിച്ച് നമ്മളാക്കുമാറാവട്ടെ. ആഖിറത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ പടച്ചോൻ തോൽപ്പിക്കുകയും